നേച്ചറിന് ആക്ച്വലി നിങ്ങൾക്ക് കണക്ട് ചെയ്ത് മിറർ ചെയ്തിട്ട് ഈ അവസ്ഥ എടുക്കാൻ പറ്റും. അപ്പം കാറ്റ് എങ്ങനെയാണോ മാറ്റിയത് കറേജ് ആക്കാനുള്ള കാറ്റലിസ്റ്റ് ആണ് ആക്ച്വലി ലവ്. ഇപ്പൊ കണക്ട് ചെയ്ത ബ്രെത്ത് വർക്കിലൂടെ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. ആ അവസ്ഥ ആ സ്റ്റേറ്റ് എടുത്തതിന് ശേഷം ഫുൾ ബോഡി ഫീൽ ചെയ്തതിനു ശേഷം പിന്നെ നമ്മൾ മനസ്സിലെങ്കിലും അത് പറഞ്ഞു വർക്ക് ചെയ്തെടുക്കും. കഴിഞ്ഞ ആഴ്ചയും കുറെ പേര് ബ്രേക്ക് ത്രൂസ്, ഫീഡ്ബാക്സ്, റിവ്യൂസ് ഒക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഏരിയാസ് മാറിയിരിക്കാം, പക്ഷെ സ്റ്റിൽ യു വിൽ ഗെറ്റ് ദ ബെനിഫിറ്റ്. മോളെ നോക്കിയതും ബസ്സിൽ കയറുമ്പോഴും ഡീപ്പായിട്ട് വർക്ക് ചെയ്തിട്ട് അവിടെ ഹയർ സെൽഫിലെ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഇന്നർ കോച്ച് ഉണ്ട്. ഇയാൾ നമ്മൾ തന്നെയാണ് കല്ലും, നമ്മൾ തന്നെയാണ് ശില്പിയും. അപ്പൊ നമ്മുടെ കല്ലിന് നമ്മൾ വെരി ഗുഡ് മോർണിംഗ്. ഈ കൂട്ടത്തിൽ എത്ര പേര് ഇന്നലെ റൂമി നൈറ്റിനുണ്ടായിരുന്നു? ഓക്കെ, എല്ലാവരും അല്ലേ? നൈസ്. ഏതായാലും ഞാനിങ്ങോട്ട് ഇങ്ങോട്ട് ഇരിക്കാൻ വരുമ്പോൾ ഇത്ര ആവേശത്തിൽ എണീറ്റ് നിന്നിട്ട് സ്വീകരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാം. നല്ലതാണ്, കാരണം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? ഗൈഡൊന്ന് വന്നേക്കണമെന്നുള്ളൊരു കാത്തിരിപ്പ് എനിക്ക് മനസ്സിലായി. എന്നിട്ട് വേണം എണീറ്റിക്കാൻ, ഒന്ന് ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ. ബട്ട് ഞാൻ ഇന്നലെ റൂമിനായിട്ടിൽ പറഞ്ഞു, ഇന്നലെ എനിക്ക് കുറച്ച് ഡോക്ടേഴ്സ് ആൾട്ടർനേറ്റീവ് ഹീലിങ്ങിലുള്ളവർക്കൊരു ഏർലി മോർണിംഗ് മെഡിറ്റേഷൻ കൊടുക്കാൻ പോയതാണ്. അപ്പോൾ ഇതൊരു റുമിനേഷൻ തെറാപ്പിയാണ്. അപ്പോൾ അതിൽ 4 മണിക്കാണ് ചെയ്യേണ്ടത്. കുറച്ച് ഡിവൈൻ സ്പിരിച്വൽ അവെയർനെസ്സിൽ ദിക്റൊക്കെ ചാൻറ്റ് ചെയ്തിട്ടൊക്കെ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഗൈഡ് ചെയ്യാൻ പോയപ്പം ഇവർ ഫസ്റ്റ് ടൈം അത് ചെയ്യണം, ഇവർക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല. ഗൈഡ് ചെയ്യാൻ പോയപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇരുത്താണ്. ഇരുത്തം എന്ന് പറഞ്ഞാൽ നിലത്ത് നമ്മുടെ നിസ്കാരത്തിലൊക്കെ ഈ അത്തഹിയാത്ത് ഇങ്ങനെ ഇരിക്കുമല്ലോ, ഈ ഡയമണ്ട് പോസ്ചർ, യോഗയിലെ ഡയമണ്ട് പോസ്ചറിൽ ആണ് ഇരിക്കേണ്ടത്. അപ്പോൾ അത് തുടങ്ങുമ്പോൾ ആ ഇരുത്തം തുടങ്ങി, ഇത് മെഡിറ്റേഷനിൽ പോയി ബ്രീത്തൊക്കെ നോക്കണം. ഇരുത്തം തുടങ്ങിയിട്ട് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കാണ് ഇവരെ മെഡിറ്റേഷനൊക്കെ മിസ്സാകുന്നുണ്ട്, കാരണം ഇരുത്തം അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. പക്ഷേ ഇവിടെ അല്ലേ, ചിലപ്പോൾ ഞാൻ കാണാറുണ്ട് ഉച്ചവരെയൊക്കെ ഒരേ ഇരുത്തായിരിക്കും. അപ്പോൾ അത് നമ്മളങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മൾ കാലിൻ്റെ വേദനയും പരിപാടിയൊന്നും അറിയില്ല. അതാണ്. അപ്പോൾ അതൊരു വലിയ കാര്യം. ഞാൻ ഇന്നലെ റിയലൈസ് ചെയ്ത് ശരിക്കും ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നവർ ഇന്നലെ റൂമിനൈറ്റിലൊക്കെ 4-5 മണിക്കൂറോളം അങ്ങനെ നമ്മൾ ഇരിക്കുമ്പം എന്താണ് നമ്മൾ ആ ഇരുത്തത്തിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ് ഈസ് ആക്ച്വലി നമ്മളിലെ ഇമ്മേഴ്സീവ് സ്റ്റേറ്റ്, നമ്മുടെ സോൾ അവെയർനെസ് ഓൺ ആകുന്ന സമയത്ത് നമ്മൾ ബോഡിയുടെ സംഭവങ്ങളൊന്നും അറിയില്ല. ഞാനങ്ങോട്ട് വിശ്വസിക്കുകയാണ്, നിങ്ങളങ്ങനെ ഇമ്മേഴ്സ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു ഇരുന്നത്. ഞാൻ ശരിക്കും ഇങ്ങോട്ട് വരുമ്പോൾ ഗൈഡിനോടുള്ള ഒരു സ്നേഹം കൊണ്ട് തന്നെ എണീറ്റ് നിന്നതാണ്. എന്തായാലും ഓക്കെ, കാര്യം കിട്ടിയല്ലോ. സോ ഓരോ ഗൈഡ് ടോക്കും എപ്പോഴും പറഞ്ഞ പോലെ തന്നെ വളരെ സ്പെഷ്യലാണ്. ഇന്നത്തെ GTയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ റൂമി നൈറ്റ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ നമ്മളെപ്പോഴും എക്സ്പെക്ട് ചെയ്യും. റൂമി നൈറ്റിൻ്റെ അന്ന് എന്തായാലും കുറേ പേര് ഇവിടെ തമ്പടിക്കും. കുറേ പേര് ഇന്നലെ തന്നെ ഇവിടെ താമസിച്ചു, എന്നിട്ട് GTക്ക് വേണ്ടി കാത്തിരുന്നവരാണ് ഒരുപാട് പേര്. എല്ലാ റൂമിനായിട്ട് വരുമ്പോൾ നമുക്കറിയാം കുറേ പേർക്ക് GTക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, കുറേ പേർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ട് പുറത്താണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂമി നൈറ്റ് കഴിഞ്ഞിട്ടുള്ള GTകൾ എപ്പോഴും സ്പെഷ്യലാണ്. കുറേ ആൾക്കാർ ഇവിടെ ഓഫീസിൽ ഉണ്ടാവാറുണ്ട്, നമ്മളത് എക്സ്പെക്ട് ചെയ്യാറുണ്ട്. അപ്പം ഇന്നത്തെ GT ഫസ്റ്റ് ഫ്രഷേഴ്സ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, GTയുടെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ GT 250ക്ക് ശേഷം വലിയൊരു റെവല്യൂഷണറി ചേഞ്ചാണ് നമ്മൾ വരുത്തിയത്. ഒരു സെഷൻ കേൾക്കുക എന്നതിനപ്പുറത്തേക്ക് ലൈവ് ഇമ്പാക്റ്റുകൾ സംഭവിക്കുന്ന ഒരു സിറ്റിംഗ് ആണ്. ഇവിടെ ഇരിക്കുന്നു, പോകുന്നു, മൊയിലുകൾ ചാവുന്നു, അതാണ് അതിൻ്റെ ഒരു ശൈലി. അപ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ എനർജി ഇൻറ്റഗ്രേഷൻ. നമ്മളിലെ എനർജി ഫ്ലോ, എനർജി ഫങ്ഷനിങ് അലൈൻഡ് ആക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും നമ്മുടെ പുറത്തുമുള്ള ഒരേ എനർജി അത് ബാലൻസ്ഡ് ആണ് സമയത്ത്, അകത്തും പുറത്തും എനർജി ഒരുപോലെ അലൈൻഡ് ആവുന്ന സമയത്ത് അവിടെ ഹീലിംഗ് നടക്കുന്നുള്ളതാണ്. അവിടെ എന്തും നടക്കാം. അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലും എനർജി ഉണ്ട്, ഈ പ്രകൃതി മൊത്തം എനർജിയാണ്, എല്ലാത്തിലും ഊർജ്ജമുണ്ട്. അപ്പോൾ പ്രകൃതിക്ക് മനുഷ്യനെ ഹീൽ ചെയ്യാൻ പറ്റും. ആ പ്രകൃതിയുടെ ഹീലിംഗ് എനർജിയിലാണ് ദൈവം മേഴ്സി, ഹീലിംഗ് ഓറ വെച്ചിട്ടുള്ളതെന്നുള്ള. അതേപോലെ തന്നെ നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണെങ്കിൽ നമ്മുടെ ശരീരം ഉണ്ടായതൊക്കെ പ്രകൃതി എന്നാണല്ലോ അല്ലേ? അപ്പോൾ ആ പ്രകൃതിയുടെ സത്തയിൽ അടങ്ങിയിട്ടുള്ള എല്ലാ സാധനവും നമ്മളിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ എനർജിയും ഈ പ്രകൃതിയിലുള്ള എനർജിയും തമ്മിൽ ഒരു സ്പെസിഫിക് അലൈൻമെൻറ്റിൽ എത്തുമ്പം അവിടെ ഒരു മാജിക്കൽ ഹീലിംഗ് നടക്കും. നമ്മൾ ഈ പ്രകൃതിയുടെ ഊർജ്ജത്തിൻ്റെ ഒഴുക്കിൽ നിന്നും തെന്നി നിൽക്കുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവുന്നത്. അസുഖം മീൻസ് ദാരിദ്ര്യമാകാം, പലതരത്തിലുള്ള വിഷയങ്ങൾ. ഇന്നലെ ഞാൻ പറഞ്ഞു ഡാർക്ക് ഏജ് പോലത്തെ, ജാഹിലിയ പോലത്തെ ഇരുട്ടിൻ്റെ അംശങ്ങൾ നമ്മളിൽ ബാധിക്കാറുള്ളത് ഇതും തെറ്റുമ്പോഴാണ്.
അപ്പം അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർക്കാണ് കൂടുതൽ അസുഖങ്ങളുള്ളത്, മറ്റുള്ള ജീവജാലങ്ങൾക്കൊന്നും അത്ര അസുഖമില്ല. ഇനി പല മൃഗങ്ങൾക്കും മറ്റുള്ളവർക്കൊക്കെ പല അസുഖങ്ങൾ വന്നു പോകുന്നുണ്ടെങ്കിലും അവർക്ക് എൻ്റെ പേര് പോലും അറിയില്ല. നമുക്ക് അസുഖങ്ങൾക്ക് ഇഷ്ടംപോലെ പേരുകളുണ്ട്, പേരുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് മനുഷ്യർക്ക് മാത്രം എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ നാച്ചുറൽ ഫ്ലോ എന്നും യൂണിവേഴ്സൽ റിത്തത്തിൽ നിന്നും നമ്മുടെ എനർജറ്റിക് റിത്തം തെറ്റുന്ന സമയത്താണ് നമുക്ക് പലതരത്തിലുള്ള ചലഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈഡഡ് ടോക്കിൽ നമ്മൾ എല്ലാ ആഴ്ചകളിലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളും നമ്മുടെ സറൗണ്ടിങ്സും തമ്മിലുള്ള ആ ഒരു എനർജി അലൈൻമെൻറ്റ് എങ്ങനെ ആക്കിയെടുക്കാം എന്നുള്ളതാണ്. അതാക്കിയെടുക്കാൻ നമുക്കാർക്കും എനർജി കാണാൻ പറ്റൂല, എനർജി തൊടാൻ പറ്റൂല. കാരണം നമുക്ക് എനർജിയെ പ്രോസസ്സ് ചെയ്യാനുള്ള സെൻസ് ഉണ്ടെങ്കിൽ കൂടി അതിൽ നമ്മൾ ട്രെയിൻഡ് അല്ല. നമ്മൾ ജനിച്ച് വീഴുമ്പോൾ എനർജിയെ സെൻസ് ചെയ്യാൻ ആ ഒരു സെൻസ് കൊണ്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ കൂടുതൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടുള്ള ബോധത്തിലൂടെ ലോകത്തെ പ്രോസസ്സ് ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും നമുക്ക് ആ ബോധം കൊണ്ട് എനർജിയെ അത്ര പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ബോധം വേറെ റേഞ്ചിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ആ ഉള്ള ബോധത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് എനർജിയിൽ വർക്ക് ചെയ്യാം, അതിൻ്റെ ബേസിസിലാണ് മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കുന്നത്. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഒന്നുകൂടി അത് സെറ്റ് ചെയ്ത് വരാൻ ഓൾറെഡി ആ എനർജി സ്റ്റേറ്റിലൂടെ പോയിട്ട് ലൈഫിൽ അച്ചീവ് ചെയ്ത ആൾക്കാരുടെ ആ എനർജി സ്റ്റേറ്റ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ടിന് ഇവിടെ കഥകൾ പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും കഥകൾ പല രീതിയിൽ പറയുന്നുണ്ടായിരിക്കാം. ആ കഥയെ പറയിപ്പിക്കുന്നവർ എന്തുദ്ദേശത്തിലാണ് പറയിപ്പിക്കാൻ പ്ലാൻ ചെയ്തത്, അതാണ് അവിടെ വർക്കാവുക. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ പോയ സക്സസ് സ്റ്റോറീസ് ഒരുപാട് കേൾക്കാം. അതിനൊരു പർപ്പസ് ഉണ്ട്. ഇപ്പോൾ ചിലരുടെ പർപ്പസ് വ്യൂ കൂടുതലായിരിക്കാം, ചിലരുടെ പർപ്പസ് ഈ പോയിന്റ് ആളുകൾക്ക് കൺവേ ആവില്ലായിരിക്കാം. ഗൈഡഡ് ടോക്കിൽ നമ്മൾ കോച്ചസിൻ്റെ ലൈവ് എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യിപ്പിക്കുന്നതിന് ഓഫ് കോഴ്സ് ജനറലി നോക്കി കഴിഞ്ഞാൽ ഫിസിക്കലി നോക്കിയാൽ ഇൻസ്പയറിംഗ് ആയിരിക്കാം. അതിനപ്പുറത്തേക്ക് വി ഹാവ് എ പ്ലാൻ ദാറ്റ് ആ സ്റ്റേറ്റിലൂടെ അവർ കടന്നു പോയതാണ്. ഇപ്പോൾ ഇന്ന് ലുബ്ന സക്സസ് സ്റ്റോറി പറയുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എങ്ങനെ ലുബ്ന കോച്ചായി, ലുബ്നയുടെ വീട്ടിൽ എത്രത്തോളം ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. ലുബ്നയും മോളൊക്കെ ഒന്നിച്ച് വീഡിയോയിൽ ഇരിക്കുന്നുണ്ട്, സന്തോഷം അങ്ങനെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ഫാമിലി റെവല്യൂഷൻ, ഒരു ഫാമിലി ഹാപ്പിനെസ് അവിടെ സംഭവിച്ചു. അതെങ്ങനെ ഉണ്ടായി, പിന്നെ ആഗ്രഹിച്ച വീട് അത് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഗൈഡഡ് ടോക്കിൽ നമ്മൾ മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ ഇങ്ങനത്തെ എക്സ്പീരിയൻസുകൾ കേൾക്കുമ്പോൾ ആ മെഡിറ്റേറ്റീവ് എനർജിയിൽ നമ്മുടെ ഇന്നർ എനർജി അലൈൻഡ് ആയിരിക്കും, കാമായിരിക്കും. ആ സ്റ്റേറ്റിൽ തന്നെ അതേ എനർജിയിൽ നിൽക്കുന്ന ഒരാൾ നമുക്ക് മുന്നേ ഒരു പടി എന്തെങ്കിലും അച്ചീവ് ചെയ്ത് നമ്മൾ കേൾക്കുമ്പം ഒന്നുകൂടി നമുക്ക് ആ സ്റ്റേറ്റ് ആക്സസ് ചെയ്യാനുള്ള സ്പേസാണ് കിട്ടുന്നത്. അത് സാധാരണ നിങ്ങൾ വെറുതെ എടുത്തിട്ടൊരു മോട്ടിവേഷണൽ സ്പീച്ച് കേൾക്കുന്നതിനേക്കാളും എത്രയോ ഫാർ ടൈംസ് ബെറ്ററാണ്. അതുകൊണ്ടാണ് നമ്മുടെ ടീമിൽ 200-ലേറെ കോച്ചസ് ഉണ്ട്. ഈ കോച്ചസിനെ നിങ്ങൾ നോക്കിയാൽ അതിൽ 90% കോച്ചസും മറ്റുള്ള കോച്ചസിൻ്റെ അങ്ങനത്തെ എക്സ്പീരിയൻസ് കേട്ടപ്പോൾ എന്തോ ഒരു സാധനം കത്തിയിട്ട് പെട്ടെന്ന് അങ്ങ് കോച്ചിങ്ങിലേക്ക് എത്തിയവരാണ്. ഒരുപാട് കാലെടുത്തുള്ള തീരുമാനങ്ങളാണ്. എന്തോ ഒരു സാധനം റെഡിയാവും, പിന്നെ ടക്ക് 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 എന്നാണ് റെഡിയാവും. അപ്പോൾ അവരതൊക്കെ പെട്ടെന്നായിരുന്നു, നേരത്തെ ആയിരുന്നു. ആ നേരത്തെ സംഭവിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ സെറ്റാക്കി നമ്മൾ അറേഞ്ച് ചെയ്ത് പോകുമ്പോൾ ഞാൻ ചെയ്തു എത്തും എന്നാണ് നമ്മൾ പറയാം. എന്നാൽ നമ്മൾ പ്ലാൻ ചെയ്യാതെ തന്നെ അൺപ്ലാൻഡ് ആയിട്ട് ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ നമ്മുടെ ലൈഫിൽ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും എൻ്റെതിനേക്കാളും ഉയർന്ന എന്തോന്ന് എന്നിൽ ഇടപെട്ടിട്ടുണ്ട്. എം ഐ റൈറ്റ്? എനിക്ക് പറ്റുമെന്ന് തോന്നിയതിനേക്കാളും ഉയർന്ന എന്തോന്ന് അത് വിറ്റ്നസ് ചെയ്യിപ്പിക്കാൻ അങ്ങനത്തെ ഇടപെടലുകൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സമയം സേവ് ചെയ്യാൻ പറ്റുക. അപ്പം ഞാനൊരു 2 വർഷം കൊണ്ട് പ്ലാൻ ചെയ്തൊരു കാര്യം ഞാൻ തന്നെ പ്ലാൻ ചെയ്ത് അച്ചീവ് ചെയ്ത് കഴിയുമ്പം എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. ഞാൻ പ്ലാൻ ചെയ്തു, ഞാൻ വർക്ക് ചെയ്തു, ഞാൻ അച്ചീവ് ചെയ്തു. ഇതിൻ്റെ കൺക്ലൂഷൻ എന്താ? ഞാൻ അടിപൊളിയാണ്. എന്നാൽ മറ്റത് ഞാൻ പ്ലാൻ ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു. ഞാൻ പ്ലാൻ ചെയ്തത് 2 വർഷത്തേക്കാണ്, പക്ഷേ 6 മാസം കൊണ്ട് അത് നടന്നു. അപ്പോൾ ഞാൻ പറയും ഞാൻ പ്ലാൻ ചെയ്തതിൻ്റെയും മീതെ പ്രവർത്തിക്കുന്ന ബെസ്റ്റ് ഓഫ് ദ പ്ലാനർ എന്നിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പം ഞാനുള്ളതും താവും. കാരണം അതാ എനിക്ക് പ്ലാൻ ചെയ്യാം, ഞാൻ വർക്ക് ചെയ്യാം, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാം. പക്ഷെ അതിനേക്കാളും തരാൻ പോകുന്ന എന്തോ ഒരു മാജിക് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ആളുകൾക്ക് ആ എക്സ്പീരിയൻസിൻ്റെ എനർജി ഷെയറിംഗ് ആണ് ആക്ച്വലി ഗൈഡഡ് ജേർണി എന്ന ഷെയറിംഗ് പാർട്ടിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് അതാണ്. അപ്പോൾ അതിൽ ഇമ്മേഴ്സീവ് ആയിട്ട് ഇരിക്കുമ്പോൾ, ഇമ്മേഴ്സീവ് ആയിട്ട് നമ്മൾ കേൾക്കുമ്പം നമ്മുടെ ലൈഫായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കണ്ട, പക്ഷേ എനർജി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. അവരുടെ അച്ചീവ്മെൻറ്റുകൾ, അവരുടെ സക്സസ്സുകൾ വേറെ വേറെ കാര്യങ്ങളാണ്. ആ സക്സസ് ആയിട്ട് നമുക്കൊരു പാർട്ടുമില്ല. അപ്പോൾ ചില സമയത്ത് നമ്മൾ ചിലരെ കേൾക്കുന്ന സമയത്ത് ഇത് എൻ്റെ മേഖല അല്ലല്ലോ, ഇത് നമ്മളെ ഏരിയ അല്ലല്ലോ, അങ്ങനെ ചിന്തിക്കുന്നിടത്തു നിന്നാണ് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാതിരിക്കാനുള്ള വഴികൾ നിങ്ങൾ തുറന്നു നോക്കുന്നത്. നമ്മളെ മേഖലയല്ലെങ്കിൽ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്ന മേഖലയിൽ നമ്മൾ ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പം നമ്മുടേതല്ലാത്ത മേഖലകളിൽ അച്ചീവ് ചെയ്ത ആളുകളും നമ്മൾക്ക് ഉപയോഗിക്കേണ്ടത് ഒരേ സ്റ്റേറ്റ് ഓഫ് എനർജിയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അവരുപയോഗിക്കേണ്ടത് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരേ സ്റ്റേറ്റ് ഓഫ് എനർജിയാണ്. ഏരിയ ഡിഫറെൻ്റ് ആയിരിക്കാം. അപ്പോൾ അത് ഈ എനർജിയുടെ ഈ സ്റ്റേറ്റിൻ്റെ സീക്രട്ട് അറിയുന്ന ആൾക്കാരെ നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരാൾ ബിസിനസ്സിൽ, ഒരാൾ സ്പോർട്സിൽ, ഒരാൾ ആർട്ടിൽ, ഇങ്ങനെ വ്യത്യസ്ത മേഖലയിൽ സക്സസ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മളിങ്ങനെ കേൾക്കാം. അപ്പോൾ നമ്മൾ ചിന്തിക്കും ഞാൻ സ്പോർട്സ് പേഴ്സൺ അല്ലല്ലോ, എൻ്റെ ഏരിയ അല്ലല്ലോ. പക്ഷേ നിങ്ങൾ MS ധോണിയെ കേൾക്കാം. MS ധോണി പറയുകയാണ് ഞാൻ ഗ്രൗണ്ടിൽ വിക്കറ്റിൻ്റെ ബാക്കിൽ നിന്നിട്ട് കീപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ, ക്യാപ്റ്റൻസി ഡീൽ ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ വളരെ കാമാണ്, ഞാൻ വളരെ ഇൻറ്റ്യൂട്ടീവാണ്. അപ്പോൾ എനിക്ക് ഇൻറ്റ്യൂട്ടീവായിട്ട് വരുന്ന എടുക്കാം. പുറത്ത് എന്ത് സംഭവിച്ചാൽ അത് എൻ്റെ ഉള്ളിലോട്ട് കയറില്ല.
ആ പോയിന്റിൽ നമ്മളൊരു ക്രിക്കറ്റർ ആണെന്നില്ല, ആ പോയിന്റ് നമ്മളെ കുക്കിങ്ങിൽ പോലും നമുക്ക് സ്വാധീനിച്ചൂടെ? അപ്പോൾ ധോണിയിൽ നിന്ന് നമ്മൾ കേൾക്കാണ്ട് അപ്പം ഹിസ് എ ക്രിക്കറ്റർ, വൈ വി ഹാവ് ടു ലിസൺ ടു ദം. ഇവിടെയാണ് നമ്മൾ ഈ യൂണിവേഴ്സൽ അലൈൻമെൻറ്റും തെറ്റിപ്പോണത്. എല്ലാവരുടെയും ഏരിയകൾ ഡിഫറെൻ്റ് ആയിരിക്കാം, പക്ഷെ അവരിൽ നിന്നൊക്കെ നമ്മളുടെ ഏരിയയിലേക്ക് പഠിക്കാൻ എന്തുണ്ട്. അപ്പോഴാണ് വ്യത്യസ്ത പാതകൾ അടയ്ക്കും കൂടി ഏതോ ഒരു പോയിന്റ് ഉണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ച് ഫങ്ഷൻ ചെയ്യേണ്ടതെന്നുള്ള. അതാണ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ടീമിൽ പല മേഖലകളിലുള്ള പല ശൈലികളിലുള്ള വൈവിധ്യമായിട്ടുള്ള ആൾക്കാർ, വ്യത്യസ്തമായ ഇടങ്ങളിലുള്ള ആൾക്കാർ. ഞാൻ എപ്പോഴും ചലഞ്ചിങ് ആയിട്ട് ഫേസ് ചെയ്തുള്ളൊരു ചോദ്യം, നിങ്ങൾ ആരെ ഫോക്കസ് ചെയ്താൽ ട്രെയിനിങ് കൊടുക്കണമെന്ന്. ഞാൻ പറയും മനുഷ്യന്മാരെ. ബിസിനസ്സുകാർക്കാണോ, സ്റ്റുഡൻസിനാണോ? ഇവിടെ നിങ്ങൾക്കറിയാം എല്ലാവരും ഉണ്ട്, ഓൺട്രപ്രണേഴ്സ് ഉണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. നിങ്ങൾ വ്യത്യസ്തരായിക്കോളൂ. ആ വ്യത്യസ്തരായി ആ വൈവിധ്യത്തിൽ നിൽക്കുമ്പോൾ തന്നെ നാനാത്വത്തിൽ ഏകത്വം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ആ മുദ്രാവാക്യം പോലെ തന്നെ ആ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയിലേക്കാണ് ഡിവിനിറ്റി എല്ലാവരും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കണക്ടിവിറ്റിയിലേക്ക് നമ്മൾ എത്തിക്കുന്നതിൽ മറ്റുള്ള ആളുകളെ കേൾക്കുന്നതിലും നമ്മുടേതല്ലാത്തവരെ കേൾക്കുന്നതും നമുക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് അതൊന്നും കിട്ടാനുണ്ട് എന്നുള്ളതാണ്. എനിവേ, അപ്പോൾ അതാണ് നമ്മുടെ ഈ ഗൈഡഡ് ജേർണി ഷെയർ ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ഒന്നുകൂടി നമ്മളെ എനർജി ഒന്ന് മെഡിറ്റേഷനിൽ നമ്മളെ എനർജി ആയിട്ട് ട്യൂൺ ചെയ്തു. രണ്ടാമത്തെ ഗൈഡഡ് ജേർണി പോകുമ്പം നമ്മളല്ലാത്ത ഒരാളുടെ സെയിം പാത്തായിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിട്ട് നമ്മൾ ഒന്നുകൂടി കണക്ട് ചെയ്തു, ഔട്ട്സൈഡ് കണക്ഷൻ കൊണ്ടുവന്നു. മൂന്നാമത്തത് ഈ കണക്ടിവിറ്റി ഇൻറ്റേർണൽ എക്സ്റ്റേണൽ സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മളൊരു ക്രിയേറ്റീവ് ആക്ടിവിറ്റിയിൽ പോവാണ്. അപ്പോൾ ക്രിയേറ്റീവ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിന്ന് ചൈൽഡ് മെമ്മറീസിലേക്ക് പോയിട്ട് അതിൽ നിങ്ങളുടെ ക്വാളിറ്റീസ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലൂടെ പോകുന്ന സമയത്ത് നമ്മളിലെ തന്നെ പെർഫോമറെ നമ്മൾ സീക്ക് ചെയ്യുക. ഞാൻ ഇന്നലത്തെ റൂബി നൈറ്റിൽ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഒരു കാര്യം നേടണം എന്ന് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് തോന്നുന്നു, എന്നാൽ ആ കാര്യം വേറൊരാൾക്ക് വേണ്ടാത്തതായിട്ട് തോന്നുന്നു, പക്ഷെ നിങ്ങൾക്കത് വേണ്ടതാണ്. നിങ്ങൾക്കത് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കകത്ത് അത് നേടിയെടുക്കാൻ പറ്റുന്ന ഒരാളുണ്ടായതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് അത് ആഗ്രഹിക്കാൻ പറയുന്നത്. അപ്പോൾ ചിലർക്കും എന്നിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ലല്ലോ. ആഗ്രഹിച്ചത് കറക്റ്റാണ്, പക്ഷെ ആരാണോ ആഗ്രഹിപ്പിച്ചത് അയാളെ നമുക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് 10 കോടിയുടെ ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കണം, ആഗ്രഹിച്ചതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ ഒരുപാട് പരിശ്രമിച്ചു, ഞാൻ ഫുള്ള് കടത്തിലായല്ലോ, പ്രശ്നത്തിലായല്ലോ. 10 കോടി സാമ്രാജ്യം ഉണ്ടാക്കണമെന്ന് കൊതിച്ച ഒരാൾ നിൻ്റെ ഉള്ളിലുണ്ട്. അത് നീ ഇപ്പോൾ വിചാരിക്കുന്ന ആളല്ല, കൊതിപ്പിച്ചവനാ. എന്നിട്ട് കൊതിപ്പിച്ച് കടന്ന് കളഞ്ഞു എന്നൊക്കെ നമ്മൾ പറയും. കൊതിപ്പിച്ച് കടന്ന് കളിയല്ലേ ചെയ്യണത്. ആരാണോ കൊതിപ്പിച്ചത് അയാളിലേക്ക് നമ്മൾ പോയില്ല. ആരാണോ കൊതിച്ചത് ആളിങ്ങനെ സ്വപ്നം കണ്ടിരിക്കുക, നടക്കൂല. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതുപോലെ ഈ ക്രിയേറ്റീവ് ആക്ടിവിറ്റിയൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കുമ്പം നിങ്ങൾക്കുള്ളിലെ തന്നെ നിങ്ങളിലെ പെർഫോമർ നിങ്ങൾക്കുള്ളിലുണ്ട്. ഇപ്പോൾ ചൈൽഡ്ഹുഡ് റിഫ്ലക്ഷൻസിൽ പോയപ്പോൾ ഒരുപാട് ആൾക്കാർ അന്ന് അങ്ങനെയായിരുന്നു, ഇന്ന് ഇങ്ങനെയായിരുന്നു. നിങ്ങളോട് ആര് പറഞ്ഞു അന്ധകാലം ഇന്ന കാലത്തില്ലാന്ന്? അത് അന്ധകാലത്തല്ലേ, അങ്ങനെ പറയാം. അന്നല്ലായിരുന്നോ? അന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സമയം അതൊരു ടൈം ലൈനിലായല്ലോ. നമുക്കാകെ 3 ത്രികാലങ്ങളേ ഉള്ളൂ. ഒന്ന് വർത്തമാനം, പിന്നെ ഒന്ന് ഭൂതം. പേടിച്ചോ ജസീന, പേടിച്ചോ? വർത്തമാനം, പിന്നെ ഭൂതം, പിന്നെ എന്താ ഉള്ളത്? ഭാവി. ഈ 3 കാലങ്ങളാണ് നമുക്കുള്ളത്, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. സയൻസിൽ കുറച്ച് ബോധത്തോടു കൂടി ശാസ്ത്രത്തെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ ശാസ്ത്രം പറയും ഈ ടൈം ലൈൻ ഒരേ സമയത്താണ് നടക്കുന്നത്. പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഒരേ സമയത്താണ് നടക്കുന്നത്. അപ്പോൾ പാസ്റ്റും ഇല്ല, പ്രസൻറ്റും ഇല്ല, ഫ്യൂച്ചറും ഇല്ല. ദാറ്റ് മീൻസ് ഈ മൊമെൻറ്റേ ഉള്ളൂ. ഈ മൊമെൻറ്റിൽ തന്നെയാണ് പാസ്റ്റും നടക്കുന്നത്, ഈ മൊമെൻറ്റിൽ തന്നെ ഫ്യൂച്ചറും നടക്കുന്നത്. ഇപ്പോൾ കിളി പോകണ്ട, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതിലേക്ക് നമുക്ക് പതിയെ വരാം. എനിവേ, ആ രീതിയിൽ നോക്കണമെങ്കിൽ അതിൻ്റെ 2ാമത്തെ വയസ്സിലല്ലേനോ ഗൈഡേ, അതിൻ്റെ 5ാമത്തെ വയസ്സിൽ അത് അങ്ങനെ അടിപൊളിയായിരുന്നു. അന്ന് എന്ന് പറയുന്നത് അന്ധകാലം എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാലത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ആളും ആ കാലവും ആ അനുഭവവും ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിനിപ്പോൾ പാസ്റ്റിലേക്ക് നടന്നൊന്നും പോകണ്ട, നിങ്ങൾ അനുഭവിച്ചിട്ട് മെമ്മറി ആയിട്ട് എക്സ്പീരിയൻസ് ആയിട്ട് അവിടെ ഉണ്ടെങ്കിൽ അതിനൊന്ന് സീക്ക് ചെയ്തിട്ട് അതിനൊന്ന് ഫ്രീ ആക്കിയാൽ മതി, നിങ്ങൾക്ക് അതുമായിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് പലരും വിജയത്തിൻ്റെ പടി ചവിട്ടി കയറുന്ന സമയത്ത് മുകളിലേക്ക് പോകാമെന്നാണ് അവർ ധരിച്ചത്. പക്ഷെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നത്. എവിടെ തുടങ്ങിയോ അവിടേക്ക് തന്നെ തിരിച്ചു വരുന്നു. എന്നൊക്കെയായിരുന്നു നമ്മുടെ മൂല്യങ്ങൾ, അതിലേക്ക് തന്നെ തിരിച്ചു വരാൻ ഇപ്പോഴും വലിയ വിജയങ്ങൾ നമ്മളെ തിരിച്ചു വിളിക്കാറുണ്ട്. അപ്പോൾ ആ ക്വാളിറ്റീസ് നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട്. അപ്പം ഇത് ഞാൻ പറയാനുള്ള കാരണം ഈ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നതിലൂടെ നമ്മൾക്കുള്ളിൽ തന്നെ സീക്ക് ചെയ്തിട്ട് നമുക്കുള്ളിൽ തന്നെ ആരാണോ കൊതിപ്പിച്ചവൻ അവരെ കണ്ടെത്താന്നുള്ള. ഓക്കെ, നമുക്കറിയാം ദൈവം തമ്പുരാനാണ്, പഠിച്ചോനാണ് കൊതിപ്പിക്കുന്നത് ആണല്ലോ. പഠിച്ചോൻ കൊതിപ്പിക്കുക എന്ന് പറയുമ്പം പഠിച്ചോൻ കൊതിപ്പിക്കുക എന്ന് പറഞ്ഞ അനുഭവം എൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് എൻ്റെ ഉള്ളിൽ ആ കൊതി, ആ ആഗ്രഹം സ്വീകരിച്ച ഒരാളാണ് എൻ്റെ ബോധത്തിലേക്ക് ഇട്ടുതന്നെ. ഇതായാലോ
അങ്ങനെ എനിക്കത് തരണമെന്ന് അവൻ ഉദ്ദേശിക്കുന്നു. പക്ഷെ ആര് പോയിട്ട് വാങ്ങിക്കണം? നമ്മൾ പോയി വാങ്ങിക്കണ്ടേ? അവൻ ഉദ്ദേശിക്കുന്നു നിനക്കത് തരണമെന്ന്. പറയാം ഞാൻ അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടോ, പോയി വാങ്ങിച്ചോ. അപ്പം ഞാൻ എന്ത് ചെയ്യണം? അങ്ങോട്ട് പോകണം. ഓക്കെ, ആരോടാ പോവാൻ പറഞ്ഞത്? നമ്മളോട്. നമ്മളിൽ ആരോടെന്നൊരു ചോദ്യമുണ്ട്. എൻ്റെ ഇപ്പോൾ ചിന്തിക്കണ ലോകം മൊത്തം അലമ്പാണ്, ഒരു നീതിയും ഇല്ല, കിട്ടിയേക്കോ. ഇങ്ങനെ ഇരിക്കുന്ന ആൾ പോയാൽ തരുമോ? കാർഡൊക്കെ നോക്കൂലേ? നിങ്ങൾ ഏത് കാർഡായിട്ടാണ് വന്നത്? അല്ല എനിക്ക് ആഗ്രഹമുണ്ട് കിട്ടണമെന്നൊക്കെ. ഈ കാർഡല്ല, സോറി ഇത് മാച്ച് ആവണില്ല, ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് പിന്നെ വെറുതെ കൊതിപ്പിച്ചാലേ അവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റിച്ചില്ല, അനക്കാൻ വെച്ചിക്കണ് എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. അവൻ ആരിലൂടെയാണോ കൊതിപ്പിച്ചത്? അപ്പോൾ എൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്. ആ ആഗ്രഹിക്കുന്ന ആ സെൽഫിനെയാണ് നമ്മൾ തേടിപ്പോണ്ടേ. ആഗ്രഹിച്ചത് എന്ത് തേടുന്നു അതിനു മുന്നേ ആ ആഗ്രഹിച്ച സെൽഫില്ലേ, ആഗ്രഹിപ്പിച്ച സെൽഫില്ലേ, അതാണ് അവനുമായിട്ട് കണക്ഷനുള്ളത്. അപ്പം പുറത്തേക്ക് പോകുന്നതിന് മുന്നേ നിന്നിൽ ആരാണ് കൊതിക്കുന്നത്? 10 കോടിയുടെ ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം വരുന്നു. നിന്നെ കൊതിപ്പിച്ചത് ആ 10 കോടി ബിസിനസ്, അതവിടെ നിൽക്ക്. 10 കോടി ബിസിനസ് വേണമെന്ന് കൊതിപ്പിച്ച ഒരാളില്ലേ, ആ ആള് ഇപ്പോഴത്തെ ആളല്ല. ആ ആള് ഇപ്പോഴത്തെ ആളെ ഗൈഡ് ചെയ്യേണ്ട ആള്, റൈറ്റ്? ആ ആള് ഹാർട്ടാണ്, ഈ ആള് മൈൻഡാണ്. ഈ ആൾ ഇതൊക്കെ വെച്ച് ഇതിങ്ങനെ നടക്കുമെന്നൊക്കെ ചോദിക്കും. പക്ഷെ ഹാർട്ടിലാണ് ഇത് വരുന്നത്, ഹൃദയത്തിലേക്കാണ് സ്വപ്നങ്ങൾ വരുന്നത്, ഹൃദയത്തിനാണ് നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റുക, റൈറ്റ്? അപ്പോൾ അത്തരത്തിലൊരു സീക്കിക്ക് നമുക്കുള്ളിൽ നടക്കണം. ആ വേർഷനെ നമ്മൾ കാണാതെ നമ്മൾ ചിലപ്പോൾ എത്ര വർക്ക് ചെയ്താലും റിസൾട്ട് കിട്ടില്ല. ഒരുപാട് പേര് ഭയങ്കര കഷ്ടതയോടുകൂടി പറയാറുണ്ടെന്ത്, ഞാൻ അതിന് വേണ്ടി ഒരുപാട് നോക്കി, എനിക്കത് കിട്ടിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ നോക്കി എന്ന് പറയുമ്പോഴും നിങ്ങളിൽ തന്നെ ഒരുപാട് വേർഷൻസ് ഉണ്ട്. നോക്കിയേ, ചൈൽഡ്ഹുഡിൽ റിഫ്ലക്ട് ചെയ്തപ്പോൾ നിങ്ങൾ വേറെ ആളാണ്. ചിലപ്പോൾ ചിലർക്ക് ആ ചൈൽഡ്ഹുഡിലെ റിഫ്ലക്ഷനിൽ പോയപ്പോൾ ആളെ ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരിക്കും. ഒരു മെജോറിറ്റി ആൾക്കാരെ ഓഡിറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് കുട്ടിക്കാലത്തേക്ക് പോകാനാണ്. ഇനിയിപ്പോൾ അതൊരു ഹീലിംഗ് ബേസിസ് പറഞ്ഞ ഗൈഡ് അങ്ങോട്ട് പോകണ്ടെന്നൊക്കെ പറയും. അല്ലാണ്ട് നോക്കി കഴിഞ്ഞാൽ സ്റ്റിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ഭയങ്കര ക്ലാരിറ്റി ഉള്ള, അല്ലെങ്കിൽ ഒരു എന്തൂസിയാസം ഉള്ള, ഒരു കൗതുകമുള്ള ഒരു ലോകം. അപ്പോൾ ആ രീതിയിൽ അവിടെ പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ചിലപ്പോൾ ജീവിതാനുഭവങ്ങൾ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടും ബുള്ളിങ്ങും ഒക്കെ ഉണ്ടായിരിക്കും. അത് വേണ്ട, എങ്കിൽ കൂടി സ്റ്റിൽ നമ്മൾ മനസ്സുകൊണ്ടൊരു കുട്ടി അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ തന്നെ ഒരുപാട് വേർഷൻസ് ഉണ്ട്. അതിൽ ഏത് വേർഷനാണ് ഇത് ആഗ്രഹിച്ചത്, ആ വേർഷൻ ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. ആ വേർഷനെ നമ്മളെ ഗൈഡ് ചെയ്യാൻ നമ്മൾ അനുവദിക്കണം. അപ്പോഴാണ് നമ്മൾ അറിയാം, കൊതിപ്പിച്ചവൻ ആരോ അവന് തന്നെ അതിലേക്ക് അടുപ്പിക്കാനും അറിയാം. കൊതിപ്പിച്ചവൻ അവനാണ്, പക്ഷെ അവൻ നമ്മളെ കൊതിപ്പിച്ചു എന്നതുകൊണ്ട് എന്നിൽ കൊതിച്ചവനായിട്ടുള്ള ഒരാളുണ്ട്, ആ ആളെ കണ്ടെത്തണം. ഇത്തരത്തിൽ നമ്മളിലേക്ക് തന്നെ ഒന്നുകൂടി സീക്കിങ്ങിനാണ് ഈ ആക്ടിവിറ്റി ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റിഫ്ലക്ഷൻസ് ചെയ്യിപ്പിക്കുന്നതിലൂടെ നിങ്ങളിലെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു വേർഷനെ കാണാൻ, അവെയർ ആകാൻ, അത് ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ എനർജി സ്ട്രോങ് ആകും. കാരണം നിങ്ങൾ ജസ്റ്റ് ഇവിടെ വരുന്നതിനേക്കാളും കൂടുതൽ അത് റിഫ്ലക്ട് ചെയ്യുമ്പോൾ നിങ്ങളിലെ കുറച്ചുകൂടി ഡെപ്ത് ഉള്ള, കുറച്ചുകൂടി കുറച്ചുകൂടി എലിവേറ്റഡ് ആയിട്ട് നിൽക്കുന്ന നിങ്ങളിലെ സെൽഫിനെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒന്നുകൂടി നമ്മുടെ എനർജി സ്ട്രോങ് ആയി വരും. ഈ എനർജി സെറ്റിൽമെൻ്റ് ഒക്കെ നടക്കുന്നതനുസരിച്ചിട്ട് നമ്മളിൽ ഹീലിംഗ് താനേ നടക്കും. അപ്പോൾ ഇവിടെ മനസ്സുകൊണ്ട് പൂർണ്ണ സമർപ്പണത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെ മുയലുകൾ ചാവുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. ബിക്കോസ് വി ആർ പ്ലേയിങ് വിത്ത് ദാറ്റ് എനർജി. അത് നമുക്ക് കാണാൻ പറ്റില്ല. ബട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ വെച്ചിട്ട്, മൈൻഡ്, തോട്ട്സ്, ഇമോഷൻസ്, ടൈം ലൈറ്റ്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ജേർണലിങ്, മെഡിറ്റേഷൻ, ഇതൊക്കെ ടൂളുകളാണ്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അതും ഞാൻ പറഞ്ഞു, ആരാണോ ഈ പ്ലാൻ സെറ്റ് ചെയ്യണേ, പ്ലാൻ സെറ്റ് ചെയ്യുന്ന ആളുടെ ഇൻറ്റൻഷൻ അനുസരിച്ചിട്ട് അത് വർക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ഇൻറ്റൻഷൻ എന്താ? ഇത് സെറ്റ് ചെയ്ത്, ഇത് ഡിസൈൻ ചെയ്തത് ഇങ്ങനെ ആയിരിക്കണം എന്ന് സെറ്റ് ചെയ്ത ഡിസൈനർ ഇവിടെ ഞാനായിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഇൻറ്റൻഷനായിട്ട് നിങ്ങളുടെ ഇൻറ്റൻഷൻ മീറ്റ് ചെയ്താൽ അത് ഈസി ആയിട്ട് വർക്കാവും. അതിന് നമ്മൾ സറണ്ടറൻസ് എന്ന് പറയുന്നത്. അത് നമ്മളെ ഇൻറ്റൻഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് തോന്നുന്നത് ഇതെന്ത് ബട്ടർഫ്ലൈ, ഇപ്പോൾ ബട്ടർഫ്ലൈ വരയ്ക്കാനാണ് വന്നത്, ഞാനിങ്ങനെ ഞങ്ങൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിൻഷനെ വിളിച്ചിട്ട് ചോദിച്ച്, അല്ല മോളെ എന്താ എവിടെ എത്തി, കഴിഞ്ഞോ? എല്ലാവരും കളർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അതെന്താ അങ്ങനെ? ഞാൻ ഓരോട് ഇങ്ങനെ പറഞ്ഞു, മാക്സിമം കളർഫുൾ ആക്കണം, മാക്സിമം കളർഫുൾ ആക്കണം. അപ്പോൾ എല്ലാവരും കളർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ചിലർക്ക് ഇതെന്ത് ബട്ടർഫ്ലൈ, ഇതിലിപ്പോൾ എന്താ ഉള്ളത് എന്ന് ചിന്തിക്കുമ്പോൾ എന്ത് പറ്റി? ബട്ടർഫ്ലൈ കോക്രോച്ച് ആയോ? കോക്രോച്ചിൻ്റെ കാലാണ്, വളർന്നു, കുഴപ്പമില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ അതിൽ നമ്മളെ ലോജിക്കൽ മൈൻഡ് കൊണ്ട് ഇതെന്താ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് കാട്ടാനാന്നുള്ള ചിന്തയിലാണ്, അല്ലേ? അപ്പോൾ ഞാൻ എന്ത് കാട്ടാനെന്നുള്ള ചിന്ത മാറ്റിയിട്ട് ഇതിനൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസിൽ നിങ്ങൾ ജസ്റ്റ് എൻജോയ് ദ ഷോ. അതിലൂടെ പോകുമ്പോൾ ആ ഇൻറ്റൻഷൻ സറണ്ടൻസിലൂടെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഉദ്ദേശിച്ച എനർജി അലൈൻമെൻറ്റ് നടന്നാൽ മുയലുകൾ ഇങ്ങനെ ചത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ആഴ്ചകൾക്ക് മാറുന്നതോറും ഓരോരുത്തർക്ക് മാജിക്കൽ സ്റ്റോറീസ് പറയാനുണ്ടാക്കി. ബിക്കോസ് എനർജി അലൈൻമെൻറ്റ് ഹാപ്പൻ. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മളൊന്നും ചെയ്യാതെ തന്നെ, നമ്മൾ പലതും ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് നമ്മളിൽ നിന്ന് വിട്ടുമാറാത്ത
എന്നാൽ നമ്മളൊന്നും ചെയ്യാതെ തന്നെ നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ തയ്യാറായിരിക്കുന്ന കുറേ പ്രശ്നങ്ങൾ നമ്മളോട് കൂടെ ഉണ്ട്. നമ്മൾ സമ്മതിക്കുന്നില്ല അവരോട് പോകാൻ. നമ്മളൊന്നും ചെയ്യാതെ തന്നെ വിട്ടുപോകാൻ തയ്യാറായിരിക്കുന്ന കുറേ പ്രശ്നങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അത് പോണില്ല. മനസ്സിലായോ? കാരണം നമ്മൾ പല കാര്യങ്ങൾ അത് മാറാൻ വേണ്ടി ചെയ്യുമ്പോഴും അലൈൻമെൻറ്റ് കറക്റ്റ് അല്ലാതെ ചെയ്യുമ്പോൾ അത് വീണ്ടും വീണ്ടും കോംപ്ലിക്കേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അലൈൻമെൻറ്റ് കംസ് ഫസ്റ്റ്. അലൈൻഡ് ആക്കുന്ന സമയത്ത് യു ആർ ഇൻ ഹാർമണി വിത്ത് യുവർ ഓൺ യൂണിവേഴ്സ്, വിത്തിൻ യുവർ സെൽഫ്. നമ്മളിൽ തന്നെ ഹാർമണിയിലാണ്. അപ്പോൾ ഒരാൾ അവനവൻ്റെ അകത്ത് ഹാർമണിയിലാകുമ്പോൾ അവൻ ഈ പ്രപഞ്ചവുമായിട്ട് ഹാർമണിയിൽ എന്ന് പറഞ്ഞത്, ആ ഹാർമണിയിൽ എത്തുമ്പം നാച്ചുറലി എക്സിറ്റ് ചെയ്യേണ്ട എനർജി എക്സിറ്റ് ചെയ്യും, നാച്ചുറലി നിങ്ങളിലേക്ക് എൻ്റർ ചെയ്യേണ്ട എനർജി എൻ്റർ ചെയ്യും, നാച്ചുറലി നിങ്ങളുടെ പെർഫോമൻസിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും. എത്ര ഈസി ആയിട്ടുള്ള കാര്യം. അങ്ങനെ നാച്ചുറലി കിട്ടേണ്ട ബെനിഫിറ്റിനെ നമ്മൾ ആർട്ടിഫിഷ്യലി കഷ്ടപ്പെട്ട് പ്രയത്നിച്ചിട്ടുണ്ടാക്കുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവും, ഞാൻ പ്രയത്നിച്ചുണ്ടാക്കിയെന്ന്. പക്ഷെ നമ്മൾ പ്രയത്നിക്കാതെ നമുക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്? നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഗവൺമെൻറ്റോട് ഓഫർ വെച്ചിരിക്കുന്നതാ ഈ സാധനങ്ങൾക്ക് ഓണം പ്രമാണിച്ച് ഫ്രീ ആണ്, അതൊന്നും എനിക്ക് വേണ്ട, ഞാൻ പ്രയത്നിക്കട്ടെ, ഞാൻ പാടത്ത് പോയിട്ട് ഞാൻ വിളവിറക്കിയിട്ട് ഞാൻ തന്നെ കൊയ്തെടുത്തിട്ട് ഞാൻ തന്നെ ഭക്ഷിക്കട്ടെ, സംഭവമൊക്കെ ഓക്കെയാണ്. എന്നാൽ ഫ്രീ ആയിട്ട് കുറച്ച് ഓപ്ഷൻ ഉണ്ട്, അതും നമുക്ക് ആവാലോ, സമയം ലാഭിക്കാലോ. അത് പലപ്പോഴും മനുഷ്യന്മാർ മിസ്സാക്കുന്നുള്ള ഇതുകൊണ്ട്. അപ്പോൾ ഗൈഡഡ് ടോക്കിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഈ അലൈൻമെൻറ്റിലൂടെ കുറേ കാര്യം നാച്ചുറലി സെറ്റാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മൾ നോക്കിയാൽ പോരെ. ഒരുപാട് ആളുകൾ എവിടെയാണോ അടിക്കേണ്ടത് അവിടെ അടിക്കാതെ ആവശ്യമില്ലാത്തടത്തൊക്കെ പോയിട്ട് ഇങ്ങനെ തൂത്തുവാരിക്കൊണ്ടിരിക്കുക. നമ്മൾ കൊട്ടേണ്ട ഒരിടമുണ്ട്, തട്ടേണ്ട ഒരിടമുണ്ട്. അതിലേക്ക് തട്ടണമെങ്കിൽ നമ്മൾ തട്ടിയിട്ട് വെറുതെ എനർജി കളയേണ്ടാത്ത കുറച്ച് ഏരിയകളുണ്ട്. ആ ഏരിയകൾ മനസ്സിലാക്കിയിട്ട് അതിനെ ഫ്രീ ആയിട്ട് നമ്മൾ ക്ലിയർ ചെയ്യണം. ഈ ഫ്രീ ക്ലിയറൻസ് പ്രകൃതിയുടെ നിയമമാണ്. പ്രകൃതി സ്വമേധയാ തന്നെ ഓട്ടോ ഇമ്മ്യൂണിറ്റിയിലൂടെ ഈ പ്രകൃതി സെൽഫായിട്ട് തന്നെ പ്രകൃതിയെ ഹീൽ ചെയ്യുന്നുണ്ട്. പ്രകൃതിക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട്. എല്ലാം അതിൻ്റെതായ രീതിയിൽ ഹീൽ ചെയ്യുന്നുണ്ട്. മരങ്ങൾക്കറിയാം, ചെടികൾക്കും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള കേപ്പബിലിറ്റി. ഈവൻ മറ്റുള്ള ജീവജാലങ്ങൾക്ക് പോലും ഒരു പരിധി വരെ അവരെ സെൽഫായിട്ട് ഹീൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളിലും ഒരുപാട് വിഷയങ്ങൾ സെൽഫായിട്ട് ഹീൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി യൂസ് ചെയ്യാനുണ്ട്. പക്ഷെ അവിടെ നമ്മൾ പോയി കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേറെ കുറേ സ്ഥലങ്ങളിൽ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണല്ലോ? സോ ഇതൊക്കെയാണ് ഈ ഗൈഡഡ് ആക്ടിവിറ്റിയുടെ ഉദ്ദേശം എന്നുള്ളത്. അപ്പം എനിക്ക് വരയ്ക്കാനറിയോ, എനിക്ക് വരയ്ക്കാനറിയില്ല, ഞാൻ ബട്ടർഫ്ലൈ വരച്ചാൽ കോക്രോച്ച് ആയി പോവോ, ഇതാരെയും കണ്ടാൽ പ്രശ്നമാണോ, ഇത് ബട്ടർഫ്ലൈ ആവുന്നോ കോക്രോച്ച് ആവുന്നില്ല, അതൊക്കെ ഒരു ഭംഗിയാണല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞു ഓർമ്മയില്ലേ, സ്ട്രക്ചർ നോക്കിയിട്ട് മിക്സർ കളയരുതെന്ന്. അപ്പം അതേപോലെ നിങ്ങളിങ്ങനെ സ്ട്രക്ചറൊക്കെ കറക്റ്റായോ നോക്കലല്ല, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ വരയ്ക്കുക. ഇതിൻ്റെ ഉദ്ദേശം ഒരു റിഫ്ലക്ഷനാണ്. അത് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ഡയറക്റ്റ് ഇങ്ങനെ പറയാം, ഇന്ന് നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഒരു 5 നല്ല ഗുണങ്ങൾ എഴുതൂ, നമ്പർ 1, നമ്പർ 2. അതൊരു രസമില്ല. ആ സമയത്ത് നിങ്ങളിൽ കളറൊക്കെ എടുത്ത് പെന്നൊക്കെ എടുത്ത് ഇങ്ങനെ വരയ്ക്കാനൊക്കെ തുടങ്ങുമ്പം അതിൽ നിങ്ങളിലെ ചൈൽഡ് അവയർനെസ് വരും, ഒരു ക്രിയേറ്റീവ് അവയർനെസ് വരും. അപ്പോൾ അത് കളർഫുൾ ആക്കും. അത്രേ അതിൻ്റെ ഉദ്ദേശമുള്ളൂ എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ഹൗ ദ ഗൈഡഡ് ആക്ടിവിറ്റി വർക്ക്സ്. ഇത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഈ സാധനം, എൻ്റെ ഈ സംസാരം, ഈ ഗൈഡഡ് ടോക്ക് എന്ന് പറഞ്ഞ ഈ സംഭവം. ഇതിൽ പ്രത്യേകിച്ച് ഞാൻ എന്ത് പറയുന്നു, നിങ്ങൾ എന്ത് കേൾക്കുന്നു എന്നതിനപ്പുറത്തേക്കും നിങ്ങൾ കുറച്ച് സമയത്തേക്ക്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, മെറ്റാ കോഗ്നിറ്റീവ് ലെവലിൽ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ നിങ്ങൾക്ക് കത്തിയാലും ഇല്ലെങ്കിലും ആ ഒരു അവയർനെസ്സോട് കൂടി ഇവിടെ ഇരിക്കുന്ന സമയത്ത് ആ ഇരുത്തത്തിൽ ഈ ചെയ്ത് വെച്ച കണക്ഷനൊക്കെ ഒന്നുകൂടി ബ്യൂട്ടിഫുള്ളി നെറ്റ്വർക്ക് ചെയ്യാൻ, റിവയർ ചെയ്യാൻ ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത് മൈ കോൺവെർസേഷൻ. അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ തോട്ടിട്ട് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും, നിങ്ങളിലേക്ക് തന്നെ അടുപ്പിച്ചുകൊണ്ടിരിക്കും. കുറേ ഏരിയകളിൽ ലൈവായിട്ട് ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത് പോകുമ്പോൾ ആ ഇൻറ്റേർണൽ റിവയറിങ് ഓൺ ദ സ്പോട്ടിൽ നടന്നാൽ ദാറ്റ് ഈസ് വെരി മച്ച് ബ്യൂട്ടിഫുൾ. ബിക്കോസ് മെഡിറ്റേഷൻസും റിഫ്ലക്ഷൻസും കഴിഞ്ഞ കുറച്ച് സമയം വളരെ പ്രിസൈസ് ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ ആ സമയം നിങ്ങൾ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളൊരു ആൽഫ ആൻഡ് പ്ലാറ്റിനം സ്റ്റേറ്റിലാണ്. ഈ സ്റ്റേറ്റിൽ നിങ്ങൾ പോയിട്ട് വേറെ എന്തെങ്കിലും ആവശ്യമില്ലാത്ത സംസാരങ്ങളിലേക്കോ വേറെ എന്തെങ്കിലും ചർച്ചകളിലേക്കോ പോകുമ്പോൾ ആ വയർ ചെയ്ത് വെച്ച് മൊത്തത്തിൽ പൊട്ടിപ്പോവാം. അപ്പോൾ അതിനെ കറക്റ്റ് സ്ട്രോങ് ആയിട്ട് അതിനെ പേസ്റ്റ് ചെയ്തിട്ട് സ്ട്രോങ് നെറ്റ്വർക്ക് ആക്കി മാറ്റുന്നതിൽ നമ്മളിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പം സാധ്യമാകുന്നില്ല. ഇതാണ് ഇതിൻ്റെ പർപ്പസ് എന്ന് അറിയാത്ത ഒരാൾ ഗൈഡഡ് ടോക്കിൽ വന്നിരിക്കുമ്പോൾ അവർ ഗൈഡഡ് ടോക്കിനെ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എന്ന് പറഞ്ഞ ടോപ്പിക് അടിപൊളിയായിരുന്നു കേട്ടോ, അതെനിക്ക് വേണ്ട ടോപ്പിക്കായിരുന്നു കേട്ടോ. ടോപ്പിക് എല്ലാവർക്കും വേണ്ടതായിരിക്കാം. ടോപ്പിക്കിനേക്കാളും മീതെ ഞാനെപ്പോഴും പറയാണ്ട് ടോപ്പിക്കുകൾ നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആണ്, ഈ ആക്ടിവിറ്റീസ് ഒക്കെ എല്ലായിടത്തും അവൈലബിൾ ആണ്. പക്ഷേ ദിസ് കണക്ടിവിറ്റി മാറ്റേഴ്സ്. അവിടെ ഞാൻ പറഞ്ഞത് എനർജി വർക്കാണിത്. ആ എനർജി വർക്ക് കറക്റ്റ് ആകുമ്പോഴാണ് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഒന്നും ചെയ്യാതെ തന്നെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്ത് കിട്ടണം. കഴിഞ്ഞ ആഴ്ചയും കുറേ പേര് ബ്രേക്ക് ത്രൂസ്, ഫീഡ്ബാക്സ്, റിവ്യൂസ് ഒക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റുള്ളവരുടെ ചിലവിൽ നമ്മൾ ഗോളടിച്ചു. വേറൊരാളുടെ പ്രശ്നം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് എനിക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റി, എന്നിലൂടെ അത് ഹീലായി, എനിക്കത് ഹീലായി കിട്ടി. അവിടെ നമുക്ക് ഒന്നും ചെയ്യേണ്ടി പറ്റുന്നില്ല, ജസ്റ്റ് ഇരുന്ന് കൊടുക്കുക, നമ്മൾ അവയർനെസ്സിനെ തുറന്നു വെക്കുക, വേറെയുള്ളവരെ ഹീൽ. ഇപ്പം മ്യൂച്വൽ ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതെങ്ങനെ നടക്കുക? ഒരേ എനർജിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഡിസ്റ്റൻറ്റിൽ പോലും ഒരേ എനർജിയിൽ ഇരിക്കണം.
ഇപ്പോൾ ഒരു ഉമ്മയും മകനും തമ്മിൽ ഒരേ എനർജിയിലാണെങ്കിൽ മകൻ എത്ര ദൂരത്താണെങ്കിലും മകൻ എന്ത് ചെയ്യാൻ പറ്റുമ്പോഴേക്കും ഉമ്മക്ക് ഒരു ഫീലിംഗ് വരാൻ തുടങ്ങും. അത് ഒരേ എനർജിയിലാണ്. അതിനാണ് നമ്മൾ അലൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പം എത്രത്തോളം മനസ്സുകൾ അലൈൻഡ് ആയിട്ടിരിക്കുന്നു നോക്കി. ഗൈഡഡ് ടോക്കിൽ ഇരിക്കുന്ന നമ്മളെല്ലാവരും അലൈൻഡ് ആണെങ്കിൽ ഇവിടെ ഒരാളുടെ മൈൻഡിൽ നടക്കുന്ന വർക്ക് മറ്റൊരാൾക്ക് ബെനിഫിഷ്യൽ ആയിട്ട് മാറും. ഇനി ഒരാളുടെ റിലേഷൻഷിപ്പ് ഏരിയയിലാണ് ക്ലിയറൻസ് വരുന്നതെങ്കിൽ അപ്പുറത്തുള്ള ആൾക്ക് ബിസിനസ് ആണ് മാറ്ററെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോ, ഏരിയാസ് മാറിയിരിക്കാം, പക്ഷെ സ്റ്റിൽ യു വിൽ ഗെറ്റ് ദ ബെനിഫിറ്റ്. ഈ ഒരു അന്തം കിട്ടാന്ന് പറഞ്ഞാലാണ് അന്തർജ്ഞാനത്തിലേക്കുള്ള കണക്ഷൻ കിട്ടുക. ഈ അന്തം കിട്ടലാണ് അന്തർജ്ഞാനത്തിലേക്കുള്ള കണക്ഷൻ. ഈ അന്തർജ്ഞാനത്തിന് ഇൻട്യൂഷൻ എന്ന് പറയാം. ഉള്ളുന്നൊരു ട്യൂഷൻ ക്ലാസ് ഉണ്ട് നമുക്ക്. ഇത് കിട്ടുന്നവർക്ക് നമ്മൾ അന്തമുള്ളവരെന്ന് അറിയാം. എല്ലാത്തവരും പറയാ നമ്മളെ പറ്റി പറയും ഒരു അന്തല്ലേ എന്തൊക്കെയോ. അതിപ്പോൾ കേട്ടിട്ട് എനിക്കെന്താ, ഓരോ വീട്ടിൽ എന്തോ കഥ പറയണ്. അപ്പം എനിക്കെന്താ കാര്യം? ഞാൻ പറയും അന്തമില്ല, അന്തർജ്ഞാനമില്ല, അങ്ങനെ ഒന്നും വെറുതെ ആകുന്നില്ല. നിങ്ങളുടെ കാതുകളിലേക്ക് ചില കാര്യങ്ങൾ കേൾക്കേണ്ട സമയം ചില നിശ്ചിത സമയങ്ങളിൽ മുകളിലുള്ളവൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വേണ്ടാന്ന് കരുതുന്നതിലേക്ക് നിങ്ങളുടെ ഹൃദയം കൊണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. തല കൊണ്ട് കേൾക്കുമ്പോൾ ക്യാ ഹേ ഭായ് ഇതെന്ത്, എന്നാൽ ഹൃദയം കൊണ്ട് കേൾക്കുമ്പോൾ ദർ ഇസ് സംതിങ്. ആ പോയിന്റ് മുതലാണ് കേൾക്കേണ്ടത് നമ്മൾ കേട്ട് തുടങ്ങുന്നത്. അപ്പോൾ അത് നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങും. അപ്പോൾ ആ അന്തർജ്ഞാനത്തിൽ ഇരുന്നിട്ട് നമ്മൾ ഫംഗ്ഷൻ ചെയ്യുമ്പം, ആ ഇൻറ്റ്യൂഷനിൽ ഇരുന്ന് ഫംഗ്ഷൻ ചെയ്യുമ്പം നിങ്ങൾ ഇതുവരെ ഓപ്പൺ ചെയ്യാത്ത, നിങ്ങൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത നിങ്ങളിലെ തന്നെ ചില ലെയേഴ്സ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കിട്ടും. അപ്പോൾ യു വിൽ ലൈക്ക് ഓ മൈ ഗോഡ്, സ്പാർക്ക് വരും, ഫ്ലാഷ് തോട്ട് വരും, ഇത് ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. ഇപ്പം നേരത്തെ പറഞ്ഞത് കേട്ടു ഈ ആക്ടിവിറ്റി ചെയ്തായിരിക്കുമ്പോൾ ഞാൻ എന്താ എഴുതാനാ, പക്ഷെ നമ്മുടെ തോട്ട് അതിലേക്ക് കണക്ട് ആയപ്പോഴേക്ക് വേറെ കുറേ ആൾക്കാർ ഡീപ്പായിട്ട് വർക്ക് ചെയ്തപ്പോഴേക്ക് അവരുമായിട്ട് എനർജറ്റിക്കലി മെഡിറ്റേഷൻ കഴിഞ്ഞ് നമ്മൾ അലൈൻഡ് ആയതുകൊണ്ട് നമ്മൾ നാച്ചുറലി ഒരു ഫ്ലോയിൽ ഇങ്ങനെ എഴുതി പോവാണ്. എപ്പോഴും ജേർണലിങ്ങിൻ്റെ ഒക്കെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ടു ബി സബ് കോൺഷ്യസ്. അതൊരു സബ് കോൺഷ്യസ് പ്രോസസ് ആയിരിക്കണം. സബ് കോൺഷ്യസ് തന്നെ നമ്മളല്ലാതെ നമ്മളുള്ളിൽ നിന്ന് ഒരാൾ ഗൈഡ് ചെയ്യണം. അപ്പം നമ്മൾ എഴുതായിരിക്കുമ്പോൾ എന്ത് എഴുതാനാന്ന് ചിന്തിക്കും, പക്ഷെ എഴുതി തുടങ്ങുമ്പോഴേക്ക് ആദ്യം നമ്മൾ എഫേർട്ട് ഇട്ട് തുടങ്ങും, പക്ഷെ പതിയെ നമ്മുടെ ഇൻറ്റ്യൂഷനിൽ നിന്നും ആ റൈറ്റപ്പ് വന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മൾ അറിയാണ്ട് ഇങ്ങനെ എഴുതിപ്പോൾ അപ്പോൾ വി വിൽ ഗെറ്റ് വണ്ടർ ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നോ. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ 6th സെൻസിൽ നമ്മുടെ ഈ 5 ബോധം കൊണ്ട് പ്രൊസസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവെയർനെസ് നമ്മുടെ ഉള്ളിലുണ്ട്. അതിൻ്റെ അകത്തു നിന്നാണ് നമുക്ക് ഹീലിങ്സും കൊടുക്കേണ്ടത്, അതിൻ്റെ അകത്തു നിന്ന് നമുക്ക് ഗൈഡൻസ് എടുക്കേണ്ടത്. സോ ദാറ്റ്സ് ദ 4th സ്റ്റെപ്പ് GTയുടെ ആ പാർട്ട്. പിന്നെ Q&A എല്ലാവർക്കും അറിയാം. Q&Aയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ആൾക്കാരെ ഇഷ്യൂസ് കേൾക്കുന്നു, അതിനെന്തെങ്കിലുമൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ നമ്മളിത് പ്രോസസ് ചെയ്ത് പോകുന്നു. ഈ പ്രോസസ്സിങ് പീരീഡിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഹൈലി മെറ്റാകോഗ്നിറ്റീവ് ലെവലിൽ ചിന്തയെ എങ്ങനെ നമ്മൾ മാക്സിമം കൊണ്ടിട്ട് പ്രോസസ്സ് ചെയ്യിപ്പിക്കുകയാണ് വിത്ത് ഗൈഡൻസ്. എല്ലാവരുടെയും ഗൈഡഡ് അവെയർനെസ്സോട് കൂടിയിട്ട്. ഒറ്റയ്ക്ക് ചിലപ്പോൾ നമ്മൾ പോയാൽ നമ്മൾ പൊട്ടിപ്പോകാവുന്ന, നമ്മൾ ചിലപ്പോൾ ബേസ്റ്റ് ഔട്ട് ചെയ്ത് പോകാവുന്ന, നമുക്ക് ചിലപ്പോൾ നിയന്ത്രണം വിട്ടു പോകാവുന്ന, നമുക്ക് ലോസ്റ്റ് ആയി തോന്നാവുന്ന ആ മൊമെൻറ്റിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ഗൈഡൻസോട് കൂടി കൂട്ടമായിട്ടിരുന്ന് പ്രോസസ് ചെയ്യുമ്പം നമ്മളിൽ ഹയർ സെൽഫ് അവിടെ ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്കുള്ളിലൊരു കോച്ച് ഉണ്ട്, ആളുടെ പ്രസൻസിൽ മാത്രമേ ഹീലിംഗ് ചെയ്യാവൂ. ആ ഇന്നർ കോച്ച് ഇല്ലാത്ത സമയത്ത് നമ്മൾ നമ്മുടെ പ്രശ്നത്തെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് പരാതികളല്ലാണ്ട് വേറൊന്നും പറയണ്ടാവില്ല. നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം നമ്മളാ തോന്നും. നമുക്ക് അതുമായി ബന്ധപ്പെട്ട എല്ലാവരോടും പരാതി പറയാനോ അവരോട് ദേഷ്യം കാണിക്കാനോ തോന്നാം. അത് മാറ്റിയിട്ട് നമുക്കുള്ളൊരു ഹയർ സെൽഫിലെ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഇന്നർ കോച്ച് ഉണ്ട്. ഇയാളുടെ സാന്നിധ്യം അവിടെ കൊണ്ടുവരണം. ആ സാന്നിധ്യത്തിൽ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്കൊരു പിടുത്തുണ്ടായിരിക്കും, നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും. അപ്പം നമ്മളൊരു സെൽഫ് ബേസ്ഡ് സർജറി ചെയ്യുന്ന പോലെ, നമ്മളിൽ നമ്മൾ തന്നെ സർജറി നടത്തുന്നത് പോലെയാണ്. ഈ ഹ്യൂമൻ എവല്യൂഷനെ പറ്റിയിട്ട് പൊതുവെ മാസ്റ്റേഴ്സ് പറയാനുള്ളത്, ഹ്യൂമൻ എവല്യൂഷണറി പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത് സ്വന്തം നമ്മൾ തന്നെയാണ് കല്ലും നമ്മൾ തന്നെയാണ് ശില്പിയും, നമ്മൾ തന്നെയാണ് ശിലയും നമ്മൾ തന്നെയാണ് ശില്പിയും, നമ്മൾ തന്നെയാണ് കല്ലും നമ്മൾ തന്നെയാണ് ശില്പിയും. അപ്പം നമ്മളെ കല്ലിനെ നമ്മൾ തന്നെ കൊത്തിണ്ടാക്കണം, വേറെ ആരും വരൂല. അപ്പം ഞാൻ നിങ്ങളോട് നിങ്ങളെ കയ്യിൽ പണിയായുധങ്ങൾ തന്നിട്ട് കൊത്തോടുന്നു അറിയാം അല്ലേ, ഇങ്ങനെ നിങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും നമ്മളാണ്. സോ അതൊരു ചലഞ്ചിങ് പാർട്ടാണ്. അപ്പോൾ അവിടെ നമുക്കൊരു ഗൈഡൻസ് കൂടി ഉണ്ടായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എവല്യൂഷണറി പ്രോസസ്സ് സെറ്റായിട്ട് എടുക്കാൻ പറ്റുക. ഈ നമ്മളിലെ ഇന്നർ കോച്ച്, നമ്മളിലെ ഹയർ സെൽഫിൻ്റെ പ്രസൻസ് ഇല്ലാതെ നമ്മൾ ഈ ആക്ടിവിറ്റിയിൽ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ലോസ്റ്റായി പോകും. ഇപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ടാണ് മെഡിറ്റേഷൻസ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഒരു മെൻറ്റർ സപ്പോർട്ട് വേണം, ഒരു ഗൈഡഡ് സപ്പോർട്ട് എപ്പോഴും വേണം എന്ന് പറയാനുള്ള കാരണം മേ ബി ചില ആസ്പെക്റ്റുകളിൽ നമ്മുടെ ആ ഇന്നർ കോച്ചിൻ്റെ പ്രസൻസ് ഇല്ലെങ്കിൽ നമ്മൾ ആകെ നേരെ തിരിഞ്ഞു പോകും. ബിക്കോസ് നമ്മൾ ആ അൺസീൻ ആയിട്ടുള്ള വേർഷൻസ് പുറത്തേക്ക് വരുമ്പോൾ ഭയങ്കര ചലഞ്ചിങ് ആവും. ഈ ചലഞ്ചിങ് ആയിട്ടുള്ള പ്രൊസീജിയറുകളെ ഞാൻ പറയുന്നത് മോട്ടിവേഷൻ അല്ല, കൗൺസിലിംഗ് അല്ല, അഡ്വൈസുകളല്ല, ഇതൊന്നുമല്ല, ട്രെയിനിങ്ങിൻ്റെ മീഡിയ നമ്മൾ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്നർ എഞ്ചിനീയറിംഗ് വർക്കാണ്. അപ്പോൾ ഉള്ളിലുള്ളതിട്ട് നമുക്ക് പുറത്തേക്ക് കളയണം, ഉള്ളിലെടുത്തിന് നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ കളയണം.
നമുക്ക് ബുദ്ധിമുട്ട് കൂടി ഉണ്ടാക്കിയായിട്ട് നമ്മൾ ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ ലൈക്ക് എനിക്കത് സഹിക്കാൻ പറ്റില്ല, ഞാൻ ഒരുപാട് സഫർ ചെയ്തു, ഞാൻ ഒറ്റക്കാണെന്നൊക്കെ തോന്നുന്നു. അങ്ങനെ ഇല്ലാണ്ട് കളയുമ്പോൾ മാത്രമാണ് നമുക്ക് എലവേറ്റ് ചെയ്യാൻ പറ്റുക. നമുക്കൊരു ലെവലിൽ നിന്നും അടുത്ത ലെവലിലേക്ക് പോകുന്നതിൽ ബ്ലോക്കായി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എന്താ, അടുത്ത ലെവലിലേക്ക് എന്നിൽ നിന്ന് ഡിമാൻഡ് ചെയ്യണ എൻ്റെ ഒരു ഡിഫറെൻറ്റ് വേർഷൻ ഉണ്ട്. ആ ആളെ നമ്മളുള്ളിൽ നിന്ന് പറയുന്നത്, ആ ആൾ നമ്മളോട് പറയാ ഈ വേർഷനിലേക്ക് എത്താൻ നിന്റെ എപ്പോഴത്തെ വേഷന് കളിയാളെ സാധനമൊക്കെ ഒന്ന് കൊത്തി ഒഴിവാക്കി. അൺലേണിങ്, റിലീസിങ്, ഹീലിംഗ്, ഇത് ഒറ്റയ്ക്ക് ചെയ്യുമ്പം പലപ്പോഴും ചലഞ്ചിങ് ആയിരിക്കും. അപ്പോൾ ആ പ്രോസസ്സ് ഒരു ജേണിയിലൂടെ നടക്കുമ്പോൾ പതിയെ പതിയെ പിച്ച വെച്ച് നടക്കുമ്പോൾ അത് വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിരിക്കും. GT കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, പതിയെ നമ്മൾ ആ എവല്യൂഷണറിയിലേക്ക് സ്ട്രെങ്ത് ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കാം, മസിൽസ് ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പം ഇന്നലെ നമ്മുടെ റൂമി നൈറ്റിൽ പൊതുവേ ഞാൻ ഈ എന്താ പറയുക ഡീപ്പ് ഹീലിംഗ് ഞാൻ പോയി പറയാണ്ട് നമ്മൾ ആ ഇമോഷണൽ ബസ്റ്റ് ഔട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു വർക്ക് ഞാൻ ചെയ്യാറേ ഇല്ല. അല്ലാണ്ട് തന്നെ നൈസായിട്ട് സൈഡിൽ കൂടെയൊക്കെ എടുത്ത് വിടല. പക്ഷെ ഇന്നലത്തെ റൂമി നൈറ്റിലായിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് ഒരുപാട് ആൾക്കാർ ബേസ്റ്റ് ഔട്ട് തന്നെ കാണും. അത് ആക്ച്വലി ഞാൻ ബോധപൂർവ്വം അനുവദിച്ചതാണ്. കാരണം അതൊരു ഡിവൈൻ ലെവലുള്ള പ്രോസസ്സാണ്. അവിടെ പിന്നെ കരയാതെ എവിടെ കാര്യം, ദൈവികമായ സ്നേഹത്തിൻ്റെ മുന്നിൽ അനുഭൂതിയിലിരിക്കുമ്പോൾ പിന്നെ കരയാതെ ബേസ്റ്റ് ഔട്ട് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അപ്പോൾ ഇന്നലെ ആ സംഭവം ചെയ്യുമ്പോൾ തന്നെ വളരെ ക്രൂരമായിട്ടുള്ള, വളരെ എന്താ പറയുക ഒരിക്കലും പോകേണ്ടാത്തൊരു വഴിയിലൂടെ ഞാൻ കൊണ്ടുപോയത്. ബിക്കോസ് ഞാൻ നിങ്ങളോട് വളരെ ധൈര്യപൂർവ്വം റൂമിനായിട്ട് വന്നവരോട് പറഞ്ഞു, നിങ്ങളുടെ എല്ലാ വേദനകളും തുറന്നോ, റൈറ്റ്, ഒക്കെ കുത്തി തുറന്നോ. ആ സ്പേസിൽ ഇറ്റ് ഈസ് പോസിബിൾ. അത് മുഴുവനും തുറന്നിട്ട് പോലും അതിൻ്റെ അപ്പുറത്തേക്ക് എത്തേണ്ടിന് ചില മൊമെൻ്റ് ഉണ്ട്. അവിടെ ഒന്നും പോകാതെ ആ പരിധിക്കുള്ളിൽ തന്നെ എല്ലാം ശാന്തമായിട്ട് അത് നടന്നു. അത് നടക്കാനുള്ള കാരണം എന്താ, അത് നടക്കാനുള്ള കാരണം നിങ്ങളുടെ ഗൈഡഡ് അവെയർനെസ്സിലാണ്. അല്ലെങ്കിൽ ചിലപ്പം ജീവിതത്തിൽ ഒരിക്കലും ഓർക്കരുത്, അതിലേക്ക് ഇനി പോയില്ല, ഞാനത് ആലോചിക്കുകയില്ല, അത് പറയുമ്പോഴേക്ക് ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർ ധൈര്യപൂർവ്വം അവരെ ഇന്നർ ക്വസ്റ്റിന് കേട്ടിട്ട് എൻ്റെ ഏത് പ്രശ്നവും ഞാൻ ആലോചിക്കാൻ തയ്യാറാണ്, അതിലേത് അനുഭവത്തിലേക്ക് ഞാൻ തിരിച്ചു നടക്കാൻ തയ്യാറാണ്. ആ ധൈര്യം നമുക്ക് എവിടെ നിന്ന് കിട്ടി ഇന്നലെ വന്നവരൊന്ന് ആലോചിച്ച് നോക്കിയാൽ യു വിൽ ഗെറ്റ് വണ്ടേർഡ്. ബിക്കോസ് നമ്മൾ പലപ്പോഴും അതിലേക്ക് ആലോചിക്കുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്ന് പോകണം. പക്ഷെ ഒരു ധൈര്യമാണ് ഇപ്പുറത്ത്. ബിക്കോസ് എൻ്റെ കയ്യിൽ ലവ് എന്ന സീക്രട്ട് ഉണ്ട്, ആ മെഡിസിൻ ഉണ്ട്. ആ മെഡിസിൻ ഉണ്ടെന്നുള്ള സ്ട്രെങ്ത്തിൽ, ധൈര്യത്തിൽ നമ്മൾ ധൈര്യം കാണിക്കുകയാണ്. എപ്പോഴാണ് നമ്മുടെ എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതും നമുക്ക് ഹീലിംഗ് നടക്കുന്നതും നമ്മളെ പ്രശ്നങ്ങളെ നമ്മൾ നേരിടാനൊരു റെഡിനെസ് കാണിക്കണം. മുന്നോട്ടുള്ള ചലഞ്ച് ഫേസ് ചെയ്യാനുള്ളതല്ല, മുന്നോട്ടുള്ള ചലഞ്ച് ഫേസ് ചെയ്യാനുള്ള റെഡിനെസ് ഒക്കെ നമുക്ക് മോട്ടിവേഷൻ നിന്ന് കിട്ടും. പക്ഷെ മുന്നോട്ടുള്ള ചലഞ്ചുകൾ ഫേസ് ചെയ്യുന്നതൊന്നും പിറകോട്ട് വലിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. എല്ലാവരും പറയും എന്തു ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയാകട്ടെ, പക്ഷെ എനിക്ക് പറ്റില്ല. ഓക്കെ, എന്തും വന്നോട്ടെ, ഐ എം ഓക്കെ ടു ടേക്ക് ദ റിസ്ക് എവറിത്തിങ്, പക്ഷെ സംതിങ് ഈസ് ഹോൾഡിങ് മീ ബാക്ക്. അത് പിറകോട്ട് വലിക്കുന്ന സാധനങ്ങളാണ്. മുന്നോട്ട് നേരിടാൻ മോട്ടിവേഷൻ മതി, പക്ഷെ പിറകോട്ട് വലിക്കുന്ന സാധനങ്ങളിൽ നമ്മൾ അകത്തോട്ട് പോകണം, ഉള്ളോട്ട് പോകണം. ആ ടൈം ലൈനിലേക്ക് പോയിട്ട് അവിടെ അതിനേക്കാളും ഉയർന്ന മരുന്ന് കൊണ്ട് സമീപിക്കുമ്പോഴാണ് നമുക്കതിനെ ഇവോൾവ് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റുക. നോക്കിയേ, ഇത്ര 282 ആഴ്ച ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇത്രയും ഈസി ആയിട്ട് ആളുകൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ തന്നെ അവരെ സെൽഫ് ഹീൽ ചെയ്തിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള സാധനം ഇവിടെ ഇങ്ങനെ വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആളുകൾ ഇതിനെ കാണുന്നിടത്താണ് പ്രശ്നം. ആളുകൾ കാണൽ ക്ലാസ്സാണ്, സൺഡേ ക്ലാസ് ആണ്, സൺഡേ സ്കൂൾ പോലെയാണല്ലോ എന്ന് കാണുന്നിടത്താണ് പ്രശ്നം. ആക്ച്വലി ദിസ് ഈസ് എ ഡീപ്പ് സൈക്കിക് സർജറി വർക്ക്. അത് ഡീപ്പ് സൈക്കിക് സർജറി വർക്കാണ്. അപ്പോൾ അത് പതിയെ ബിൽഡ് ചെയ്തെടുക്കേണ്ടത്, തിരക്ക് കൂട്ടാനേ പാടില്ല. ഞാൻ എല്ലാവരോടും പറയാണ്ട് എവല്യൂഷണറി ജേണിയിൽ തിടുക്കമില്ല, കമ്പോസ്റ്റ്, അതിലൂടെയാണ് അത് സംഭവിക്കുക. അപ്പോൾ നമ്മൾ സമയത്തിന് അനുവാദം കൊടുക്കുകയാണ്, നീ സമയം എടുത്തോന്ന്. എങ്ങനെ സമയത്തിന് നമ്മൾ അനുവാദം കൊടുക്കുകയാണ്, സമയമേ നീ സമയം എടുത്തോന്ന്. അപ്പോൾ സമയത്തിന് നമ്മൾ ഫ്രീ ആക്കി. സമയത്തിന് നമ്മൾ ഫ്രീ ആക്കുമ്പോഴാണ് നമുക്ക് ഫ്രീ ടൈം ഉണ്ടാവുക. സമയത്തെ നമ്മൾ ഫ്രീ ആക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക, ഫ്രീ ടൈം ഉണ്ടാവുക. നമ്മൾ സമയത്തിനൊരു സമയം കൊടുക്കില്ല, സമയമില്ല, സമയം നമ്മളെ കൂടെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ സമയത്തെ എത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സമയമില്ലാത്ത അവസ്ഥയിലായി മാറുന്നില്ല. ആ സമയത്ത് ഈ ഒരു സ്റ്റേറ്റിലൂടെ എവല്യൂഷൻ പ്രോസസ്സ് തന്നെ നമ്മൾ ആദ്യം കാമാവും, കമ്പോസ്ഡ് ആവും, നമുക്ക് സ്ലോ ആയി എന്നൊക്കെ തോന്നും, സ്ലോ ആൻഡ് സ്റ്റഡി ഒക്കെ ആവും. പക്ഷെ സമയത്തിന് അതിൻ്റെതായിട്ടുള്ള ഫ്രീഡം കൊടുക്കുമ്പം നമ്മളെക്കാൾ മുന്നേ സമയത്തിന് സഞ്ചരിച്ചിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റും. അങ്ങനെ ടൈമിന് സഞ്ചരിക്കാൻ പറ്റും. ബിക്കോസ് ടൈം ഹാസ് കോൺഷ്യസ്നെസ്. അതുകൊണ്ടാണ് ദൈവം തമ്പുരാൻ പോലും കാലം തന്നെയാണ് സത്യം, കാലം തന്നെയാണ് സത്യം. കാരണം കാലത്തിലും സത്യമുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ടൈം ഈസ് എൻ എക്സ്പീരിയൻസ്, ടൈം ഈസ് എ ഫീലിംഗ്. ടൈം ലൈൻ എന്ന് പറയുന്നത് നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെയാകണം. അപ്പോൾ എവല്യൂഷണറി ജേണിക്ക് സമയം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. തിടുക്കുണ്ടാവാൻ പാടില്ല. എത്രയായി ചിലർക്ക് ഇത് എത്ര കാലമായി, നിങ്ങൾ എത്ര കാലമായിട്ടും ചോദിക്കും തോറും സമയത്തെ ഫ്രീ ആക്കി വിടുന്നില്ല. യു ആർ ക്വസ്റ്റ്യനിങ് ദ ടൈമിങ്. അത് ക്വസ്റ്റ്യൻ ചെയ്യുന്തോറും നിങ്ങളുടെ ടൈമിങ് ഡിലേ ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ആ സമയത്തെ ചോദ്യം ചെയ്യുന്നത് നിർത്തിയൊക്കെ എപ്പോഴാണോ അപ്പോൾ എന്ന് പറഞ്ഞ് വിടുന്ന സമയത്ത് കാണാൻ വേഗം നടക്കുന്നത്.
ഇനി അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, എനിക്കത് വേണ്ടാന്ന് പറയുമ്പോൾ ഫ്രീ ആക്കുമ്പോൾ നമ്മൾ സമയത്തെ കൂടി ഫ്രീ ആക്കാം. പൊതുവേ നമ്മൾ പറയും ഒരു സാധനത്തിന് നമ്മളൊരു ടൈം ഫ്രെയിം ഒക്കെ വെക്കണം, ടൈം ലിമിറ്റ് വെക്കണം, ഇതിനുള്ളിൽ എത്തണം, ഒക്കെ പ്ലാൻ ചെയ്യണം. പക്ഷെ അതിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് ടൈം ഫ്രെയിം ഒക്കെ വെച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണം. സമയത്തിന് അതിൻ്റേതായിട്ടുള്ള ഫ്രീഡം കൂടി നമ്മൾ കൊടുക്കണം. ഇപ്പോൾ ഏതുപോലെ ഞാൻ ജസീനോട് പറയാണ്, ജസീന 9:15 ആകുമ്പോഴത്തേക്ക് ആ വെള്ളം അങ്ങോട്ട് കൊണ്ട് തരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ 9:15 എത്തിക്കണം ജസീന് 9:15 എത്തിക്കാൻ വരയ്ക്കണം. മിക്കവാറും 9:30 എത്തൂല. കാരണം അവിടെ എവിടെയും തടഞ്ഞു വീണിട്ടൊക്കെ ഉണ്ടായിരിക്കും. എന്നിട്ട് 9:30 ഞാൻ 9:15 എന്നല്ല ജസീന പറഞ്ഞു. ഗൈഡ് ആ പറഞ്ഞത് കേട്ട് എൻ്റെ തലയിൽ ആ 9:15 കയറി വരണ വയ്ക്കാൻ ആകെ തടഞ്ഞു വീണേ. അവിടെ നിന്ന് മുണ്ടാണ്ടിക്കോ, ഞാൻ എൻ്റെ പണിയൊന്നും എടുക്കട്ടെ. ഇതുപോലെയാണ് സമയത്തെ ചോദ്യം ചെയ്യുന്നവർ പടച്ചോൻ്റെ പ്രവർത്തനത്തെ കൂടിയാണ് ബുദ്ധിമുട്ടിക്കുന്നത്. കാലത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്, കാലം അവനിലൂടെയാണ്. എൻ്റെ സമയമല്ല പടച്ചോൻ്റെ ടൈമിങ്. എന്നാൽ എന്നെക്കാളും വിശാലമാണ് അവൻ്റെ സമയം. പക്ഷെ ഞാൻ എൻ്റെ സമയത്തോട് ചുരുങ്ങാൻ പറയുമ്പോൾ അവനോട് എൻ്റെ സമയത്തിലേക്ക് ചുരുങ്ങാനാണ് പറഞ്ഞത്. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത്, എത്ര കാലമായി. അപ്പോൾ അതിൽ നിന്നും മാറുക. ഇപ്പോൾ എവല്യൂഷണറി പ്രോസസ്സ് അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. അത് ഘട്ടം ഘട്ടമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രമേ കിട്ടുള്ളൂ. എൻ്റെ അടുത്ത് വരുന്നവരോട് ഞാൻ പറയാറുണ്ട്, യു നീഡ് പേഷ്യൻസ്. എനിക്ക് പെട്ടെന്ന് ക്ലിയറൻസ് പലതിലും നടക്കും, മൊയിലുകളൊക്കെ ചാവും. പക്ഷേ ഞാൻ അതല്ല നോക്കണത്. നിങ്ങൾക്ക് ലൈഫ് ടൈം സെറ്റിൽമെൻറ്റിലേക്ക് ആവശ്യമുള്ള ഒരു ടൈമിംഗ് ഉണ്ട്. ആ ടൈമിങ്ങിലേക്ക് നിങ്ങൾ അലൈൻ ചെയ്യണം. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്കിപ്പോൾ എത്ര വയസ്സായി? 25, 30, 35 അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ ആരോടല്ലോ? അങ്ങനെ വേണ്ട, കൂടണ്ട. ഞങ്ങളെ സേഫാക്കാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ 35. അല്ലെങ്കിൽ ഇനി അത് ആലോചിക്കുമ്പോഴേക്ക് 60 എന്നൊക്കെ 60 ആയില്ലേ, വീണ്ടും സമയത്തെ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ ഒരു 30-35 നമുക്ക് ഒതുക്കപ്പോൾ തൽക്കാലം. അപ്പം 35 വയസ്സ് നിങ്ങൾക്കായി. ഞാൻ ചോദിക്കാം, നിങ്ങൾ എവല്യൂഷണറി അവയർനെസ്, ഇന്റേണൽ ക്ലിയറൻസ്, ഇന്നർ എഞ്ചിനീയറിംഗ് ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എപ്പോൾ അവയർനെസ് ഇട്ട്? ഒരു 6 മാസം, ഒരു കൊല്ലം, 1.5 കൊല്ലം പണിയെടുത്താൽ മതിയോ 35 വർഷത്തെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ? ശരിക്കും മതി. പക്ഷേ നമ്മൾ 35 വർഷത്തെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ സമയം ആവശ്യമാണ്, സമയം എടുത്തോളൂ എന്ന് പറയുമ്പോഴാണ് 35 വർഷത്തെ കാര്യങ്ങൾ 3.5 കൊല്ലം കൊണ്ട് തീർക്കാൻ പറ്റുക. ആ സമയത്ത് ഓൾറെഡി എനിക്ക് 35 ഇനി എപ്പോഴാവാനാ എന്ന് പറഞ്ഞ് ഇരുന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡിലേ ചെയ്തുകൊണ്ടിരിക്കുക. ക്ലിയർ ആയോ? സോ ഗീവ് ടൈം ഇറ്റ് സെൽഫ് ടു ടേക്ക് ടൈം. സമയത്തിന് സമയമെടുക്കാൻ സമയം കൊടുക്കുക. അതൊരു പോയിന്റാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്നവരോട് ഞാൻ അപ്പം പറയും, സമയം കൊടുക്കണം. ഞാൻ എല്ലാവരോടും ഒരു ജേണിക്ക് തയ്യാറാണോ എന്നാണ് ചോദിക്കാം. അല്ലാണ്ട് ഒരു ഷോർട്ട് ടേം കോഴ്സിന് തയ്യാറാണെന്നല്ല. നിങ്ങളൊരു ഷോർട്ട് ടേം കോഴ്സ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റുകൾ ഉണ്ടാവാം. പക്ഷെ അതിൽ നിന്നും ദെർസ് എ ജേണി. ആ ജേണിയിലാണ് നമ്മൾ ഈ എവല്യൂഷണറി പ്രോസസ്സുകൾ നടക്കണമെന്നല്ല. ബിക്കോസ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഇസ് ഡിഫറെൻറ്റ്. അവിടെ കമ്പാരിസൺ പോലും പറ്റില്ല. അത് വീണ്ടും നമ്മുടെ മനസ്സിൻ്റെ രോഗമായിട്ട് വരും. ഓരവിടെ എത്തിയല്ലോ, ഇവർ ഇത്ര എത്തിയല്ലോ, ഞാൻ അവിടെ. അതിനും പോസിബിലിറ്റി ഇല്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ സമയത്തിന് സമയം കൊടുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആ കാപ്നെസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഡീപ്പ് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലൂടെയും നിങ്ങളുടെ അലൈൻമെൻറ്റ്, ഇവിടെ പറഞ്ഞ ഈ അലൈൻമെൻറ്റും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കുള്ളിൽ തന്നെ സമയത്തിൻ്റെ പിടുത്തത്തിൽ നിങ്ങൾ ഫ്രീ ആവും. ഈ കാലാതീതരാവുക എന്ന് പറഞ്ഞു കേട്ടില്ല? നിങ്ങൾ കേട്ടില്ല? എന്താ കഥ? ഇതെന്താ മുന്നേ ഈ സ്നാക്സ് എന്താ? എന്ത് സാധനം? ഞാൻ കാലാതീതം എന്നൊക്കെ അറിയോ? ഇവിടെ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇങ്ങനെയൊക്കെ ആയ കാലം ചെയ്യേണ്ടി വരും നേരത്തെ തന്നെ. അപ്പം കാലാതീതനാവുക അല്ലേ? കാലത്തിന് അതീതമാവുക എന്നാ. എന്താ പഠിച്ച കുട്ടിയാ ഇവിടെ? കാലാതീതനാവുക എന്ന് പറഞ്ഞാൽ എന്താ? കാലത്തിന് അതീതമാവുക. കാലത്തിന് അതീതമാവുക എന്ന് പറഞ്ഞാൽ വെരി ഗുഡ്. സാധാരണ പഠിപ്പിച്ചാളാ മുന്നിലിരിക്കല്. ഇതിവിടെ എന്നിട്ട് എന്നോട് പറയാണ് അങ്ങനെയൊന്നും ചോദിക്കരുത്, ഗൈഡ് എന്താ ഉദ്ദേശിച്ച അതന്നെ എന്നൊക്കെ. എൻ്റെ ഇൻറ്റൻഷനിലേക്ക് സറണ്ടർ ചെയ്താണ്. ശരി. അപ്പോൾ കാലാതീതനാവുന്ന കാലത്തിന് അതീതമാവുക. കാലത്തിന് അതീതം എന്ന് പറഞ്ഞാൽ കാലം ബാധിക്കാത്തവൻ, കാലത്തിന് മീതെ, കാലത്തിന് മുകളിൽ, കാലത്തെ നിയന്ത്രിക്കാൻ പോകുന്നവർ. മനുഷ്യന് കാലത്തെ നിയന്ത്രിക്കാൻ പറ്റുമോ? പൊതുവേ മനുഷ്യന് കാലത്തെ നിയന്ത്രിക്കാൻ പറ്റില്ല. പക്ഷെ ചില മനുഷ്യർ കാലാതീതരാകാറുണ്ട്. ദാറ്റ് മീൻസ് ചുരുങ്ങിയ സമയം കൊണ്ട് ബർക്കത്ത് എന്നുള്ള സാധനം കീ ഉപയോഗിച്ചിട്ട് അവർ സമയത്തിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നു. അപ്പോൾ മനുഷ്യന് കാലാതീതനാവുക എന്നുള്ളത് സാധ്യമാണ്. അപ്പോൾ കാലാതീതന്മാരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അവർ കാലത്തെ അതിജയിച്ചവരാണ്. റൈറ്റ്? അപ്പോൾ കാലത്തെ അതിജയിക്കുന്ന കൂട്ടത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ കാലത്തിന് സമയം കൊടുക്കണം. ഈ കാലാതീതമാവുക എന്നുള്ള അവസ്ഥയിലെത്തി കഴിഞ്ഞവരുടെ പ്രത്യേകത എന്താ? അവർക്ക് സമയം ഒരു പ്രശ്നേ അല്ല. അപ്പം ഇന്ന് ചില കാലാതീതന്മാരുണ്ട് GT-യിൽ. 6:30-40 ആകുമ്പോൾ മെഡിറ്റേഷൻ തുടങ്ങും. അതൊന്നും ഒരു പ്രശ്നമേ അല്ല.
ഇന്ന് മെഡിറ്റേഷൻ നോക്കുമ്പോൾ ഞാൻ നോക്കണത് 320 ആൾക്കാർ, ഞാൻ കയറുമ്പോൾ 367. ഒരു കാലാതീതന്മാരെ, കാരണം ആ കാലൊന്നും ഓരോ ബാധിക്കില്ല. ഗൈഡ് എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റ്. അവർക്ക് ചെറിയൊരു ഗിൽറ്റ് ഉണ്ടായിരുന്നു, ഓ മെഡിറ്റേഷൻ മിസ്സായല്ലോ, ക്രിയേറ്റീവ് ആക്ടിവിറ്റി മിസ്സായല്ലോ എന്ന്. ഇത് ഞാൻ പറഞ്ഞതോടുകൂടി അവർക്ക് സെറ്റായി. ഭാവി ഭൂതം വർത്തമാനം എന്നൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ വർത്തമാനത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴും ആക്ടിവിറ്റിയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ്, ഈ നിമിഷത്തിൽ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ പറയുന്നത്. കാലാതീതനാവുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് കാലത്തിൻ്റെ മീതേക്ക് പോകാൻ പറ്റും. ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇതല്ല എല്ലാവർക്കും വേണ്ടത്. കുറച്ച് സമയം കൊണ്ട് എങ്ങനെ കൂടുതൽ ചെയ്യാം. അതിന് മനുഷ്യൻ തന്നെ ഓൾറെഡി കുറേ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള വാഹന സൗകര്യങ്ങൾ മനുഷ്യൻ കാലത്തിന് അതീതമാകാൻ വേണ്ടി അവൻ്റെ ബുദ്ധിയിൽ നിന്ന് വന്നതാണത് അല്ലേ. അപ്പോൾ അവൻ ചിന്തിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ മനുഷ്യനെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇങ്ങോട്ടെത്താൻ കാലാതീതമാകാനുള്ള ഈ വാഹന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ ഇന്നത്തെ GTക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി 4 ദിവസത്തെ 5 ദിവസത്തെ യാത്ര എടുത്തിട്ട് ഹജ്ജിന് വരുന്ന പോലെ ഉണ്ടാവും. എറണാകുളത്തു നിന്നൊക്കെ വന്നവരുണ്ട്. അപ്പോൾ എറണാകുളത്തു നിന്നൊക്കെ യാത്ര തുടങ്ങാം, നടക്കാം, അല്ലെങ്കിൽ കാളവണ്ടിയിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ കാലാതീതരാകാൻ വേണ്ടി ഇങ്ങനെ വരാം. അപ്പോൾ അത് എത്ര സമയം ചുരുങ്ങി ശരിക്കും നമുക്ക് ചിലർക്ക് ഇന്നലെ അങ്ങ് വന്നാൽ മതി, ഇന്ന് കഴിഞ്ഞു പോകുന്നു. ശരിക്കും നമ്മൾ സമയത്ത് അതിജയിക്കാനുള്ള ടെക്നോളജികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ടെക്നോളജിയിലൊക്കെ ഓൾറെഡി ഉണ്ടായിരിക്കെ ഇനിയും നമുക്ക് അതിൻ്റെ മീതെ പോകാൻ പറ്റും. അത് ഓൾറെഡി നമുക്ക് സമയം ചുരുക്കി തന്നു. ആ ചുരുക്കി തന്ന സമയത്തിൽ നമുക്ക് ഇനിയും നമ്മുടെ ചിന്തകൾ, നമ്മുടെ എനർജി ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ മീതേക്ക് കയറാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അത് സംഭവിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സമയത്തിന് നമ്മളെ ഫ്രീ ആക്കുക എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റ് ഉണ്ട്. സമയത്തിന് നമ്മളെ ഫ്രീ ആക്കാൻ പറ്റും. ആ ആസ്പെക്റ്റ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ സമയത്തിന് സമയം കൊടുക്കണം. അപ്പം ക്ഷമയിലാണ് ക്ഷേമം. എന്താണ്? ക്ഷമയിലാണ് ക്ഷേമം. കുറേ ആൾക്കാർക്ക് ക്ഷമ എന്ന് പറയുമ്പോൾ തന്നെ അക്ഷമയാണ്. കാരണം ക്ഷമിച്ച് സമയം ഇങ്ങനെ പോവാ, ഇനിയും എത്ര കാലം ഞാൻ ക്ഷമിക്കേണ്ടി വരും. അത് അക്ഷമയാണ്. അക്ഷമയിലാണ് ക്ഷാമം. പറഞ്ഞേ, അക്ഷമയിലാണ് ക്ഷാമം, ക്ഷമയിലാണ്. തംജോ ഇതൊക്കെ ഉണ്ടോ? ഫ്രഷാ? ആ, എന്തൊക്കെയുണ്ട് പറഞ്ഞേ, ഒന്നുകൂടി പറഞ്ഞേ. ക്ലിയർ ആയില്ലേ? ആ, അതന്നെ. അപ്പോൾ ക്ഷമ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷേമം കിട്ടാനുള്ള വഴിയാണ്. ദാറ്റ് മീൻസ് നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട്, ക്ഷമ എന്ന് പറഞ്ഞതിനോട് എപ്പോഴും സമയം ചേർന്നിരിക്കും. പേഷ്യൻസ് സമയമായി ബന്ധപ്പെട്ടല്ലേ കിടക്കുന്നത്? ശ്രദ്ധിച്ച് നോക്കിയിട്ടോ, പേഷ്യൻസ്, ക്ഷമ എന്നതിന് സമയമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. കാരണം ചില ആൾക്കാർക്ക് ഒരു ടൈം വരെയൊക്കെ ക്ഷമിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ടൈം ലിമിറ്റുള്ള ക്ഷമ എന്ന് പറഞ്ഞാൽ അത് ക്ഷേമമുള്ളതല്ല. ടൈം ലിമിറ്റ് ഇല്ലാത്ത ടൈംലെസ് ആയിട്ടുള്ള ക്ഷമക്കാണ് ക്ഷേമം കൊണ്ട് തരാൻ വേണ്ടി പറ്റാം. പറയാ 3-4 കൊല്ലമായി ഞാൻ പറയണേ, ഇനി എന്നെ കൊണ്ട് നടക്കൂല. ഓൾറെഡി ടൈം ലിമിറ്റായി, ടൈം ഫ്രെയിമിലായി. ടൈം ഫ്രെയിം ഇല്ലാത്ത ക്ഷമയുണ്ട്. ആ ക്ഷമയാണ് ശരിക്ക് പ്രവാചകരൊക്കെ പഠിപ്പിച്ചത്. പ്രവാചകർക്ക് വേണമെങ്കിൽ പ്രബോധന ഘട്ടത്തിൻ്റെ ആദ്യത്തിൽ തന്നെ ഭയങ്കര ദുർഘടമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ആ സമൂഹത്തിൽ വന്നിട്ട് വെളിച്ചത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ, നന്മയിലേക്ക് ക്ഷണിച്ചപ്പോൾ, നിങ്ങൾ പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടല്ലേ, നിങ്ങൾ സ്ത്രീകളോട് നീതി കാണിക്കൂ, നിങ്ങൾ ഈ അക്രമങ്ങൾ നിർത്തൂ, നിങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യല്ലേ, നിങ്ങൾ എന്താ പറയുക, സഹനം കാണിക്കൂ, നിങ്ങൾ കാരുണ്യത്തിലാകൂ, നിങ്ങൾ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് കഴിക്കല്ലേ, ഓർക്കും ഭക്ഷണം കൊടുക്കൂ. ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവരോടും നീതി കാണിക്കണം എന്നുള്ള സത്യത്തിൻ്റെ സന്ദേശം ആ ചുറ്റുപാടുള്ള ആളുകളോട് പ്രവാചകർ ഇറക്കുമ്പോൾ ചുറ്റുനിന്ന് കിട്ടിയത് മൊത്തം കല്ലേറ് അല്ലേ, ഊരി വിലക്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രതിസന്ധികളാണ്. ഏറ്റവും പറഞ്ഞത് പരിഹസിക്കൽ, കളിയാക്കൽ, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ഒരു ദിവസം പ്രവാചകർ നടന്നു പോകുന്ന സമയത്ത് പ്രവാചകർ അണിഞ്ഞ ഷോളൊക്കെ പിടിച്ച് വലിച്ചിട്ട് ഇവിടെയൊക്കെ ആകെ മുറിവേൽക്കുന്നു അല്ലേ, അവിടെ പോറലുണ്ടാവുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഈ പ്രവാചകരുടെ ക്ഷമ, ആ ക്ഷമ കണ്ടിട്ട് അതിൽ സഹിക്കാൻ പറ്റാത്ത, കാരണം ഏഞ്ചൽസിന് പോലും ക്ഷമ നശിച്ചത് കണ്ടിട്ട്, മലക്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലെവലുണ്ടല്ലോ അല്ലെ, ഏഞ്ചൽസ് എന്നൊക്കെ പറഞ്ഞാൽ ഓർക്കൊരു ക്ഷമ ഉണ്ടല്ലോ, അത് നശിച്ചു ഈ പ്രവാചകരുടെ ക്ഷമ കണ്ടിട്ട്. അപ്പോൾ മാലാഖ വന്ന് പ്രവാചകരോട് ചോദിക്കുകയാണ്, ഒറ്റൊരു പെർമിഷൻ തന്നാൽ പ്ലീസ്, ഇതൊക്കെ കുറച്ച് കൂടുതലാണ്, ഒറ്റൊരു പെർമിഷൻ തന്നാൽ ഈ ടീംസിന് മൊത്തം മറിച്ച് ഇപ്പിട്ടരാം, ഇവരെ മൊത്തത്തിൽ അടിമയിലെ മറിച്ച് തരാം. അപ്പം പ്രവാചകർ ക്ഷമയോട് കൂടിയിട്ട് ക്ഷേമത്തിൻ്റെ സന്ദേശമാണ് പറഞ്ഞത്. കുഴപ്പമില്ല, ഇതിൽ ആരെങ്കിലും ഒരാൾ കുറേ കഴിഞ്ഞിട്ടാണെങ്കിലും ചിലപ്പോൾ അവർക്ക് നല്ല ബുദ്ധി തോന്നിയിട്ട് അവർക്ക് സത്യത്തിലേക്ക് വരാൻ പറ്റുകയാണെങ്കിലോ, അപ്പോൾ ആ ഒരാളുണ്ടെങ്കിൽ അവരെ സേവ് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും. അപ്പം ക്ഷേമത്തിൻ്റെ സന്ദേശമാണ് പ്രവാചകർ ക്ഷമയിലൂടെ പഠിപ്പിക്കുന്നത്. ആ ഒരു ആക്ടിലൂടെ നോക്കുമ്പോൾ ആ ക്ഷമ എന്ന് പറയുമ്പോൾ അതിന് ടൈം ലിമിറ്റ് ഇല്ല, ടൈം ഫ്രെയിം ഇല്ല. കാലാതീതരായി പ്രവാചകർ. കാരണം എന്താ, അന്ന് ആ സത്യസന്ദേശം സ്വീകരിച്ച ഒരു പ്രവാചകർ കാലം എന്താ പറയുക, ആ വിയോഗത്തോട് കൂടിയിട്ട് ആ സമയത്ത് ചുരുങ്ങിയ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ ഒരു അവിടെ. പക്ഷെ എന്നേക്ക് നോക്കുമ്പോഴോ അന്നത്തിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ പ്രവാചക പാത പിന്തുടരുന്നു.
അപ്പോൾ കാലാതീതമായില്ലേ? പ്രവാചകർ കഴിഞ്ഞു പോയിട്ടും പ്രവാചകർ ഇപ്പോഴും ഹൃദയത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാരുടെ. അങ്ങനെയാകുമ്പോഴല്ലേ നമ്മുടെ ലൈഫിന് എന്തെങ്കിലുമൊക്കെ ഒരു ലെഗസിയൊക്കെ ഉണ്ടാവുമെന്ന് അറിയാം. എല്ലാവരും പറയല്ലോ എന്താ, നമ്മൾ മരിച്ചോയാലും ആരും ഓർക്കാനാ, അങ്ങനെ പറയാം. ജീവിതം ഒറ്റൊന്നുള്ളൂ, മോനെ അടിച്ചു പൊളിച്ചു, ഇത് കഴിഞ്ഞാൽ ആരും ഓർക്കാനൊന്നും പോകുന്നില്ല. ഓർക്കാൻ വെക്കാന്നുള്ളതല്ല, ഓർക്കാൻ വേണ്ടി ജീവിക്കുന്നവരും സ്മരിക്കാൻ വേണ്ടി ജീവിക്കുന്നവരും. ആരെങ്കിലൊക്കെ സ്മരിക്കണമെങ്കിൽ, സ്മരണയിലെത്തണമെങ്കിൽ നിങ്ങൾ കാലാതീതരാകാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. ഓരോ ദിവസം കഴിയുന്തോറും ജീവിതം തീരാണ്, സമയം തീർന്നു പോവാണെന്ന് ചിന്തിക്കുമ്പോൾ നമ്മളൊരു തീർന്നു പോകുന്ന സമയത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, അക്ഷമരായിട്ടുള്ള. എന്നാൽ ഞാൻ പറഞ്ഞു, ആ സമയം തന്നെ നമ്മളോട് പറയുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ നിന്നെ ഫ്രീ ആക്കി തരാട്ടോ, നീ എന്നൊന്ന് ഫ്രീ ആക്കിയാൽ മതി. അപ്പം അവിടെയാണ് ഈഗോയിൽ നിന്ന് മാറിയിട്ട് സമയത്തിനൊരു പരിധി വെക്കാതെ മരണമില്ലാത്തവരായിട്ട് മാറുന്നത്. സമയം ബാധിക്കാത്തവർക്ക് മരണമില്ലല്ലോ. ഈ ആയുസ്സും സമയവും മരണമൊക്കെ കണക്റ്റഡ് അല്ലേ? മരണം ഒരു ടൈം ഫ്രെയിമിൽ വരുന്ന സാധനമല്ലേ? അപ്പോൾ സമയം നമ്മളെ ബാധിക്കുന്നില്ലെങ്കിൽ, നാളെ മറ്റന്നാൾ ഇത് ബാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ മരിക്കുമോ? ഒരു ചോദ്യം. അങ്ങനെ സാധ്യമാണോ എന്ന്. ആ സാധ്യമാകുന്നത് വേറൊരു ഡയമെൻഷൻ ഉണ്ട്. ആ ഡയമെൻഷനിലാണ് റൂമിയൊക്കെ പറഞ്ഞത്, നിന്നെ അറിയാതെ എന്നെ മരിപ്പിക്കലെ ടൈം ലിമിറ്റ് വെച്ച് പറയാം. അപ്പോൾ പഠിച്ചോ റൂമിയോട് പറഞ്ഞതുപോലെ റൂമി പറയാണ്, എന്നോട് എൻ്റെ സൃഷ്ടാവ് എന്നോട് പറയുന്നു, എന്നോട് ഉരിയാടുന്നു, എന്നെ അറിഞ്ഞവർക്ക് മരണമില്ല. ദാറ്റ് മീൻസ് നീ മരിച്ചെന്ന് ആളുകൾ ധരിച്ചാലും നീ ഒരുപാട് ആൾക്കാർ ഹൃദയത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കാൻ പറ്റുകയാണെങ്കിൽ സമയം നമ്മളെ ബാധിക്കില്ല. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് മറ്റന്നാൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട്, വീട് പണി തീർക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള ടൈം ഫ്രെയിമിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വീട് പണി തീരുന്നതോട് നിങ്ങളും തീരും അല്ലെ? വീട് പണി തീർന്നു, വീട് പുതിയത്, നമ്മൾ പഴയതായിട്ടുണ്ടാവും, ശരിയല്ലേ? അതോടുകൂടി നമ്മൾ തീർന്നു. കാരണം നമ്മളെ കാറ്റൊക്കെ കഴിച്ചു, നമ്മളെ സമയമൊക്കെ തീർന്നു, നമ്മളെല്ലാ പണിയും കഴിഞ്ഞു. അതോടുകൂടിയിട്ട് ഒരു ഇരുത്തുണ്ട്, ആ കോലായിൽ വന്നിട്ട് ഒരു ഇരുത്തം, റെസ്റ്റ് ഇൻ പീസിന് റെഡി ആയിട്ടുള്ള, ഹാവോ ഇനി എനിക്ക് സുഖമായിട്ട് കണ്ണടയ്ക്കാം, കാരണം എൻ്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വീട് പണിയിലും മക്കളുടെ കല്യാണത്തിലും കെട്ടിയിട്ടിരിക്കുകയാണ് ഇത് സമയത്തെ. അതിന് വേണ്ടിയിട്ട് മാത്രമേ സമയം പ്രവർത്തിക്കൂ. അതിനപ്പുറത്തേക്ക് സമയം നമ്മൾ ഒന്നിലേക്ക് കൊണ്ടുപോകില്ല എന്നുള്ള. അവിടെ ദൈവികമായ അനുഭവത്തിലേക്ക് പോലും കൊണ്ടുപോകില്ല. ദൈവികമായ അനുഭവം എന്ന് പറഞ്ഞാൽ, സൃഷ്ടാവിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ, ദിവ്യ സ്നേഹത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ കാലം മറക്കുന്ന, സ്ഥാനം മറക്കുന്ന അനുഭൂതിയാണ്. സമയമേ ബാധിക്കാത്ത അവസ്ഥയാണ്. ആ അവസ്ഥ ഇവിടെ ഇരുന്ന് അനുഭവിക്കാനുള്ള അവസരം മനുഷ്യനുണ്ട്. പക്ഷെ അവനത് നിഷേധിച്ചുകൊണ്ടിരിക്കാൻ, നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയത്തെ നമ്മൾ എന്താക്കണം? ഫ്രീ ആക്കണം. തിരക്കുണ്ടോ ബസ്സില? ഒരു തിരക്കുമില്ല. GTL ഇപ്പോൾ 1 മണി 2 മണിയൊക്കെ ആവും ചിലപ്പോൾ. ഒരു അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ ഐ മീൻ അതല്ല ഉദ്ദേശിച്ചത്. 5 മണി എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. 5 മണി സമയം വെച്ചില്ലേ? അതന്നെ. GT ഇപ്പം തീർന്നാലും കുഴപ്പമില്ല, അങ്ങനെ ആവണം. ഇപ്പം തീർന്നാലും കുഴപ്പമില്ല, ഇതും തീർന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ആ രീതിയിലാവണം. അപ്പോൾ സമയം ബാധിക്കാത്തൊരവസ്ഥയിൽ സമയത്തിൻ്റെ പരിധി നമുക്ക് കോൺഷ്യസ്ലി വെക്കാം. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ സമയത്തോട് പറയണം, ഈ സമയത്തിനുള്ളിൽ എനിക്ക് ചെയ്യേണ്ടത്, പക്ഷേ നീ നിൻ്റെ സമയം എടുത്തോ, ഞാൻ എൻ്റെ സമയം എടുത്തോളാം. അങ്ങനെ ആയിരിക്കണം. ഇത് നിങ്ങൾക്കറിയാലോ, മനസ്സാക്ഷി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അല്ലാണ്ട് വാഷ്റൂം പോയിട്ട് പൈപ്പ് തുറന്നിട്ട് വന്നിട്ട് നിൻ്റെ സമയത്തിന് നീ അത് നിറഞ്ഞാൽ മതി, എൻ്റെ സമയത്തിന് ഞാൻ ഒന്നുകൂടി ഉറങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ തുളുമ്പി ഒഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കും വെള്ളം. ഭയങ്കര വർക്കത്തായിരിക്കും വെള്ളത്തിന് മാത്രം. അങ്ങനെയല്ല, മനസ്സാക്ഷി പറഞ്ഞൊരു സാധനം. ഇത് എവിടെ എങ്ങനെ എപ്പോഴാണെന്ന് അറിയാലോ? ഇതൊക്കെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കാതെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. നമുക്ക് ഈ ഐറ്റൊക്കെ ഓടുന്നാൽ ഞാൻ ബാത്റൂം, ഇതിൻ്റെ വാഷ്റൂമൊക്കെ വരുന്നത്, പക്കറ്റൊക്കെ ഇപ്പം എന്താ ഇതിൻ്റെ ഇടയിൽ കയറി വരുന്നത്, ചാനലായിട്ട് അങ്ങനെ വരുന്നത്, ഒന്ന് സൈഡിലേക്ക് മാറിയിരുന്നത്. ഓക്കെ. അപ്പോൾ എനിവേ, ഇത്തരത്തിൽ സമയത്തെ സ്വതന്ത്രമാക്കുന്നതിലൂടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വതന്ത്രമാകാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ള. പക്ഷേ ടൈം ലിമിറ്റ് വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്. ഉദ്ദേശിച്ച് ക്ലിയർ ആണല്ലോ? ഞാൻ ഏത് പോയിന്റാണ് പറഞ്ഞത്? കണക്റ്റ് ആവില്ലേ നിങ്ങൾക്ക്? ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സമയത്തോട് സംസാരിക്കണം. സമയത്തോട് സംസാരിക്കണം. ഈ സമയത്തോട് സംസാരിക്കലാണ് കഴിഞ്ഞ കാലത്തിലേക്കൊക്കെ നമ്മൾ പോകുമ്പം കഴിഞ്ഞ കാലത്തിലെ ഓർമ്മകളിലേക്ക് മാത്രമല്ല നിങ്ങൾ പോണേ, കഴിഞ്ഞ കാലത്തിൽ ആ സമയം എന്നതിലേക്കൂടി, കാലഘട്ടത്തിലേക്ക് കൂടിയാണ് നിങ്ങൾ പോണേ. കാലം എന്ന് പറയുമ്പോൾ തന്നെ കാലഘട്ടത്തിലേക്ക്, ടൈമിലേക്കാണ് പോണത്. കാലം കണക്ക് പറയുന്നത് കേട്ടില്ലേ നിങ്ങൾ? ഇല്ലേ? കാലത്തെ കൊല്ലുന്നവനാരോ അവനല്ലേ കാലൻ. കാലത്തെ കൊല്ലുന്നവൻ, നിങ്ങൾക്ക് അനുവദിച്ച സമയം അതിനെ കട്ട് ചെയ്യുന്ന ആളല്ലേ കാലൻ എന്ന് പറഞ്ഞാൽ. അപ്പം ഈ പറയുന്ന കാലം സാക്ഷിയാവുക, കാലം എല്ലാത്തിനും സാക്ഷിയാണ്, കാലം കണക്ക് പറയും. അപ്പം ഈ സയൻറ്റിഫിക് ബേസിസിൽ നമ്മൾ പറഞ്ഞാൽ
നമ്മൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന എക്സിസ്റ്റൻസിൽ നമ്മളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് കാലവും സ്ഥാനവും. നമ്മളെ സമയം ബാധിക്കണില്ലേ? നമ്മളെ സമയം ബാധിക്കുന്നുണ്ടോ? സമയം നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ? രാത്രിയാകുമ്പോൾ ഉറക്കം വരുന്നുണ്ടോ? ഇത് രാത്രിയാവേണ്ടി വന്നതല്ലേ? ഇത് തെറ്റിയ ആൾക്കാർക്ക് ഇപ്പോഴും ഉറക്കം വരും, ഇപ്പോഴും രാത്രിയായിരിക്കും. അതും സാധനം തെറ്റിപ്പോയതാണ്. ആ ഗ്ലാൻഡിൻ്റെ പ്രവർത്തനത്തിന് ചെറിയൊരു മിസ്റ്റേക്ക് വരുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നോക്കിയേ, സമയം നമ്മളെ ബാധിക്കുന്നു. ഉച്ചയാകുമ്പോൾ വിശക്കുന്നു, വിശക്കാറില്ലേ? സമയം നമ്മളെ ബാധിക്കുന്നു. വൈകുന്നേരമാകുമ്പോൾ ഉറക്കം വരുന്നു, അല്ലേ? അതുപോലെ തന്നെ രാവിലെ ഏകദേശം GTക്ക് വന്നിട്ട് ഒരു മെഡിറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഒരു 8 മണി 8:15 ആകുമ്പോഴത്തേക്ക് ചായയും സ്നാക്സും വന്നില്ലല്ലോ. ക്ലോക്കൊന്നും നോക്കണ്ട, താനേ വരും. നമ്മളെ ബാധിക്കുന്നു. ഇതൊക്കെ പറഞ്ഞതാ, ഇത് ജെസ്സിൻ്റെ ഡേ ആട്ടോ. അതൊക്കെ ചോദിച്ച് ചായ വന്നില്ലൊക്കെ ചോദിച്ച് ഇതെങ്ങനെ എനിക്ക് കിട്ടുന്നേ? പലതും ഇപ്പൊ പുറത്തു വരും. വെരി ഗുഡ്. അപ്പം സമയം നമ്മളെ ബാധിക്കുന്നു. സമയം ബാധിക്കുന്നതിന്റെ ഭാഗമായിട്ട് സമയം വിശപ്പിനെ കൊണ്ടുവരുന്നു, അല്ലേ? സമയം അറിയുന്നതിനനുസരിച്ച് ശരീരം വിശപ്പറിയുന്നത്. സമയം അറിയുന്നതിനനുസരിച്ചാണ് കാലം. ടൈമായി അറിഞ്ഞതനുസരിച്ച് ഓരോ സാധനങ്ങൾ തന്നുകൊണ്ടിരിക്കണം നമുക്ക്, റൈറ്റ്? അപ്പോൾ കാലം നമ്മളിൽ വല്ലാണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. കാലം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. കാലം നമ്മളെ സ്വാധീനിക്കുന്നത് പോലെ നമുക്ക് കാലത്തെ സ്വാധീനിക്കാൻ പറ്റിയാലോ? സമയത്തിന്, പ്രകൃതിക്ക് നമ്മളെ സ്വാധീനിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ ഒന്നും മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാണ്ട് സംഭവിക്കണില്ല. ദൈവത്തിന് നമ്മളെ സ്വാധീനിക്കാൻ പറ്റുമോ? നമുക്ക് ദൈവത്തെ സ്വാധീനിക്കാൻ പറ്റുമോ? അത് നടക്കോ? ഓനങ്ങോട്ട് വിട്ട് നിൽക്കുക, എന്നെ സ്വാധീനിച്ചോളി നിങ്ങൾ, എന്നെ നിങ്ങൾ സ്വാധീനിക്കൂ, എൻ്റെ കാരുണ്യൊക്കെ എടുത്ത് കൊണ്ടുപോയിക്കോ, പ്ലീസ് എന്നെ ഒന്ന് സ്വാധീനിക്കൂ. അങ്ങനെ പറഞ്ഞിരിക്കുക പഠിച്ചവൻ. എന്നെ കാരുണ്യം എടുത്ത് കൊണ്ടുപോയിക്കോ. അപ്പോൾ നിന്നെ ഞാൻ ഇങ്ങനെയാക്കാൻ തീരുമാനിക്കുന്നു. നിങ്ങൾ സ്വാധീനിക്കുക പ്രാർത്ഥിച്ചിട്ട്. നിയമം മാറ്റി എൻ്റെ ഇഷ്ടം പോലെ. അപ്പം ദൈവം തമ്പുരാൻ പോലും അവനെ സ്വാധീനിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പം ഇവിടെയുള്ള എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിക്കുന്നെങ്കിൽ, ദൈവത്തെ പോലും സ്വാധീനിക്കൽ മനുഷ്യന് സാധ്യമാണെങ്കിൽ പിന്നെ കാലത്തെ മനുഷ്യന് സ്വാധീനിക്കാൻ പറ്റൂലേ? സമയത്തെ സ്വാധീനിക്കാൻ പറ്റൂലേ? നമുക്ക് പ്രകൃതിക്ക് നമ്മളെ സ്വാധീനിക്കാൻ പറ്റുന്നു. എങ്ങനെ? ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ സ്വാദുള്ള ചായ കുടിക്കുന്നു, ഹായ് നല്ല ചായ, അടിപൊളി. നിങ്ങൾ പുറത്തിറങ്ങി ബീച്ചിൽ പോയിട്ട് കാറ്റും അതുപോലെ തന്നെ കടലെ കാണുമ്പോൾ ചായ കുടിച്ചതിനേക്കാളും നല്ലൊരു അനുഭൂതി. ആ പ്രകൃതി നിങ്ങളെ സ്വാധീനിച്ചു. വാവ്. ഇവിടെ ഇരുന്നപ്പോൾ വിശപ്പാണ് സ്വാധീനിച്ചത്. അവിടെ എത്തിയപ്പോൾ വിശപ്പ് മറന്നിട്ട് ചായ കുടിക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഇപ്പം വേണ്ട വാസില, ചായ ഒന്നും ഇപ്പം വേണ്ടതൊന്നും ഞാൻ കാണട്ടെ, ഒന്ന് ഫീൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളത് മറന്നു പോകുന്നു. അപ്പം അവിടെ എത്തിയപ്പോൾ ആ പ്രകൃതി നിങ്ങളെ സ്വാധീനിച്ചപ്പോൾ ആ പ്രകൃതിയുടെ സ്വാധീനം നിങ്ങളുടെ വിശപ്പ് മറക്കലിലേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ ഓരോ ഇടവും നമ്മളെ സ്വാധീനിക്കുന്നു, ഓരോ പ്രകൃതിയും നമ്മളെ സ്വാധീനിക്കുന്നു, ഓരോ മനുഷ്യരും നമ്മളെ സ്വാധീനിക്കുന്നു. നമ്മൾ സ്വാധീനിക്കപ്പെടാൻ, വിധേയപ്പെടാൻ ഉള്ള അവസ്ഥയിലാണെങ്കിൽ നമുക്ക് മറ്റുള്ളതിനെ സ്വാധീനിക്കാനും പറ്റും. അപ്പോൾ മറ്റുള്ളതിനെ നമ്മൾക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഉയരുമ്പോഴാണ് നമ്മൾ ഇമ്പാക്റ്റ്ഫുൾ ആകുന്നത്. ഇൻഫ്ലുവൻഷ്യൽ ആൻഡ് ഇമ്പാക്റ്റ്ഫുൾ. ഇൻഫ്ലുവൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും സ്വാധീനിക്കാം, അവർക്ക് ഇങ്ങോട്ടും സ്വാധീനിക്കാം. പക്ഷെ നമ്മൾ അങ്ങോട്ട് സ്വാധീനിക്കുന്നത് മറ്റുള്ളവർക്ക് ഗുണകരമായിട്ട് മാറുകയും മറ്റുള്ളവരെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന അവസ്ഥയിലെത്തുമ്പോൾ, ഗുണകരമായ രീതിയിൽ സ്വാധീനിക്കാൻ പറ്റുമ്പോൾ അതിനെ നമ്മൾ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഈ ഇമ്പാക്റ്റിലൂടെയാണ് മനുഷ്യന് ദൈവത്തിൻ്റെ പ്രതിനിധിയാകാൻ വേണ്ടി പറ്റുക. അപ്പോൾ അതിൽ കാലത്തിന് വലിയ പങ്കുണ്ട്. അപ്പോൾ ഓരോന്നും നമ്മളെ സ്വാധീനിച്ചതുപോലെ നിങ്ങളൊന്ന് ആലോചിക്കുക, കാലം എങ്ങനെയാണ് എന്നെ സ്വാധീനിച്ചത്. അപ്പോൾ നമ്മൾ കാലത്തിൻ്റെ കണക്കെടുപ്പ് നടത്തുക. എല്ലാ ദിവസവും കാലത്തിൻ്റെ സ്വാധീനത്തിൻ്റെ കണക്കെടുപ്പ് നടത്തിയിട്ടാണ് ഉറങ്ങാൻ ദൈവം തമ്പുരാൻ പറയുന്നത്. ഉറങ്ങാൻ പോണ സമയത്തൊന്ന് കണക്കെടുക്കണം. അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കാലമല്ലേ നിങ്ങൾ കണക്കെടുക്കണത്? ദിവസം എന്ന് പറഞ്ഞാൽ കാലമല്ലേ നോട്ട് ചെയ്യണത്? സെക്കൻഡ്, ദിവസം, ആഴ്ച, ഡേറ്റ്, അന്ന്, അവിടെ എന്നൊക്കെ പറയുമ്പോൾ അന്ന് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാലത്തിലേക്കാണ് പോണത്. നാളെ എന്ന് പറയുമ്പോൾ വീണ്ടും മറ്റൊരു കാലത്തിലേക്കാണ് പോണത്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പം എനിക്ക് തീരെ വയ്യ ഗൈഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്ന് പറയുന്ന കാലത്തെ ചൂണ്ടിയിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. ഈ കാലത്തിൽ ഞാൻ ഈ കോലത്തിലാണ്. മനസ്സിലായോ? അപ്പോൾ എല്ലായിടത്തും നമ്മളുടെ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, മനുഷ്യനെ സദാസമയവും കാലം ബാധിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? സമയം നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ സമയം നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ സ്വാധീനിക്കുന്ന സമയത്തെ നമുക്ക് തിരിച്ച് സ്വാധീനിക്കാൻ പറ്റുമ്പോഴാണ് നമ്മൾ ഫ്രീ ആവുന്നത്. അപ്പോൾ എങ്ങനെ കാലത്തെ നമ്മൾ സ്വാധീനിക്കും? കാലത്തെ സ്വാധീനിക്കാൻ ഒന്ന്, കാലത്തിൽ ബോധവാനാവാം. കാലത്തിൽ ടൈം കോൺഷ്യസ്നെസ്,
കാലം എന്ന ഒന്നുണ്ട് എന്നതിൽ ബോധവാനാവാം. ക്ലോക്ക് ഉണ്ട്, ദിവസം ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം. അതിനെ മൊത്തത്തിൽ ക്ലോക്ക്, സെക്കൻഡ്, ദിവസം, ആഴ്ച, ഭാവി, ഭൂതം, വർത്തമാനം, ഇതിനെ മൊത്തത്തിൽ നമ്മൾ ഒരു ടൈം കോൺഷ്യസ്നെസ് ആയിട്ട് കാണുന്നു. അതിന് ബോധമുണ്ട്. കാലം സാക്ഷിയാണ്, കാലത്തിന് ബോധമുണ്ട്. ആ കാലത്തിന് ബോധമുണ്ട് എന്നതിൽ നമ്മൾ ആരാവാം? ബോധവാൻ ആവുക. ഈ മാനിഫെസ്റ്റേഷനൊക്കെ വരുമ്പം ഇന്ന ദിവസം ഈ സമയത്ത് ഞാനത് ചെയ്തിരിക്കുമെന്ന് പറയുമ്പം ആ കാലത്തിൻ്റെ ബോധത്തോടു കൂടി നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, കാലമേ ഈ സമയത്ത് ഞാനിവിടെ എത്തിയിരിക്കണം അല്ലേ. അതിനുള്ള ഡേറ്റ് ഇട്ട് എഴുതാൻ പറഞ്ഞത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അവർക്ക് ഇതിപ്പോൾ ഡേറ്റ് വേണമല്ലോ, ഒരു ലിമിറ്റഡ്, അങ്ങനെയല്ല. അതിനൊരു ബോധമുണ്ട്. ആ ബോധത്തോട് നിങ്ങൾ പറയാം. ഇപ്പം ചില ആൾക്കാരുടെ കമാൻഡ്, യുവർ വിഷ് ഈസ് മൈ കമാൻഡ് എന്ന് പറയുന്ന പോലെ ഇന്ന ദിവസം ഇന്നൊരു സംഭവം ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കും. പ്രവചിക്കുന്ന ആളുകൾ കാലത്തെ അതിജയിച്ചിട്ട് ഭാവിയിലേക്ക് ചെന്നിട്ട് അവർ പറയാം അവിടെ അങ്ങനെ സംഭവിച്ചിരിക്കും. നമ്മളെ കാലാവസ്ഥ പ്രവചനം പോലെയല്ല, അതൊരവസ്ഥയാണ്. ആ കാലത്തിൻ്റെത് കാലാവസ്ഥ. നാളെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ട്. ഓരോ ദിവസം 4 മണിക്ക് ആകെ അങ്ങോട്ട് ഞെട്ടിയിട്ട് എല്ലാവരും എണീച്ചില്ലേ, ഒരു അലേർട്ട് എന്നിട്ട് അന്നൊന്നും ഇല്ലാതാനും ആകെ ബേജാറായി, എന്താവും സംഭവം എന്നൊക്കെ ഉള്ള ഇതിൽ ആകെ സീനായി. പക്ഷെ അന്ന് ഒരു സംഭവവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഈ രൂപേണ ഈ കാലം എന്ന് പറയുന്നത് നമ്മളെ സ്വാധീനിക്കുന്നു, നമ്മൾക്ക് അതിനെ സ്വാധീനിക്കാം. കാലത്തോട് സംവദിക്കുക എന്നല്ല, കാലത്തോട് സംവദിക്കുക എന്ന് പറഞ്ഞാൽ കാലത്തോട് സംസാരിക്കുക. അപ്പോൾ പ്രവാചകർ വന്നത് ആ കാലത്തെ തെറ്റ് നോക്കണം. കാലഘട്ടം, ഇരുണ്ട കാലഘട്ടം അല്ലേ, ഡാർക്ക് ഏജ്. ആ കാലഘട്ടത്തോടായിട്ടും പ്രവാചകർ സംവദിച്ചത്. ആ കാലഘട്ടത്തിൽ അടുത്തൊരു യുഗത്തിലേക്ക്, അടുത്തൊരു കാലഘട്ടത്തിലേക്ക്, അടുത്തൊരു ലെവലിലേക്ക് ഒരു സമൂഹത്തെ മൊത്തം ട്രാൻസ്ഫോം ചെയ്യാനാണ് പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. സോ ദേ വേർ ടോക്കിംഗ് ആൻഡ് കണക്റ്റിംഗ് ആൻഡ് ഇൻഫ്ലുവൻസിങ് ദ ടൈം. സമയത്തെ സ്വാധീനിക്കാൻ പറ്റാത്ത ഒരാൾക്ക് മറ്റൊരാളെ സ്വാധീനിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളെ ഞാൻ രാവിലെ 6:30 മുതൽ എത്ര മണിയാ, 2 മണിയാന്ന്, 1 മണിയോ ഏതെങ്കിലും, അപ്പം 1 മണി വരെയോ 2 മണി വരെയോ അല്ലെങ്കിൽ 12 മണി വരെയോ ഇത്രയും ആളുകൾ സൂമിൽ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയത്തെയാണ് ഞാൻ സ്വാധീനിക്കുന്നത്. മനുഷ്യനെപ്പോഴും നമ്മുടെ സമയം എവിടെ കൊടുക്കണം ചിന്തിക്കൂലേ, എവിടെ നമ്മളെ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് വളരെ അവെയർ നമ്മൾ. കാരണം കാലത്തിന് നമ്മൾ അത്രയും മൂല്യം കൊടുക്കുന്നുണ്ട്. അപ്പം ഒരാളുടെ കാലബോധത്തെ സ്വാധീനിക്കാൻ പറ്റുന്ന ആൾക്ക് മാത്രമേ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുള്ളൂ. സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, സാർ ഇപ്പോൾ തിരക്കില്ല പിന്നെ വിളിക്കൂട്ടോ, സാർ ഞാൻ ഫ്രീ ആകുമ്പോൾ വിളിക്കാം കേട്ടോ, സാർ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം നിങ്ങളിങ്ങനെ വിളിക്കണം എന്നില്ല, ഓക്കെ സാർ. സാർ ഇങ്ങോട്ട് വിളിക്കാനായോ, അത് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞല്ലോ, അല്ല സാറ് മറന്നോന്ന് കരുതി പറഞ്ഞു കേട്ടോ, സാറ് വിളിക്കാനാകിയെന്ന് ഓർമ്മിപ്പിക്കണമെങ്കിൽ ഞാനൊന്നുകൂടി വിളിക്കാം. ഇങ്ങനെ തുടങ്ങിയിട്ട് ആളുകൾ നമുക്ക് സമയം തരുന്നില്ല. കാരണം ആളുകൾക്ക് വളരെ പ്രിയറായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് അവരെ സമയത്ത് അപഹരിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? ഞാൻ നിങ്ങളുടെ സമയം അപഹരിച്ചോ? നമുക്ക് മറ്റുള്ളവരുടെ സമയം അപഹരിക്കാം എപ്പോൾ മാത്രം ആ സമയത്തിന് 10x 100x ആയിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ. അപ്പോൾ ഈ നമുക്ക് മറ്റുള്ളവരുടെ സമയം അപഹരിക്കുന്നതിൽ കാര്യമുള്ളൂ. ഒരു പോയിന്റിൽ ഞാൻ എടുത്തൊരു തീരുമാനമുണ്ട്, എൻ്റെ ഒരു സമയം പർപ്പസ്ലെസ് ആയിട്ട് ഞാൻ കളയൂല. ഞാൻ വെറുതെ ഇരിക്കുകയാണെങ്കിലും അതെനിക്ക് പർപ്പസ്ഫുൾ ആയിരിക്കണം. അതാണ് ഞാൻ കാലത്തോട് വെച്ചിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ്, കോൺട്രാക്റ്റ്. എൻ്റെ ഒരു സമയം വെറുതെ ആവാൻ പാടില്ല. വെറുതെ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന സമയം പർപ്പസ്ഫുൾ ആയാൽ മതി. അപ്പോൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അത് വെറുതെ ഇരിക്കില്ലല്ലോ, അതിലെന്തെങ്കിലുമൊക്കെ നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക, എന്തെങ്കിലും ഓപ്പണിംഗ് കിട്ടുക, എന്തെങ്കിലും വിസ്ഡം കിട്ടുക, എന്തെങ്കിലും റിഫ്ലക്ഷൻസ് വരിക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു കാര്യം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഇനി ഉറങ്ങുകയാണെങ്കിലും അതിനെ നമുക്ക് പർപ്പസ്ഫുൾ ആക്കാം. അതുകൊണ്ടാണ് ഉറക്കത്തെ നിങ്ങൾ ആരാധനയാക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ളൊരു കോൺട്രാക്റ്റ് നമ്മൾ ടൈമുമായിട്ട് വെക്കുമ്പോൾ, കാലവുമായിട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് ടൈം ബെൻഡ് ചെയ്ത് തരാണെങ്കിൽ ആ രീതിയിലേക്ക് സമയം നമ്മളെ സഹായിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ യു ക്യാൻ ടൈം ഈസ് കോൺഷ്യസ്. കാലം സാക്ഷി എന്ന് പറയുമ്പോൾ യു ക്യാൻ ടോക്ക് വിത്ത് ടൈം. നിങ്ങൾ സമയത്തോട് സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അങ്ങനെ നടക്കണം, ഇവിടെ എങ്ങനെ നടക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് നിങ്ങൾ കാണുന്നു, നിങ്ങളെ കാണുന്നു, എല്ലാത്തിനെയും കാണുന്നു. അതിനോടൊപ്പം തന്നെ അത് സംഭവിക്കുന്ന സമയത്തെ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഏത് സമയത്ത്, ഏത് കാലത്ത്, ആ കാലത്തിനോട് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. അന്ന് അങ്ങനെ നടക്കുന്നതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. നമ്മൾ പറയാറില്ലേ, അന്ന് അങ്ങനെ നടന്നതാലേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഇന്നിങ്ങനെ നടന്നതായിരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാ കാര്യത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് വരുമ്പോൾ അൺകോൺഷ്യസ്ലി തന്നെ നിങ്ങൾ ആ കാലം സാക്ഷിയാക്കിയിട്ടേ പറയുള്ളൂ. പിന്നെ അല്ലേ അന്നുണ്ടല്ലോ ആ GTക്ക് വന്നപ്പോൾ അന്ന് വീണ്ടും നിങ്ങൾ ആ ടൈം ഫ്രെയിമിലേക്ക് പോകാം. നിങ്ങൾ അന്ന് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സും ഇവന് അന്ന് എന്നുള്ള മെമ്മറിയിലേക്ക് ആ കാലത്തിൻ്റെ ഫോൾഡർ തുറക്കാൻ പോകല്ലേ.
നാളെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡ് നാളെ എന്താ അറിയില്ല, പക്ഷെ നാളെ എന്നുള്ള കാലത്തിൻ്റെ ഫോൾഡർ തുറക്കല്ലേ. അപ്പം നിങ്ങൾ എന്ത് പറയുമ്പോഴും ഭാവി, ഭൂതം, വർത്തമാനം ഇത് വെച്ചിട്ടല്ലേ പറയാൻ പറ്റൂ. അപ്പം ഈ 3 കാലങ്ങളും ഒറ്റ ലൈനിൽ നിങ്ങളോടൊപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഏതാ പറയാൻ പോണേ? ഭാവി. അപ്പോഴേക്ക് ടൈം ഭാവിയിലേക്ക് ഇങ്ങനെ പോകും. പോന്നോളൂ. അതേ സമയത്ത് കാലം നിങ്ങളോട് സഹകരിക്കുന്നില്ലെങ്കിൽ, ഇപ്പം ഒരു ഭൂതകാലം, ആ ഭൂതകാലം നിങ്ങളോട് സഹകരിക്കുന്നില്ലെങ്കിൽ അതെന്നേനും അന്ന് അതെവിടേനും എനിക്ക് ഓർമ്മയുണ്ട്, അത് കാലം നമ്മളോട് സഹകരിക്കുന്നില്ല. മനസ്സ് ഓക്കെയാണ് പോയോക്കാൻ, പക്ഷെ കാലം സഹകരിക്കുന്നില്ല. കാലം ആ ഫോൾഡർ തുറന്നു തരുമ്പോൾ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മെമ്മറി മാത്രമല്ല, മെമ്മറിക്ക് അപ്പുറത്തേക്ക് കാലം എന്ന് പറയുന്ന ടൈം ലൈൻ എന്ന് പറഞ്ഞൊരു സാധനം നമ്മളെ സ്വാധീനിക്കുന്നത്. അതാ പറഞ്ഞത്, മനുഷ്യനെ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ സ്വാധീനിക്കുന്നു. ഒന്ന് ടൈം, മറ്റൊന്ന് സ്ഥാനം. നിങ്ങൾ എന്ത് കാര്യം മനസ്സിലാലോചിച്ചാലും ഒരു സ്ഥലം ഉണ്ടായിരിക്കും, ഒരു ടൈം ഉണ്ടായിരിക്കും. അപ്പോൾ ചിലർ ട്രൈ ചെയ്യാം, അതെങ്ങനെ ഞാൻ നോക്കട്ടെ, എന്താപ്പം ആലോചിക്കുക, മാംഗോ ജ്യൂസ് എന്ന് പറയുമ്പോൾ മൈൻഡിൽ മാംഗോ ജ്യൂസ് വന്നോ? ചിലർക്ക് മാംഗോ മാത്രം വന്നിട്ടുണ്ടാവും. ചിലർക്ക് മാംഗോ ജ്യൂസ് എന്ന് പറയുമ്പോൾ മാംഗോ ജ്യൂസ് ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ടായിരിക്കും. ചില ആൾക്കാർക്ക് നല്ല ബൗളിലൊക്കെ ആക്കിയിട്ട് അല്ലെങ്കിൽ കപ്പിലൊക്കെ ആക്കിയിട്ട് ഗ്ലാസ്സിലൊക്കെ ആയിട്ട് മാംഗോ ജ്യൂസ് കണ്ടായിരിക്കും. നിങ്ങളത് ഓർക്കുമ്പോൾ തന്നെ പുറത്തല്ലേക്കും നിങ്ങൾ ആ മാംഗോ ജ്യൂസ് എന്ന് പറഞ്ഞൊരു സംഭവം, ഒരു പിക്ചർ ഇങ്ങനെ കണ്ടു, എന്താണോ കാണുക അത് കാണുമ്പോൾ ആ പിക്ചറിന് നിൽക്കാനൊരു സ്ഥലം വേണ്ടേ? ആ സ്ഥലം നിങ്ങളുടെ മൈൻഡിൽ വരൂലേ? അതിനിപ്പോൾ എയറിലാണെങ്കിൽ എയർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം തന്നെയല്ലേ അല്ലേ? ഇവിടെ ഇപ്പോൾ കണ്ടാലും എന്താ അത് സ്ഥലമല്ലല്ലോ എന്ന് ചോദിക്കരുത്. കാരണം ഈ സ്ഥലം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പില്ലർ ഇടാം, അപ്പം നമ്മളറിയാം ഈ സ്ഥലം അതെടുത്തു. അപ്പോൾ സ്ഥാനം നമുക്ക് ഉപയോഗിക്കാതെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ എന്ത് കാഴ്ചയും എന്ത് ചിന്തകളും സ്ഥാനത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ സ്കൂളിലെ 8ാം ക്ലാസ് എന്നാലോചിക്കുമ്പോൾ സ്കൂളിൻ്റെ പിക്ചർ വരുന്നു, സ്കൂൾ നിൽക്കുന്ന സ്ഥലം, ക്ലാസ് മുറി എന്ന സ്ഥലം അല്ലേ? ആ സ്ഥലത്തോടൊപ്പം തന്നെ പാസ്റ്റ് എന്നുള്ള കാലം, അതിൻ്റെ ഡേറ്റും റെഫറൻസ് ഒന്നും ഫുള്ള് വേണമെന്നില്ല. അതേതായിരുന്നു ഡേ, അതേതായിരുന്നു സമയം, അങ്ങനെയൊന്നും വേണമെന്നില്ല. പക്ഷെ സ്റ്റിൽ നിങ്ങളൊരു കാലഘട്ടത്തിലേക്ക് പോവുക. നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് പോയാലും പാസ്റ്റിലേക്ക് പോയാലും പ്രസൻറ്റിലേക്ക് പോയാലും എന്താലോചിക്കുമ്പോഴും ഒരു സ്ഥാനവും ഒരു സ്പേസും ഒരു ടൈമും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ട്. എന്നാൽ സയൻസ് ബേസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ പറയുന്നത്, സമയവും സ്ഥാനവും ബാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്താ പറയുക, റിയാലിറ്റിയെ ബെൻഡ് ചെയ്യാൻ പറ്റുന്നു. സമയവും സ്ഥാനവും ബാധിക്കാത്ത ഒരു അവയർനെസ്സിലേക്ക് ഒരാൾക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ അയാൾക്ക് അയാളുടെ യാഥാർത്ഥ്യത്തെ തന്നെ മറിച്ചിടാൻ പറ്റുന്നു. സമയവും സ്ഥാനവും ബാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഒരാളുടെ പ്രാർത്ഥന ദൈവത്തിലേക്ക് എത്തുന്നത്. ഒരാൾ ദൈവവുമായി കണക്റ്റഡ് ആവണത്, ഒരാൾ സ്പിരിച്വലി കണക്റ്റഡ് ആവണത് അവരുടെ സ്ഥലകാല ബോധത്തിൽ നിന്ന് അവർ മറയുമ്പോഴാണ്. സ്ഥലം ഉണ്ടാകുമ്പോൾ, കാലം ഉണ്ടാകുമ്പോൾ ഞാൻ ഇവിടെ എന്ന പോയിന്റിലാണ് നിൽക്കുന്നത്. എന്നാൽ സ്ഥലവും കാലവും ബാധിക്കാത്തവനാണ് പഠിച്ചവൻ. ആണോ? പഠിച്ചവനിക്ക് സ്ഥലം വേണോ? അപ്പം നമ്മൾ ചോദിക്കുക, സ്റ്റീവ് ജോബ്സ് ഉണ്ടാക്കിയതാണ് ഇത് വയ്ക്കുക മാക്ബുക്ക്. സ്റ്റീവ് ജോബ്സ് ഇതിൻ്റെ ഉള്ളിൽ ഓടാൻ നമ്മൾ ചോദിക്കുമോ? സ്റ്റീവ് ജോബ്സ് ഉണ്ടാക്കിയതാണ് ഈ മാക്ബുക്ക് എന്ന് വെക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കുകയാണത് ഇതിലെവിടെയായിരിക്കും സ്റ്റീവ് ജോബ്സിൻ്റെ സ്ഥലം ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ അതേപോലെ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതാണ്, പ്രപഞ്ചം വരുന്നോട് സ്ഥലം വരുന്നത്. അപ്പോൾ സ്ഥലം ആവശ്യമില്ലാത്തവൻ, അപ്പോൾ ഒരാളറിയാം പഠിച്ചോനെ എനിക്ക് അന്നെ കാണണം എന്ന് പറഞ്ഞാൽ സ്ഥലത്തുനിന്ന് കാണാൻ പറ്റുമോ? സ്ഥലത്തുനിന്നും ഫ്രീ ആവണ്ടേ? കാരണം സ്ഥലം ഇല്ലാത്തിടം, സ്പേസ് ഇല്ലാത്തിടം ഏടാണോ അവിടെയാണ് ആരുള്ളത്? പഠിച്ചോനുള്ളത്. അതിന് അവിടം എന്ന് പോലും പറയാൻ പറ്റില്ല. ഇടം എന്ന് പറയുമ്പോഴേക്ക് സ്ഥലം വന്നു. ആ വാക്കനെ തെറ്റാ. അതുകൊണ്ട് നമ്മളെ അന്തം കൊണ്ട് അത് കിട്ടൂല എന്ന് പറയാനുള്ള കാരണം നമ്മൾ ഇതിൻ്റെ അകത്തിരുന്നാണ്, ഈ സ്പേസിലിരുന്നാണ് പറയുന്നത്. അപ്പോൾ ബിയോണ്ട് ദ ടൈം ആൻഡ് സ്പേസ്, കാലത്തിനും സ്ഥാനത്തിനും അപ്പുറം ആണ് അവൻ എന്ന് പറയുന്നത്. അതാ പറയാം നിങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും അപ്പുറത്ത്. കാരണം ബുദ്ധിയും യുക്തി എപ്പോഴും സ്ഥലവും കാലവും വെച്ചല്ലേ പറയാം. ബുദ്ധിയും യുക്തി എപ്പോഴും എന്ത് വെച്ചാൽ പറയാം? എവിടുന്നു, എപ്പോഴ്, ഇതല്ലേ ചോദിക്കാം. എവിടെയേനു, എപ്പോഴേനു, ഇത് ചോദിക്കാണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയോ? ഇനി എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും എങ്ങനെയെന്ന് പറയുമ്പോഴും ഇങ്ങനെയെന്ന് പറയാൻ ഒരു സ്ഥലം റെഫറൻസ് കൊടുക്കണം, സമയം റെഫറൻസ് കൊടുക്കണം. ഇത് രണ്ടും ഇല്ലാണ്ട് നമുക്ക് ഒന്നും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഭൂമിയിൽ. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് ഓരോ സെക്കൻഡിലും ഈ സെക്കൻഡിൽ ഞാൻ ഇവിടെയാണ്, ഈ സെക്കൻഡിൽ ഞാൻ ഇത് കേൾക്കാണ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ സെക്കൻഡും ഓരോ സ്ഥലം വെച്ച കോർഡിനേറ്റ് വെച്ചിട്ടാണ് നിങ്ങളുടെ മൈൻഡ് എന്ത് ചെയ്യുന്നത്? ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് അവർ മുന്നേ പഠിച്ച സ്കൂളിലേക്കൊക്കെ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഗെറ്റ് ടുഗദറിനൊക്കെ പോകുമ്പോൾ മറ്റാളടിക്കും. ആര്? ടീച്ചറോ? നൊസ്റ്റു അടിക്കും. കാരണം എന്താ? നമ്മൾ അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ മൈൻഡ് കോർഡിനേറ്റ്സ് എടുക്കുക, ടൈം,
സ്പേസ്, ഇത് രണ്ടും കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ആ കാലത്തിലേക്ക്, ആ അവസ്ഥയിലേക്ക്, ആ സ്ഥലത്തേക്ക് വീണ്ടും തിരിച്ചെത്തുമ്പം മൈൻഡ് അവിടെ റീലീവ് ചെയ്യാൻ നോക്കുമ്പം പഴയ എന്തൊക്കെയോ സാധനം ഇങ്ങനെ കയറി വരും. അതുകൊണ്ടാണ് ഇപ്പം വളരെ കൂടുതലായിട്ട് ഈ റിലേഷൻഷിപ്പുകൾ, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പൊക്കെ ഗെറ്റ് ടുഗദറിലാണ് നടക്കുന്നത്. സത്യം എന്നോ? വേറെ ആൾക്കാരെ അനുഭവങ്ങൾ അല്ലേ? ഓക്കെ ഐ ഗോട്ട് ഇറ്റ്. അല്ല, ഞാൻ കാലം സത്യം എന്ന് പറഞ്ഞിട്ട് മൂപ്പർക്ക് ഒരു സത്യമല്ലേനു, ഇത് പറഞ്ഞപ്പോൾ സത്യം. അതാണ് സ്പെഷ്യൽ, അതിനൊരു ഭയങ്കര ഒരു ഇൻടോണേഷൻ കൊടുത്തപ്പോൾ എനിക്കൊരു, ഞാൻ പറഞ്ഞാണ്. താങ്ക് യു. ഒക്കെ വാലിഡേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. താങ്ക് യു. അപ്പോൾ ഏതായാലും എന്തുകൊണ്ടാണ് നടക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ സ്ഥലത്തേക്ക് പിറകെ നടക്കുമ്പോൾ ആ കാലത്തിലേക്ക് കൂടിയാണ് എന്ത് ചെയ്യണത്, പിറകെ നടക്കുന്നത്. ചില സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ ഇഷ്ടമില്ല, കാരണം ആ കാലഘട്ടത്തിലേക്ക് അത് കൊണ്ടുപോകും. അപ്പോൾ ഒരു ദുരനുഭവം ആ വീടായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവില്ല. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ആ കാലമാണ് നമ്മളെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ആ കാലത്തിൻ്റെ പിടുത്തത്തിൽ നമ്മൾ ഫ്രീ ആവുകയാണെങ്കിലോ നമുക്ക് എവിടേക്കും പോവാം. ക്ലിയർ ആയോ? അപ്പോൾ നിങ്ങളെ ഹീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ടൈം ലൈനിനെ കൂടി ഹീൽ ചെയ്യുന്നുണ്ട്, ആ ടൈം സ്പേസിനെ കൂടി ഹീൽ ചെയ്യുന്നുണ്ട്. എനിക്കൊന്നിന് ഈ മന്തിൽ GC മീറ്റപ്പ് വരുന്നുണ്ട്. GC മീറ്റപ്പിൽ അഡ്വാൻസ്ഡ് ഫോഗിനെസ് ആണ്, ആരും മിസ്സാക്കണ്ട. അതിൽ ഇതൊക്കെ പറയും, ഞാൻ ടൈമൊക്കെ പറയും. അഡ്വാൻസ് ലെവൽ ഫോഗിനെസ് പൊതുവേ ഞാൻ GCTPയിലാണ് പറയൽ. അപ്പോൾ GC-കാരുണ്ടെങ്കിൽ മിസ്സാക്കണ്ട, ഈ മീറ്റപ്പ് എന്തായാലും ജോയിൻ ചെയ്തു. അത് ഓർമ്മ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു കാര്യത്തെ നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ ആ കാലത്തും നമ്മൾ ഫ്രീ ആണ്. അതുകൊണ്ടാണ് ചില ഏരിയാസ്, നമ്മുടെ ലൈഫിലെ ചില ഏരിയാസ് നമുക്ക് ഓർക്കാനേ ഇഷ്ടമില്ല. ഓർക്കാൻ ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, സ്മരിക്കുക എന്ന് പറയുന്നതിൽ തന്നെ ടൈമുണ്ട്. സോറി, സ്മരിക്കുന്നതല്ല, ഓർക്കുന്നതിൽ. സ്മരിക്കുക എന്ന് പറയുന്നതിൽ ആക്ച്വലി ടൈമിനും സ്പേസിനും ഫ്രീ ആയിട്ട് നിന്ന മൊമെൻറ്റുകളാണ് നമുക്ക് സ്മരിക്കാൻ പറ്റുക. ആ മൊമെൻറ്റ് ഞാൻ എപ്പോഴും പറയാറ്, നിങ്ങൾക്ക് സ്മരിക്കാൻ തോന്നുന്ന മൊമെൻ്റ് ഉണ്ട്, അവിടെ നിങ്ങൾ മരിക്കാത്തവരാണ്. ഓർക്കാൻ തോന്നുന്ന മൊമെൻറ്റിൽ നിങ്ങൾ മരിച്ചവരാണ്. ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ അതിൽ ജീവിച്ചിട്ടില്ല. ജീവിച്ച കാര്യം നിങ്ങൾക്ക് ഓർത്ത് വെക്കണ്ട, നിങ്ങൾക്ക് സ്മരിക്കാൻ പറ്റും. ഓർക്കുക, സ്മരിക്കുക എന്ന് പറയുമ്പോൾ ഒരു വ്യത്യാസം മനസ്സിലാവുണ്ടോ? ഓർക്കുക, സ്മരിക്കുക, ഏതിനെ കുറച്ചുകൂടി സുഖം? വെറുതെ പറഞ്ഞു നോക്കിയേ, ഓർക്കുക, സ്മരിക്കുക. ഓർക്കുക എന്ന് പറയുമ്പോൾ കൂർക്കം, ഓർക്കം അല്ലേ? സ്മരിക്കുക എന്ന് പറയുമ്പം സ്മൈൽ, സ്മരണ. ഇസ്മായിലോ ഇന്നും അവനെ വെട്ടിയില്ല നിങ്ങൾ, പാവം. ഓക്കെ, അപ്പോൾ സ്മരിക്കുക എന്ന് പറയുമ്പോൾ ഒരു സുഖമുണ്ട് അല്ലേ? അത് പറയുമ്പോൾ തന്നെ ഒരു സുഖമുണ്ട്, ഒരു ഫീൽ ഉണ്ട്. അപ്പം സ്മരിക്കുക എന്ന് പറഞ്ഞതിൽ എവിടെയെങ്കിലും നെഗറ്റീവ് സാധനം കയറിയോ? അന്ന് എന്നെ ഒരു പറ്റിച്ചത്, ഞാനൊന്ന് സ്മരിക്കട്ടെ, വരൂല. അതേ സമയത്ത് നമ്മൾ മരിച്ച ചില മൊമെൻറ്റുകളുണ്ട്, അത് നമ്മൾ എനിക്കത് ഓർക്കണ്ട. ആരെയും പറയോ ആ അന്നത്തെ ദുരന്തത്തിലേക്ക് എൻ്റെ സ്മരണയെ നീ കൊണ്ടുപോകല്ലേ ചങ്ങാതി എന്നൊക്കെ ആരെങ്കിലും പറയോ? ഇല്ല. പിന്നെ അത് കാവ്യഭാഷയിലാവണം. അങ്ങനെയൊക്കെ ആണെങ്കിലും ഓക്കെ, കാവ്യഭാഷയിലായിട്ടുണ്ടെങ്കിൽ അത് ഹീലിങ്ങിലേക്ക് കയറിയിട്ടുണ്ടെന്നല്ല, അത് കുറച്ചുകൂടി സ്നേഹഭാഷയിൽ കൂടി എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അത് ഹീലിങ്ങിലാണ്. എല്ലാത്ത രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനെ ഓർമ്മിപ്പിക്കല്ലേ എന്നൊക്കെ പറയാം, ബിക്കോസ് വി ഡോണ്ട് ലൈക്ക് ടു ഗോ ദർ. അപ്പോൾ സ്മരണ, നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ സ്ഥലത്തിനും അതുപോലെ തന്നെ കാലത്തിനും അതിന് അപ്പുറത്തേക്ക് നമ്മൾ സഞ്ചരിച്ച നിമിഷങ്ങളാണ്. നമ്മൾ സ്നേഹത്തിലായിട്ടിരിക്കുന്ന സമയം, നിങ്ങൾ സ്നേഹം അനുഭവിക്കുന്ന, ആ സ്നേഹം പങ്കുവെക്കുന്ന നിമിഷത്തിൽ നിങ്ങൾ സ്ഥലത്തിനും കാലത്തിനും അപ്പുറത്താണ്. ബിക്കോസ് ഈ ടൈം, ഈ എന്താണ് റിലേറ്റിവിറ്റി തിയറി, ടൈം സ്പേസ് തിയറി ഒക്കെ ഫോർമുലേറ്റ് ചെയ്ത ആൾക്കാരല്ലോ. അപ്പോൾ ഓർക്കറിയാം എന്താണ് ടൈം സ്പേസ്. അപ്പോൾ ഇതിന് രണ്ടിനും അപ്പുറത്തേക്ക് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്, നമ്മളെ കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് ഡിവിനിറ്റി. ഞാൻ പറഞ്ഞ സ്ഥലവും കാലവും ഇല്ലാത്ത സ്ഥലത്താണ് എന്തുള്ളത്, പഠിച്ചോനുള്ളത്. അപ്പോൾ നമ്മളെ പഠിച്ചോൻ അവരിലേക്ക് അടുപ്പിക്കാൻ തന്നെ സ്ഥലകാല ബോധത്തും നമ്മൾ ഫ്രീ ആക്കും. സ്ഥലകാല ബോധത്തുനിന്നും നമ്മൾ ഫ്രീ ആക്കും. ഈ മലയാളത്തിലെ ആദ്യ കാവ്യം എന്ന് പറഞ്ഞൊരു കാവ്യമുണ്ട്, സ്കൂളൊക്കെ പഠിക്കാണ്ടിരും. ഈ കവിതയിലെ ഒരു മിസ്റ്റിക്കൽ മാസ്റ്ററിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോണേ. അപ്പോൾ അതിലൊരു മിസ്റ്റിക്കൽ, ഒരു സൂപ്പർ നാച്ചുറൽ കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഒരു പോയറ്റിക് ലെവലിൽ പറയാം. അപ്പോൾ അതിൽ ആ മാസ്റ്ററിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞത്, ഭൂമി ഒരു ഉണ്ട പോൽ എൻ കയ്യിൽ എന്നോ പറഞ്ഞു. മലയാളത്തിലെ പോയാണ്, +1 പഠിക്കാനുണ്ടായിരുന്നു. അറബി മലയാളത്തിൽ വെച്ചിട്ടില്ലേ. അപ്പോൾ ആ മാസ്റ്റർ പറയാറുണ്ട്, ഭൂമി ഒരു ഉണ്ട പോൽ എൻ കയ്യിൽ എന്നോ പറഞ്ഞു. ഉണ്ടാണ്, പിന്നെ ഭൂമി ഇങ്ങനെ കൈമേൽ ഒരു ഉണ്ടാക്കി ഇങ്ങനെ പിടിക്കല്ലേ. യുക്തി, ലോജിക്. ഭൂമി ഒരു ഉണ്ടായിട്ട് ഇങ്ങനെ, വേറെ ആരോ പറഞ്ഞു എനിക്കൊരു കമ്പും സാധനം തരാം, ഞാൻ ഭൂമി ഏറ്റവും മറിച്ചിടാന്ന്. സയൻറ്റിസ്റ്റൊക്കെ പറയാം, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എന്നാ ഒരു കമ്പെടുത്ത ഇത് കൊണ്ട് ഇങ്ങോട്ട് മറിച്ചിട്ടോളി. ദർ ഇസ് എ പോസിബിലിറ്റി. സയൻസിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി വരുന്നുണ്ട്. ഏതൊരു ഡയമെൻഷനിൽ വർക്ക് ചെയ്ത് നമുക്ക് ഭൂമിനെ തന്നെ മറിച്ചിടാൻ പറ്റും, ലെവറേജും മറ്റുള്ള സാധനങ്ങൾ വെച്ച്. അത് അവരുടെ തിയറി. എന്നാൽ മിസ്റ്റിസിസത്തിൽ പറയുന്നത് ഭൂമി ഒരു ഉണ്ട പോലെ എൻ്റെ കയ്യിലത്തെ ഭൂമി ഇങ്ങനെ കൊണ്ട് കയ്യിൽ പിടിച്ചൊന്നുമല്ല,
ദർ ഈസ് എ മെസ്സേജ് ഇൻ ദാറ്റ്. ആ മെസ്സേജ് എന്താണ്? ഭൂമിയുടെ സമയത്തിനും സ്ഥാനത്തിനും അപ്പുറത്തേക്ക് ഞാൻ എക്സ്പാൻഡ് ചെയ്തു. മറ്റേ സ്റ്റീവ് ജോബ്സിന്റെ കഥ പറഞ്ഞ പോലെ ആപ്പിൾ, ഇപ്പോൾ സ്റ്റീവ് ജോബ്സ് പറയണത് ആപ്പിൾ ഫോൺ അല്ലേ ഒരു ചതുരം പോൽ എൻ കയ്യിൽ എന്നോവർ എന്ന് സ്റ്റീവ് ജോബ്സ് പറഞ്ഞാൽ സ്റ്റീവ് ജോബ്സിന്റെ ബോധത്തിൽ നമുക്കൊക്കെ ഓക്കെ എന്താ ഇത് ഓക്കെയാണ്. എന്നാൽ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ചില കൃമികീടങ്ങളാക്കുന്ന ഇതിലുള്ള ചില യൂട്യൂബിലെ കുറച്ച് വിഷ്വലൊക്കെ ആയിട്ട് കിടക്കുന്ന ആൾക്കാർ പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരു ചതുരശ്ര സാധനമായിട്ട് പിടിക്കുന്നത് എന്താ എന്ന് ചിന്തിക്കാം. ഇതുപോലെ ഭൂമി ഒരു ഉണ്ട പോലെ പറഞ്ഞാൽ ഭൂമിയുടെ ഒരു നിയമവും സമയവും സ്ഥാനവും ഒന്നും എന്നെ ബാധിക്കുന്നില്ല. ഐ ആം ഫ്രീ ഫ്രം ദാറ്റ്. ഞാൻ അതിൽ നിന്നും ഫ്രീ ആയിട്ടിരിക്കുന്നു. അതെങ്ങനെ ഫ്രീ ആണത്? സമയത്തിൽ നിന്നും സ്ഥാനത്തിൽ നിന്നും ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഏത് ടൈമിലാണ് വർക്ക് ചെയ്യണത്? ഞാൻ ഡിവൈൻ ടൈമിങ്ങിലാണ്. ഡിവൈൻ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ കാലം ബാധിക്കാത്ത സമയം, കാലം ബാധിക്കാത്ത കാലം. അപ്പോൾ സമയത്തിൻ്റെ വിഷയത്തിൽ പിന്നെ ഒരു സംഭവമില്ല. അങ്ങനെയുള്ള ആൾക്കാർ ഈ സ്പിരിച്വൽ ഇതിലൊക്കെ നമ്മൾ പറയാറുണ്ട്, വണ്ണസ് തിയറിയിലൊക്കെ പറയാറുണ്ട് മരണത്തിന് മുന്നേ മരിക്കുക. ദാറ്റ് മീൻസ് മരിക്കുന്നതോട് കൂടിയിട്ടല്ലേ സമയത്തുനിന്നും സ്ഥാനത്തുനിന്നും നമ്മൾ ഫ്രീ ആവാം. മരിച്ചു കഴിഞ്ഞാൽ സമയം നമ്മളെ ബാധിക്കുമോ? മരിച്ച് കഴിഞ്ഞിട്ട് എനിക്കറിയില്ല അവിടെ എന്താ നടന്നതെന്ന് തോന്നുന്നു. മരിച്ചു കഴിഞ്ഞിട്ട് ഇൻ കേസ് അറിയണ രീതി നമുക്ക് ആലോചിച്ച് നോക്കാം. ഇത് പറയുമ്പോൾ മരിക്കാൻ വേണ്ടിയില്ലല്ലോ, നമ്മളിപ്പോൾ മരിക്കാൻ തയ്യാറാവല്ലേ ഈ തിയറി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് പഠിച്ചോനെ മരിക്കേ അങ്ങനെയല്ല, ഫ്രീ അല്ലേ. ദാറ്റ് മീൻസ് തിയറി മനസ്സിലാക്കാൻ തിയററ്റിക്കലി യു ആർ ഫ്രീ. അപ്പോൾ നമ്മളിങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പം നമ്മുടെ സോൾ ഇങ്ങനെ പുറത്തേക്ക് പോകാമെന്ന് പറയണേ. അതോടുകൂടി ഇതിൻ്റെ വാലിഡിറ്റി തീർന്നു. അപ്പോൾ ഇവരെന്തായി ഇനി ടൈമും ഒന്നും ബാധിക്കില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ടൈമിൽ നിന്നും ഫ്രീ ആക്കിയപ്പോൾ ഇവർ ഈ ശരീരമൊക്കെ പറയുകയാണത് ഞാൻ എന്തിനാണോ വന്ന് അതിലേക്ക് എന്നെ തിരിച്ചയക്കണേ. അപ്പോൾ മണ്ണാണ്, അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. സ്ഥലം, ഇപ്പോൾ നമുക്ക് സ്ഥലമൊക്കെ വേണേനും ഇവിടുന്ന് നമ്മൾ സ്ഥലം എടുത്തേ, ഭൂമിയിൽ നിന്നാണ് സ്ഥലം എടുത്തത്. ആ ഭൂമിക്ക് നമ്മളെ കൊടുത്തു. നിങ്ങളടുത്ത് കടം വാങ്ങിയ സാധനമൊക്കെ തന്നിട്ട് നിങ്ങളുടെ സ്ഥലമൊക്കെ എടുത്തിട്ട് തന്നെ അങ്ങോട്ട് എടുത്തോളൂ എന്ന് കൊടുത്തു. ആ കടം നമ്മൾ വീട്ടിൽ കൊടുത്തു. ഇത് വീട്ടുന്നതോട് കൂടിയിട്ട് നമ്മുടെ സോള് മാത്രം ബാക്കിയാവുന്നുള്ളൂ. ഇനി ഈ സോളിനോട് പോയിട്ട് ബാസിൽ വയ്ക്കാണ് എല്ലാ ജസീനൻ്റെ സോളെ എനിക്കിപ്പോൾ എത്ര വയസ്സായി? അപ്പോൾ ജസീന എങ്ങനെ പറയും? മരിച്ച കണക്ക് വെച്ചിട്ട് എനിക്ക് ഇന്ന് രണ്ടാണ്, അതായത് എൻ്റെ രണ്ടാമത്തെ ദിവസമാണ്, എനിക്ക് 2 വയസ്സായി, അല്ല 2 ദിവസമായി. ഇത് നിങ്ങൾ ചർച്ച ചെയ്ത് വെറുതെ പറയരുത്. ഈ മൊയിൽ ചത്തേക്ക് ഞാൻ വിശ്വസിക്കൂല. യൂണിവേഴ്സിറ്റി മാറിയോ? അങ്ങനെ റൂമിനേറ്റ് നല്ല പവറുണ്ട്. ഞാൻ ഇന്നലെ റൂമിനേറ്റ് കഴിഞ്ഞ് വിടുമ്പോൾ എല്ലാവരും പറയും കുറേ മൊയിലേജ് ആണ് കാണുന്നത്. അപ്പോൾ എനിക്ക് തന്നെ കണ്ടുകൊണ്ടിരിക്കണം തോന്നുന്നുണ്ട്. എനിവേ വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ നമ്മളങ്ങനെ ചോദിക്കുമ്പം എത്ര വയസ്സായി എന്ന് ചോദിച്ചാൽ ഭൂമിയെ അനുഭവിച്ച് സ്ഥലകാല ബോധത്തിൽ നിന്നിട്ട് അതൊന്നും ഫ്രീ ആയിട്ട് എനിക്ക് 2 ദിവസം 3 ദിവസം 1 വർഷം 2 ആണ്ട് 3 ആണ്ട് 4 ആണ്ട് അങ്ങനെ പറയാം. എന്നാൽ സ്ഥലകാല ബോധം പ്രവേശിക്കുന്ന ബാധിക്കുന്ന ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് മുന്നേ വെച്ച് നോക്കിയാലോ എത്ര വയസ്സ് നമ്മൾ പറയാം? അപ്പം നിങ്ങളുടെ ശരീരത്തിൻ്റെ വയസ്സ് മാത്രമേ നമുക്ക് വയസ്സായിട്ട് കാലം വെച്ചിട്ട് പറയാൻ പറ്റുള്ളൂ, റൈറ്റ്? ആത്മാവിൻ്റെ വയസ്സ് പറയാൻ പറ്റുമോ? അതിൽ തന്നെയുണ്ട് സ്ഥലകാലം ബാധിക്കാത്ത ഒന്ന് നിങ്ങളിലുണ്ട്. അതിലൂടെ മാത്രമേ സ്ഥലകാലം ബാധിക്കാത്ത തമ്പുരാനെ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ. ആ അറിയലിൻ്റെ വഴിയാണ് ആത്മീയം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒന്നുകിൽ മരിക്കണം, അല്ലെങ്കിൽ സ്മരണയിലാകണം, സ്നേഹത്തിലാകണം. മരിക്കാതെ എന്ന് പറഞ്ഞാൽ സ്ഥലകാലം ബാധിക്കാത്ത അവസ്ഥയാണ് മരണമെങ്കിൽ ഈ ജീവിച്ചിരിക്കെ തന്നെ സ്ഥലവും കാലവും ബാധിക്കാത്ത അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന മരുന്നാകുന്നു സ്നേഹം. അപ്പൊ സ്നേഹത്തിലായിട്ടിരിക്കുമ്പം സമയം പോണത് അറിയണില്ല. സമയത്തെ പറ്റി നമ്മൾ ബോധവാനായിരുന്നില്ല എന്നുള്ള വിഷയം നമ്മൾ അറിഞ്ഞില്ലല്ലേ. കാരണം നിങ്ങൾ സമയത്തിൽ കോൺഷ്യസ് ആയിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ വേറെ ഉണ്ട്, ഇത് പോണില്ലാലോ സമയം. നിങ്ങൾ സമയത്തിൽ കോൺഷ്യസ് ആണ്. നിങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ച നിമിഷങ്ങളൊക്കെ പെട്ടെന്ന് കടന്നു പോയ പോലെ തോന്നും. കാരണം ആ സമയത്തിൽ നിങ്ങൾ ഫ്രീ ആയപ്പോഴാണ് നിങ്ങൾക്ക് അത് അത്രമാത്രം ജീവിച്ച സ്മരണയായിട്ടുള്ള അനുഭവങ്ങളായിട്ട് മാറിയത്. എന്നാൽ ഇതൊന്നും തീർന്നീനെങ്കിൽ സ്കൂളൊക്കെ ഇങ്ങനെ ഇരിക്കില്ല, നമ്മൾ 4 മണിക്കാ വിടാം, 3:50 പിന്നെ അത് നീങ്ങൂല. ഇങ്ങനെ ബാഗൊക്കെ ഇങ്ങനെ സെറ്റാക്കിയിട്ട് ഇരിക്കായിരിക്കും, ഒക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കായിരിക്കും. എന്തൊക്കെയോ പറയണ എന്നറിയ ഇങ്ങനെ ഇരിക്കായിരിക്കും, ഒക്കെ സെറ്റാക്കി ഇരിക്കായിരിക്കും. പക്ഷെ ഇതങ്ങോട്ട് നീങ്ങൂല. ആ അവസാനത്തെ സമയത്തിന് ബർക്കത്തുണ്ടെന്ന് കുറെ ആൾക്കാർ മനസ്സിലാക്കിയ സ്കൂളത്തെ ലാസ്റ്റ് 10 മിനിറ്റിലാണ്, അങ്ങോട്ട് തീരൂല അല്ലേ? അനുഭവിച്ചില്ലേ? അപ്പൊ അതുപോലെ കാര്യത്തിൽ നമ്മൾ വളരെ ടൈം കോൺഷ്യസ് ആണ്. അപ്പൊ അതങ്ങ് നീങ്ങാത്ത പോലെ നമുക്ക് തോന്നും. എന്നാൽ നമ്മൾ ടൈം കോൺഷ്യസ് അല്ലാത്ത സമയം ഏതാ ചോദിച്ചാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിമിഷത്തിൽ നമ്മൾ സമയം പോലും നോക്കൂല.
അങ്ങനത്തെ നിമിഷങ്ങളിൽ സമയം നമ്മളെ ബാധിക്കാത്തത് കൊണ്ട്, കാലം ബാധിക്കാത്തത് കൊണ്ട് ചിലപ്പം 1 മണി ആയാലും ഭക്ഷണം കഴിക്കാനുള്ള വിശപ്പ് അറിയൂല. ചിലപ്പോൾ 12 മണി ആയാലും ഉറങ്ങാനുള്ള ഉറക്കം അറിയൂല. കാരണം എന്താ? നിങ്ങൾ സ്നേഹത്തിൻ്റെ നിമിഷത്തിലിരിക്കുമ്പോൾ സ്ഥലത്തിനും കാലത്തിനും അപ്പുറത്താകുന്നത് കൊണ്ട് ഞാൻ കുറേ നേരമായാലും ഇങ്ങനെ ഇരിക്കണ്, എൻ്റെ കാല് നീട്ടണ്ടേ എന്നുള്ള കാര്യം നമ്മൾ മറന്നു, ഒന്ന് അനങ്ങണ്ടേ എന്നുള്ള കാര്യം നമ്മൾ മറന്നു. പ്രാർത്ഥന, ആരാധന സ്ഥലകാലത്തിനപ്പുറത്ത് സംഭവിക്കുമ്പോഴല്ലേ കുത്തിക്കേറിയ അമ്പ് വലിച്ചെടുത്താലും അറിയാത്ത അവസ്ഥ. എത്ര പ്രശ്നങ്ങൾ, നമ്മളെ റിയാലിറ്റി ബാധിക്കുന്ന കുറേ പ്രശ്നങ്ങൾ, അത് സമയത്തിലും സ്ഥാനത്തിലാണ് നിൽക്കണേ, റൈറ്റ്? ആ ബോധത്തിൽ അതുള്ളത്. നമ്മൾ ശരിക്കും അറിഞ്ഞില്ല സ്നേഹാനുഭവമാകുന്ന പ്രാർത്ഥനയിലേക്ക് കയറുമ്പോൾ അതിക്രുല്ല എന്ന് പറഞ്ഞ സ്മരണയാകുന്ന അവസ്ഥയിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളൊക്കെ മറന്ന് കുറച്ച് നേരത്തേക്ക് അതൊന്നും നമ്മൾ അറിയുന്നില്ല. അതൊന്നും നമ്മളെ ബാധിക്കാത്തൊരു ലെവലിലേക്ക് നമ്മൾ പോകുന്നു, സ്ഥലകാലത്തിനപ്പുറത്തേക്ക്. അപ്പോഴാണ് നമ്മൾ ദൈവത്തെ അറിയുന്ന നിമിഷം. അപ്പോൾ എങ്ങനെയാ ഈ ഭൂമിയിൽ ഇരുന്നിട്ട് അറിയാൻ പറ്റുക ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, സ്നേഹത്തിലാകുന്ന സമയത്ത് നിങ്ങൾക്ക് കാലത്ത് എന്ത് ചെയ്യാൻ പറ്റും? സ്വാധീനിക്കാൻ വേണ്ടി പറ്റുന്നില്ലാണ്. ഇപ്പം എൻ്റെ മുന്നിൽ നോക്കട്ടെ എത്ര ആൾ പോയിന്ന്, കുറച്ച് ആൾക്കാർ പോയിക്കണം. എൻ്റെ മുന്നിൽ അഡ്മിനും ഞാനും കൂടാണ്ട് നോക്കിയാൽ 300 കൂടിയല്ലോ, ഇതെന്തത് പറയുമ്പോൾ അഡ്മിനും ഞാനും അല്ലാണ്ട് ഓൺലൈനിൽ 338 ആളും, ഇവിടെ എത്രയൊക്കെയോ ആൾക്കാരും, എല്ലാം കൂടി ഒരു 400 റൗണ്ട് ആക്കുന്നുണ്ട്, അങ്ങോട്ടില്ല അങ്ങോട്ടില്ല. അപ്പോൾ എൻ്റെ മുന്നിൽ 400 ആൾക്കാർ ഇത്രയും സമയം ഇരിക്കുന്നു എന്ന് പറയുമ്പം എനിക്ക് അനുവദിക്കപ്പെട്ട ഇന്നത്തെ രാവിലെ എന്ന് പറഞ്ഞാൽ, എനിക്ക് മാത്രം അനുവദിക്കപ്പെട്ട എൻ്റെ രാവിലെ എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണി മുതൽ അതുപോലെ തന്നെ ഇന്നത്തെ 1 മണി വരെയുള്ള ഒരു 6 മണിക്കൂറോ 5 മണിക്കൂറോ എടുക്കുക. എത്ര ഉണ്ടാവും? 7 മണിക്കൂറാ? 1 മണി വരെ 7 മണിക്കൂർ. ശരി. അപ്പോൾ എൻ്റെ 7 മണിക്കൂർ ഞാൻ ആക്ച്വലി സുഖമായിട്ട് കിടന്നുറങ്ങാൻ ഉപയോഗിക്കുകയാണെങ്കിൽ സൺഡേ, ഇന്നലത്തെ റൂമിനായിട്ടൊക്കെ ഇനി വീട്ടിൽ പോയി ഓൾറെഡി കുറേ സമയമായി, ഭക്ഷണമൊക്കെ കഴിച്ചെത്തുമ്പോഴേക്ക് 2 മണിയൊക്കെ ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ സമയം ഞാൻ ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി വെക്കുകയാണെങ്കിൽ എൻ്റെ സമയം ഞാൻ മാത്രമായിട്ട് 7 മണിക്കൂർ ഉറങ്ങാൻ ഉപയോഗിക്കുന്നു. അതേ സമയത്ത് എന്നിലെ സ്നേഹം ഉണർന്നപ്പോൾ സമയവും ക്ഷീണം ഒന്നും ബാധിക്കാത്ത എന്നെ ഒരു ആവേശത്തിൽ ഞാൻ ജീവിക്കുകയാണ് ഇവിടെ. നിങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല, അതിനാണ് ഈ പറയാം കൊല്ലാന്ന്, കൊന്ന് കത്തിയൊക്കെ ആയിട്ടില്ല, നിങ്ങൾ കത്തി വെച്ച് കൊന്ന്. പക്ഷെ കത്തി വെക്കുന്നവർ ജീവിക്കായിരിക്കും, നിങ്ങളെന്താക്കാന്ന് എനിക്കറിയില്ല. ഏതായാലും ഇങ്ങനെ ഞാനിവിടെ വന്നിട്ട് ഈ സമയം ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 400ഓളം ആളുകളുടെ 7 മണിക്കൂറിലേക്ക് ഞാൻ എന്തോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് 400 ആൾക്കാർ അവരുടെ 7 മണിക്കൂർ, ആ കാലം 7x400 കൂട്ടിയിട്ട് പറഞ്ഞാൽ മതി, ഇപ്പം നോക്കണ്ട. അപ്പോൾ ആ അത്രയും സമയത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇത്രയും ആൾക്കാരുടെ കാലം എനിക്ക് തന്നിരിക്കാം. അപ്പോൾ ഞാൻ ചിന്തിക്കും, ഉറങ്ങണോ ഉണരണോ, ഉറങ്ങണോ ജീവിക്കണോ, ഓർക്കാൻ വേണ്ടി കൂർക്കം വലിച്ച് ഉറങ്ങണോ, അല്ലേ, ജീവിക്കാൻ വേണ്ടി സ്മരണയ്ക്ക് വേണ്ടി ഉണരണോ? താനെ അങ്ങോട്ട് എണീറ്റ് പോരൂലേ? ഇതല്ല ഉള്ളുനിന്നും വരാന്ന് പറഞ്ഞത്, ഉള്ളുനിന്നും താനേ വരാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ നമ്മൾ കാലത്തെ അതിജയിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഒരുപാട് ആളുകളുടെ സമയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയത്തിൽ ഇടപെടുമ്പോൾ ആളുകൾക്ക് സമയം ലാഭിക്കാനുള്ള രീതിയിൽ അത് കൊടുക്കണം. ഇന്ന് നിങ്ങൾ 7 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്ത് നോക്കാം. ഈ 7 മണിക്കൂർ സ്പെൻഡ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് 7000 മണിക്കൂർ സേവ് ചെയ്യാനുള്ള എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് ആലോചിക്കാം. ഇന്നത്തെ 7 മണിക്കൂറല്ല, ഇന്ന് എത്രയാണോ എനിക്കറിയില്ല, ഇന്നിരിക്കുന്ന സമയത്തിൻ്റെ മെജോറിറ്റിയും നമ്മൾ സമയം തന്നെ ചർച്ചാ വിഷയമാക്കിയതുകൊണ്ട് എത്രയോ സമയം ലാഭിക്കാനുള്ള, എത്രയോ സമയത്തെ റിയാലിറ്റിയെ ബെൻഡ് ചെയ്യാനുള്ളത് നമ്മൾ എടുക്കുന്നത്. ഇന്നലത്തെ റൂമിനായിട്ട് നമ്മൾ പ്രോഫറ്റിക് ലെവലിലാണ് ഡിസ്കസ് ചെയ്ത്, ആ ഇരുന്ന നിമിഷം മുഴുവനും സ്മരിക്കാനുള്ളതാണ്. ആ നിമിഷത്തിലൂടെ നമ്മൾ എത്രയോ പിറകോട്ട് സഞ്ചരിച്ചിട്ട് ആ പിറകെയുള്ള കാലത്തിലൊക്കെ റീഫ്രെയിമിങ് ചെയ്ത് വരാണ്. ചെറിയ പണിയല്ല. കാലത്തിൻ്റെ പുസ്തകം നമ്മൾ തുറക്കാണ്, ആ കണക്ക് പുസ്തകം തുറന്നിട്ട് അതിലുള്ള കണക്കുകളൊക്കെ നമ്മൾ തീർക്കാണ്. സ്നേഹം കൊണ്ട് തീർപ്പ് കൽപ്പിക്കുകയാണ്, സ്നേഹം കൊണ്ട് വിധി കൽപ്പിക്കുകയാണ്. അങ്ങനെ പാസ്റ്റിൽ പോയിട്ട് കാലത്തിന് നമ്മൾ സ്നേഹം കൊണ്ട് തീർപ്പ് കൽപ്പിച്ചാൽ കാലത്തിന് നമ്മളോട് സ്നേഹമായിരിക്കും. ഒരാൾക്ക് കൊടുത്തത്, ഒരാൾക്ക് ക്ഷമിച്ചു കൊടുത്തതുകൊണ്ട്, ഒരാൾക്ക് വിട്ടുകൊടുത്തതുകൊണ്ട് ഒന്നും നഷ്ടമാവില്ല. ഒരാൾക്ക് നമ്മൾ വിടുതൽ നൽകുമ്പോൾ, ഒരാൾക്ക് നമ്മൾ ക്ഷമ നൽകുമ്പോൾ, ഒരാൾക്ക് നമ്മൾ ഫോർഗിവ്നെസ് നൽകുമ്പം കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ അത് എഴുതി വെച്ചത് വളരെ മോശമാകുന്നത് കാലം ഇഷ്ടപ്പെടുന്നില്ല. കാലം നല്ലത് സാക്ഷിയാവാനല്ല ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടല്ലേ കാലങ്ങൾക്ക് വസന്തകാലം, കാരണം വസന്തം സാക്ഷിയാകുന്ന കാലമാണ് വസന്തകാലം.
എന്ന് പറയുന്നത്. ഇതുപോലെ ഓരോ കാലത്തും അപ്പോൾ കാലം സാക്ഷിയാകാൻ, നല്ലത് സാക്ഷിയാകാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെയോ മോശമായ രീതിയിൽ ടൈം ഫ്രെയിമിൽ നമ്മുടെ ഉള്ളിൽ ടൈം ലൈനിൽ കിടക്കണമെങ്കിൽ ആ കാലം അതിന് സാക്ഷിയായിട്ട് ഇങ്ങനെ കിടക്കാം. നിങ്ങൾ കാലത്തിൻ്റെ വേദന കേൾക്കണം. അതിനെ ഫ്രീ ആക്കി വിടുമ്പോൾ ആ കാലത്തെ ഈ അതിലുമായി ബന്ധപ്പെട്ട കുറേ ആൾക്കാരെ നിങ്ങൾ ഫ്രീ ആക്കുമ്പം കാലത്തിനോട് നിങ്ങൾ നീതി കാണിച്ചതുകൊണ്ട് കാലത്തിൻ്റെ കാവ്യനീതി നിങ്ങളിൽ പുലരും. എന്താണ് കാലത്തിൻ്റെ കാവ്യനീതി? നമ്മൾ കേൾക്കാറില്ലേ, വിട്ടുകൊടുത്താൽ, ക്ഷമിച്ചാൽ കാലം നമ്മളോട് നീതി പുലർത്തും. കാലം നമുക്കായിട്ട് കാത്തുവെച്ച പല സമ്മാനങ്ങളും നമുക്ക് അർഹിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മളിലേക്ക് കൊണ്ടുതരും. അപ്പോൾ അത് ടൈം സേവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നലെ ഇരിക്കുന്നത് ഇന്നിരിക്കുന്നതൊക്കെ ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ? ഇതൊക്കെ മനസ്സിലാക്കണം. അതാണ് കാലം സാക്ഷിയാണ്, കാലം സാക്ഷിയാണ്, കാലം സാക്ഷിയാണ്. നമ്മൾ മറന്നാലും പടച്ചോൻ മറക്കൂല എന്ന് പറയുമ്പോൾ പടച്ചോൻ ഇതിങ്ങനെ ഓർത്ത് ബുക്കിൽ ഇങ്ങനെ വെക്കൊന്നല്ല, ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ എഴുതി വെക്കൊന്നല്ല, കാലത്താക്കി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ പുസ്തകം തുറന്നാൽ അതിലൊക്കെ ഉണ്ട്. ആ പുസ്തകത്തിൽ ആ മാറ്റങ്ങൾ വരുത്തുന്നത്. നിങ്ങളോടൊപ്പം 2 ഏഞ്ചലുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഓരോ നിമിഷത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഓരിങ്ങനെ മത്സരിച്ചിരിക്കുക. അപ്പം ഇതാണ് നല്ലതാണോ ചിന്തിച്ചേ? എന്താ ചിന്തിച്ചത്? സ്നാക്സ് അപ്പം വരും. ഇതിപ്പോൾ ഏതിലേതു? വിശന്നിട്ടല്ലേ, നല്ലതാ, ശരീരത്തിന് എന്തോ കൊടുക്കാൻ, ഗുഡ്, മനസ്സിലായല്ലേ? അതെന്ത് ഇപ്പുറത്തിരുന്നിട്ട് ഇതാപ്പോൾ സ്നാക്ക്, ഇതെന്ത് സാധനമാണ്, ഭക്ഷണത്തെ ചീത്ത വിളിച്ചിരിക്കുന്നു, ഇതിലേതാ? അല്ല, വിശന്നിട്ട് പറഞ്ഞു പോയതായിരിക്കും. നോക്കട്ടെ, രണ്ടാളും സംഘട്ടനത്തില്ല. അപ്പോൾ ഉറങ്ങാൻ നേരത്ത് രണ്ടാളിങ്ങനെയൊക്കെ എന്താപ്പോൾ തീരുമാനമാക്കുക, എന്താവും? പഠിച്ചോനെ, ആ വിശന്ന സമയത്ത് ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ലാത്ത ആ ഒരു ചെറിയ കഷ്ണം എനിക്ക് തന്നപ്പോൾ എനിക്ക് വിഷമമായിപ്പോയി, ഞാൻ അതിന് സോറി ചോദിക്കാട്ടോ. അപ്പോൾ ഇപ്പുറത്തുള്ള ആൾ കാലം സമാധാനം, ക്ലിയറൻസ് എടുത്തിട്ട് ഒരു റിവാർഡ് എക്സ്ട്രാ കൊടുക്കട്ടെ, അടുത്ത ക്ലാസ്സിന് പോകുമ്പോൾ 2 പൊരിച്ചുപത്തിരി തന്നെ ഇട്ടിട്ട്. അപ്പോഴായിരിക്കും അടുത്തിരിക്കുന്ന ആൾ അടുത്ത ക്ലാസ്സിന് പോകുമ്പോൾ എന്തേ ജെസ്സി, അല്ല എനിക്കിത് വേണോ, ആയിക്കോട്ടെ. അപ്പോൾ ജെസ്സി വരും, ഞാൻ കഴിഞ്ഞ ആഴ്ച എനിക്ക് ചെറിയ സ്നാക്സ് കിട്ടിയപ്പോൾ അതിന് രാത്രി ഫോർഗീനസ് കൊടുത്ത് ഫ്രീ ആക്കിയപ്പോൾ അടുത്ത ആഴ്ച എനിക്ക് ഒരു എക്സ്ട്രാ പൊരിച്ചപത്തിരി തന്നെ കിട്ടി. ഇങ്ങനെ കാലത്തിൻ്റെ കാവ്യനീതി അല്ലേ? അപ്പം പലരും പറയാറുണ്ട്, ഞാൻ കർമ്മത്തിൽ വിശ്വസിക്കുന്നു. കർമ്മത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സൽക്കർമ്മത്തിൽ വിശ്വസിക്കുന്നു, സൽക്കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു, കാര്യങ്ങൾ നല്ല രീതിയിൽ നല്ല ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്നു. അതിന് റിസൾട്ട് വരുന്നത് നമ്മളെന്ത് നോക്കുന്നില്ല. ആളുകൾ നമ്മൾ ഉപദ്രവിക്കാം, നമുക്ക് ദുരനുഭവങ്ങൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ അനുഭവങ്ങളൊക്കെ നമ്മളൊരു ദുരനുഭവമായി തന്നെ കാലത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാലത്തിൻ്റെ അതിൻ്റെ കാവ്യനീതി നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ഈ ദുനിയാവും തന്നെ പഠിച്ചോ നിങ്ങൾക്ക് തരണമെന്ന് ഉദ്ദേശിച്ച സാധനമോ ഇങ്ങോട്ട് തരാൻ പറ്റാണ്ട് അവിടുന്ന് തരേണ്ടി വന്നു. എന്തുകൊണ്ടാ? ഇവിടുന്നും സ്വീകരിക്കാൻ നിങ്ങൾ കാലത്തിനോട് നീതി പുലർത്തുന്നില്ല. ഇവിടുന്ന് തന്നെ തരാൻ ഉദ്ദേശിച്ചതായിരുന്നു, പക്ഷെ അത് റിസീവ് ചെയ്യണതിൽ ബ്ലോക്ക് ചെയ്യുന്ന കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ആരോടോ ചെയ്ത ദുഷ്പ്രവൃത്തി, ആരോടോ കാണിച്ച്, അല്ലെ ആരോ മനസ്സിലൊരു വേദന ഉണ്ടാക്കി എന്തോ ഒരു സാധനം, അതിന് വിടുതൽ നൽകാതെ അവിടെ കെട്ടിക്കിടക്കാം. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് കൊറിയർ അയച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആ കാലം വന്നിട്ട് ബ്ലോക്ക് ചെയ്യും. നോ, ഇതിനല്ലേ കർമ്മ എന്ന് പറയുന്നത്. അതേ സമയത്ത് നമ്മൾ ഏതോ ഒരു കാര്യം ഒരാൾക്ക് വിട്ടുകൊടുത്തു, ഫ്രീ ആക്കി, ഇവിടെ ക്ലിയറൻസ് ചെയ്തപ്പോൾ ആ കാലം ഫ്രീ ആയി, ആ കാലം സന്തോഷത്തിലെ, ആ കാലബോധത്തിൽ നീ ഒരു നന്മ അവിടെ ചേർക്കപ്പെട്ടു. അപ്പോഴാണ് ഇപ്പുറത്ത് എനിക്കൊരു പരീക്ഷണം വരാണ്, ഒരു ബുദ്ധിമുട്ട് വരാണ്. ആ ബുദ്ധിമുട്ട് മറ്റൊരാളിലൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് കാലം സാക്ഷിയായിരിക്കെ നീ അന്ന് അങ്ങനെ ഒരു നന്മ ചെയ്തിട്ടില്ലേ, അത് ഞാനിത് ഇങ്ങോട്ട് കൊണ്ടുവെക്കാം, ടൈം അങ്ങോട്ട് റിയാലിറ്റിയെ മാറ്റിക്കളയും, ബെൻഡിങ് ദ റിയാലിറ്റി. ഇതൊക്കെ പഠിച്ചവൻ ഓരോരുത്തർ അസൈൻ ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെ അല്ലേ? ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും ഓരോരുത്തർക്ക് അസൈൻമെൻറ്റ് ചെയ്തിട്ടേ പഠിച്ചവൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ കാലം ഒരു അസൈൻമെൻറ്റ് ഏറ്റെടുത്തിക്കണം ഇല്ലേ? അത് നമ്മളറിയില്ല, അതിൻ്റെ ടൈം ആകുമ്പോൾ അതൊക്കെ കിട്ടുമെന്ന്. അതിൻ്റെ ടൈം ആകുമ്പോൾ, അപ്പോൾ അതിൻ്റെ ടൈം ആവാന്ന് പറഞ്ഞാൽ കുറേ കഴിഞ്ഞിട്ട് ഏതോ ദിവസം എന്നുള്ളല്ല, ടൈമിന് എപ്പോഴും ആകാം. അതിൻ്റെ സമയമാകാൻ, സമയത്തിന് അങ്ങനെയാകാൻ നമ്മൾ സമയത്തിന് അനുവദിക്കുമ്പോഴാണ് അതാവാം. നമ്മളെന്താ പറയുക, സമയമാകുമ്പോൾ ഒക്കെ നടക്കും. സമയമാകുമ്പോൾ ഒക്കെ നടക്കും എന്ന് പറയുമ്പോൾ ചില ആൾക്കാരുടെ ഉള്ളിൽ എന്താ തോട്ട്, അതൊന്നും നടക്കണ്ട, ഏതോ കാലത്ത് നടക്കുകയായിരിക്കും. അങ്ങനെയല്ല, സമയം ആവാൻ നമ്മൾ അനുവദിക്കലാണ്. അപ്പോൾ ചിലപ്പോൾ നാളെ തന്നെ നടക്കും, ചിലപ്പോൾ ഇപ്പം തന്നെ നടക്കും. മറ്റാൾ പറഞ്ഞാൽ ഇന്ന് വരും, നാളെ പോകും, മറ്റന്നാൾ ഇപ്പോൾ ഒന്നായിട്ട് പോകും, അങ്ങനെയൊക്കെ ആവാം. പക്ഷേ നമ്മൾ സമയത്തെ അനുവദിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് കാലത്തിൻ്റെ കാവ്യനീതി. അത് നമ്മൾ അനുഭവിക്കണം. അതിലാണ് നമ്മൾ മനസ്സിലാക്കുക കാലത്തിന് നമ്മളിൽ ഇടപെടാൻ പറ്റും. സമയം നക്കടത് നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. പക്ഷെ സ്നേഹത്തിലും സ്മരണയിലായിരിക്കുമ്പം സമയവും സ്ഥാനവും നമ്മളെ ബാധിക്കുന്നില്ല. ഇതിനാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങളെ മറന്ന്, നിങ്ങളുടെ പരിസരത്തെ മറന്ന്, നിങ്ങളുടെ സമയത്തെ മറന്ന് ഇരിക്കുന്ന ഇരുത്തം, അതിനെ നമ്മൾ എന്ത് പറയുന്നത്, മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചിലർ പറയുന്നുണ്ട്, ഞാനൊരു കൂട്ടിലിട്ട പോലെയാണ് ഗൈഡ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഗൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ സ്പേസിൽ കുടുങ്ങിക്കിടക്കാന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ സ്പേസിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു,
ചിലർ ഇന്നലെയും മെനിയാന്നൊക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെ വിചാരിച്ചാൽ നമ്മൾ ആഗ്രഹിച്ച ഇവിടെ എത്തൂലേ, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇവിടെ എത്തുന്നു. ഇന്നലെ നമ്മളെ കാര്യപ്പെട്ട ഡോക്ടർ വന്നിട്ട് എന്നോട് പറയാം, ഗാഡ് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, എവിടെ കിടന്ന ഞാനാ, ഇപ്പം എവിടെ ഞാൻ നിൽക്കുന്നത്, എവിടെ ഞാൻ വന്ന് നിൽക്കുന്നത്. ഞാനുള്ളിൽ പറഞ്ഞു, ഈ ഹോട്ടലിൻ്റെ സ്റ്റെപ്പും മേലെ വേറെ എവിടെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാലത്തിൻ്റെ കാവ്യനീതി എന്നൊന്നും പലർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചിലർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല, എനിക്ക് ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ സംഭവിച്ചോ. അപ്പോൾ അവിടെ ബെൻഡിങ് ദ റിയാലിറ്റി, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് മാറ്റം ഉണ്ടാകുമ്പോൾ അവിടെ റിയാലിറ്റി ബെൻഡ് വന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കാം, എത്രയോ ആൾക്കാരുടെ ടൈം ഫ്രെയിമുകളെ, ടൈം ലൈനുകൾ നമ്മൾ ബ്രേക്ക് ചെയ്ത് ബെൻഡ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ സാധനം എന്താണെന്നൊന്നും അറിയില്ല, നമുക്ക് അല്ലേ സാധനം ബെനിഫിഷ്യൽ ആയിട്ട് അനുഭവിച്ചാൽ മതിയല്ലോ. പക്ഷെ അതിൻ്റെ ബാക്കിലുള്ള വർക്കും നിങ്ങൾ ആലോചിക്കുക, എത്ര രസകരമായിരിക്കും ആ ജേണി. എന്തൊക്കെ ഹയർ പ്രൊസീജിയേഴ്സ് നമ്മൾ ആക്ച്വലി ഫങ്ഷൻ ചെയ്തു പോകുന്നുണ്ട് സ്പിരിച്വൽ ലെവലിൽ, ഇന്നർ കോർ ലെവലിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ സ്നേഹത്തിലും അതുപോലെ തന്നെ സ്മരണയിലുമായിട്ടിരിക്കുമ്പം നമുക്ക് സമയത്തെ ബെൻഡ് ചെയ്യാൻ പറ്റുന്നു, സമയം നമുക്ക് വേണ്ടി ഇതിലേക്ക് ബെൻഡ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ നടക്കുന്നു. അപ്പോൾ ആലോചിക്കുക, കിങ് സോളമൻ്റെ ചരിത്രത്തിൽ, സുലൈമാൻ എന്ന പ്രവാചകന്റെ ചരിത്രത്തിൽ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം ടിക് എന്നറിയുമ്പോഴേക്ക് ഇവിടെ എത്തി. ഒന്നെങ്കിൽ തള്ള്, അല്ലെങ്കിൽ ഒരു 1.5 തള്ളലായിരിക്കും തള്ളിയുണ്ട് അവിടുന്ന് ഇവിടെ എത്താൻ. പക്ഷെ പ്രശ്നം എന്താണ്? പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ വിശ്വാസി എന്ന് പറയാൻ പറ്റൂല അല്ലേ. പിന്നെന്താ, അങ്ങ് എന്തെങ്കിലുമൊക്കെ എങ്ങനെ ആയി ഉണ്ടാവും, നമുക്കറിയില്ലല്ലോ, ഒന്നാവുമല്ലോ, നമ്മൾ അതിലിടപെടണ്ട. ഉള്ളിലെന്താ, എന്നാലും അതിപ്പോൾ ഇങ്ങനെ ആവാന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ടൈമിനെ ബെൻഡ് ചെയ്യാൻ, ടൈംലെസ് ലെവലിൽ നമുക്ക് വർക്ക് ചെയ്യാൻ, സ്ഥലത്തെയും സ്ഥാനത്തെയും അതുപോലെ തന്നെ കാലത്തെയും ബെൻഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് ഈ സ്ഥലവും സമയവും ബാധിക്കുന്ന മെറ്റീരിയലുകളുടെ എൻറ്റയർലി ബെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പം എന്നെ സമയവും സ്ഥാനവും ബാധിക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാവേണ്ടേ. കാരണം ഇവിടെ കണ്ട നിങ്ങൾ ഇന്നെ പെട്ടെന്ന് സൗദി കണ്ട പ്രശ്നമല്ലേ, കുമ്പിടിയോ പ്രശ്നമല്ലേ. കാരണം എന്താ, എനിക്ക് സമയം ബാധകമാണ്, അതുപോലെ തന്നെ സ്ഥാനവും ബാധകമാണ്. അപ്പം ഞാൻ ഇവിടെ പെട്ടെന്ന് ഇരിക്കുന്ന സമയത്ത് യാസ്മീൻ ആരോ വിളിച്ചിട്ട് പറയാണ്, കെട്ടി വിളിച്ചു പറയാം, മൂപ്പര് ദുബായിൽ മറ്റെവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗൈഡിനെ തന്നെയാണ് കണ്ടത്, ഒരാളെ പോലെ ആളുണ്ടാവുന്നൊക്കെ പറയുന്നത്. അത് പോസിബിലിറ്റി ഇല്ല. അതേ സമയത്ത് ഈ സ്ഥലവും സ്ഥാനവും എന്നെ ബാധിക്കുന്നില്ലെങ്കിൽ ഞാൻ ഒരേ സമയം പല സ്ഥലത്തും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ പറ്റുന്ന ഒരു ലെവൽ ഏതാ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഒരാൾക്ക് ഒരേ സമയം ഒരുപാട് ആൾക്കാരെ സ്വപ്നത്തിലുണ്ടാവാം. സ്വപ്നത്തിലുള്ള നമ്മളെ സ്ഥലവും സ്ഥാനവും ബാധിക്കുന്നുണ്ടോ? ഒരേ സമയം ഒരാൾക്ക് ഒരുപാട് ആൾക്കാരുടെ ഹൃദയത്തിലുണ്ടാകാം, മനസ്സിലുണ്ടാകാം. മനസ്സൊരു ഇടമല്ലേ. ഇപ്പം എന്നെ കുറേ ആൾക്കാർ സൂമിലാണ് കാണുന്നത്, എന്നെ തന്നെയല്ലേ കാണുന്നത് അല്ലേ. എന്നെ ഇങ്ങനെ ഫിസിക്കലി കാണല്ലോ, പക്ഷെ എന്നെ അവർ അനുഭവിക്കല്ലേ, എന്നെ അവർ കേട്ടോണ്ടിരിക്കല്ലേ. അപ്പം അതും ട്രൂത്ത് തന്നെ അല്ലേ, അതൊരു റിയാലിറ്റി അല്ലേ. ഫിസിക്കലി തൊടാൻ പറ്റുന്നില്ല എന്നല്ലേ ഉള്ളൂ. പക്ഷെ ഒരേ സമയം ഒരുപാട് ആൾക്കാർ ഇവിടെ കാണുന്നത് പോലെ തന്നെ സ്ഥാനത്തിനപ്പുറത്തേക്ക് ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ടൈംലെസ് എത്തുമ്പോൾ സ്റ്റേറ്റിൽ പോകുന്നുണ്ടെങ്കിൽ ഒരേ സമയം ഒരുപാട് ഇടങ്ങളിലേക്ക് നമുക്ക് എലവേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ 2 സംഭവത്തിൽ നമ്മൾ ഫ്രീ ആവുന്നില്ല. അതുകൊണ്ടാണ് ടൈം സ്പേസ് എന്നുള്ളത് ഒരുപാട് നമ്മൾ പഠിക്കേണ്ട കാര്യം. ഒരുപാട് ചിന്തിക്കുന്നവർക്ക് ദൈവിക അവബോധത്തിലേക്ക്, ആത്മീയമായിട്ടുള്ള ട്രൂത്തിലേക്ക് അത് നമ്മൾ കൊണ്ടുപോകും. അപ്പോഴാണ് നമുക്ക് സയൻസിനോട് അത്രമാത്രം ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത്, ഈ ബോധമൊക്കെ ഉണ്ടാക്കി തന്നതിന്, ഈ സാഹചര്യങ്ങളൊക്കെ കണ്ടെത്തി മനസ്സിലാക്കി തന്നതിന്. സോ ദാറ്റ് ഈസ് ദ ട്രൂത്ത്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ റിയാലിറ്റിയെ മാറ്റണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ റിയാലിറ്റിയിൽ നിന്നും മാഞ്ഞു പോകണം. അതുകൊണ്ട് ചില ആൾക്കാർക്ക് വലിയ ഇമ്പാക്റ്റ് വരെ മുന്നേ കുറച്ച് കാലത്തേക്ക് അവരെ കാണാനേ ഉണ്ടാവില്ല. അങ്ങനെ അവർ ആ റിയാലിറ്റിയിൽ നിന്നും മാറിയിട്ട് പുതിയ റിയാലിറ്റിയെ ഇൻറ്റേർണലി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ബിൽഡിങ് സ്ട്രോങ് ആക്കുന്നതിൽ, ഫാസ്റ്റ് ആക്കുന്നതിൽ മൊമെൻറ്റ്സ് ഓഫ് ലവിന് പറ്റുന്നതാണ്. സ്നേഹത്തിൻ്റെ സ്നേഹാതുരമായിട്ടുള്ള നിമിഷങ്ങൾക്ക് പറ്റും. സ്ഥലകാല ബോധമില്ലാത്ത അവസ്ഥ, ഈ അവസ്ഥ 2 രീതിയിൽ നടക്കും. ഒന്ന് പ്രാന്താവുമ്പോൾ, എവിടെ എന്താ പറയേണ്ടി അറിയില്ല, എവിടെയൊക്കെ പോയതൊന്നും അറിയില്ല, അങ്ങനെ. മറ്റൊന്ന് അതല്ല, ആത്മീയ ഭ്രാന്ത് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആത്മീയ ഭ്രാന്ത് എന്ന് പറയുന്നത് ആത്മീയ അനുഭൂതിയിലിരിക്കുമ്പം മനുഷ്യൻ പരിസ്ഥിതിയൊക്കെ മറന്നിട്ട് ലയിച്ചെങ്ങനെ ഇരിക്കും. അപ്പോഴാണ് പ്രാർത്ഥന തുടങ്ങേണ്ടത്. അതിലാണ് പ്രാർത്ഥന, അതാണ് ധ്യാനം, അതിലാണ് സ്മരണ, അതിലാണ് ദിക്ർ ആകുന്നത്, ശുക്ർ ആകുന്നത്, ഫിക്ർ ആവുന്നത്, എല്ലാം അതിലാണ്. അപ്പോൾ അങ്ങനത്തെ മൊമെൻറ്റുകൾ ഇടയ്ക്കിടെ നമ്മളിങ്ങനെ നമ്മളിൽ കൊണ്ടുവരുമ്പം നമ്മൾ പതിയെ നമ്മളെ റിയാലിറ്റി ബെൻഡ് ചെയ്യും. ഞാൻ പറയുകയാണത്, നിങ്ങളുടെ കാര്യങ്ങൾ മാറാൻ വേണ്ടിയൊന്നും ചെയ്യാതെ തന്നെ കാര്യങ്ങളെ മാറ്റുന്ന അവസ്ഥയിൽ നിങ്ങളിരിക്കുക. ക്ലിയർ? കാര്യങ്ങളെ മാറ്റാൻ വേണ്ടി നമുക്ക് പലതും ചെയ്യാനുണ്ട്. അതിനേക്കാളും പ്രാധാന്യമാണ് കാര്യങ്ങളെ മാറ്റുന്ന അവസ്ഥ. അതിന് നമ്മൾ ഹാൽ എന്ന് പറയുന്നത്. ആ ഹാലാണ് ആക്ച്വലി
കഴിവിൻ്റെ പരമാവധി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ആ ഹാലിലേക്ക് ഞാൻ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി നോക്കണം. ഇപ്പം ഞാൻ ഇത്രയും സമയം ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾ ആരൊക്കെയോ നിങ്ങൾ കാലാതീതമായ മൊമെൻറ്റുകളിൽ പോയിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തു പോയോ അല്ലേ? നിങ്ങൾ ഇവിടെ ആണെങ്കിൽ കൂടി ഇവിടെ അല്ലേനു, നിങ്ങൾ ആ ഏതൊക്കെയോ മൊമെൻറ്റിൽ പോയിട്ട് ഇങ്ങനെ സിങ്ക് ചെയ്തിരിക്കുകയായിരുന്നു. ദാറ്റ് മീൻസ് യു ആർ ഇവോക്കിംഗ് ദാറ്റ്, നിങ്ങൾ അതിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ ശരിക്കും ചോദിച്ചാൽ ഫിസിക്കലി നോക്കിയാൽ ഗൈഡഡ് ടോക്കിലാണുള്ളത്, പക്ഷേ ഇൻറ്റേർണൽ റിയാലിറ്റി വെച്ച് നോക്കിയാൽ ഗൈഡഡ് ടോക്ക് എന്നുള്ള ബോധത്തിൻ്റെ കവറിലൂടെ ആ ചട്ടയിലൂടെ നിങ്ങളിലെ ഏതോ ഒരു എലവേറ്റഡ് റിയാലിറ്റിയിൽ പോയിട്ട് കുറച്ച് നേരമായിരുന്നു. ഇതിനാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടോ ചോദിച്ചാൽ ഇവിടെ ഉണ്ട്, പക്ഷേ ഇവിടെ ഉണ്ട് എന്ന ബോധം നിങ്ങളുടെ നെഫ്സിന്, നിങ്ങളുടെ ഈ ചിന്തക്ക് അതിനെ പറ്റിക്കാൻ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ മെല്ലെ എസ്കേപ്പ് ചെയ്ത് വന്നിരിക്കുക. ക്ലിയർ ആയോ? ആ ബോധം നമ്മളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ആ ബോധത്തെ നമ്മൾ പറ്റിക്കണം. കുട്ടികളോട് ഉമ്മ അവിടെ ഉണ്ട് കേട്ടോ എന്നിട്ട് ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് പാവ കഴിച്ചേ എന്നിട്ട് ഇങ്ങനെ മെല്ലെ പോയിട്ട് പുറത്തൊക്കെ പോയി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഓടി വരാണ്. ഇതാണ് ഈ ബെൻഡിങ് ദ റിയാലിറ്റി എന്ന് പറഞ്ഞ പ്രോസസ്സ്. ടൈംലെസ് ആവാന്നുള്ളൊരു പോയിന്റ്. ഇപ്പോൾ കാലാതീതമാകേണ്ടത് നമുക്ക് കാലം ചെയ്യുന്നതിന് മുന്നേ ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജീവിച്ചു എന്ന് തോന്നുന്ന മൊമെൻറ്റുകളിലൊക്കെ പുനർജീവിക്കാൻ ശ്രമിക്കുക, റീലീവ് ചെയ്യാൻ ശ്രമിക്കുക, ഒന്നുകൂടി പോയിട്ട് അതിൽ ജീവിച്ചുകൊണ്ടിരിക്കുക എന്നല്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നൂലേ അതൊന്നുകൂടി നടക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു അതൊന്നുകൂടി നടക്കണമെങ്കിൽ ഇനി എപ്പോഴാ നടക്കാന്ന് പറഞ്ഞ് സമയം ഇട്ട് കാത്തുക്കാതെ ആ നടന്നതിലേക്ക് ഒന്നുകൂടി തിരിഞ്ഞ് നടന്നിട്ട് ഒന്നുകൂടി അതിലിപ്പം ജീവിക്കുക. ഒന്നുകൂടി ഉണ്ടാവട്ടെ എന്നല്ല, വീണ്ടും നിങ്ങൾ ജീവിക്കാൻ കൊതിക്കുന്ന മൊമെൻറ്റുകൾ നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി ജീവിച്ചതായിട്ടുണ്ടോ അതിലേക്ക് തിരിഞ്ഞ് നടന്നിട്ട് അതിൽ ജീവിക്കുക. വീണ്ടും സെയിം മൊമെൻറ്റ് ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതങ്ങനെ നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് റീക്രിയേറ്റ് ചെയ്യുന്നതോറും അതുപോലത്തെ അനുഭവങ്ങൾ വീണ്ടും കാലം നിങ്ങൾക്ക് സമ്മാനിക്കും. അത് തീർന്നു പോയി എന്ന് പറയുമ്പം കാലം നിങ്ങളോട് ചോദിക്കുകയാണ്, തീരാത്ത അനുഭവമാണിത്. കാരണം നീ കാലം ബാധിക്കാത്ത അവസ്ഥയിൽ അനുഭവിച്ചതാണ്. അതുകൊണ്ട് അതിന് തീരാന്നുള്ള പരിപാടിയില്ല, തീർന്നു പോകാന്നുള്ളതില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, അത് തീർന്നു എന്ന് ചിന്തിക്കാണ്ട് അതിലായിട്ടിരിക്കും. അപ്പോൾ അതുപോലത്തെ അനുഭവങ്ങൾ ഇനിയും വന്നുകൊണ്ടിരിക്കും. ഇതന്നെയല്ലേ മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ. അപ്പോൾ കാലവുമായി ചേർന്നാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. കാലവുമായി ചേർന്ന് തന്നെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ കാലം പതിയെ നമുക്ക് ഫ്രീഡം തരും. കാലം നമ്മളോട് ഒന്ന് പോയി ഒരു കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറേ ചെയ്ത പോലെ പക്ഷെ ഇത്ര സമയത്തുള്ളൂ, പക്ഷെ എല്ലാ പണിയും കഴിഞ്ഞല്ലോ, കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്താണ്, ആരോടും പറയേണ്ട, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ കാണാറുണ്ട്. ചില ആൾക്കാർ ചെയ്ത വർക്ക് നമ്മൾ ഇത്ര സമയം കൊണ്ട് ഇത്രയും തീർത്തു. അതെങ്ങനെ? അത് കാലം അവരോട് ചേർന്ന് നിന്നതാണ്, കാലം അവരോട് അക്കമ്പനി ചെയ്താണ്, കാലം അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ സമയത്തെ പഴിക്കുന്നവർ ശ്രദ്ധിക്കണം, ഈ സമയം പോകുന്നില്ല, ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. കാലത്തെ പഴിക്കും തോറും കാലം നിങ്ങളോട് കണക്ക്, കാരണം ഈച്ച് സെക്കൻഡ് വാല്യുബിൾ ആണ്. അതിന് അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റോടുകൂടി, മൂല്യത്തോടു കൂടി സമീപിക്കുന്നവർക്കാണ് അതിൻ്റെ രഹസ്യങ്ങൾ കിട്ടുക, അതിൻ്റെ ഗിഫ്റ്റുകൾ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഗൈഡഡ് ടോക്ക് തൽക്കാലം നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു.